അപ്പോൾ നമുക്കിന്നൊരു പുതിയ സൈക്കോ സ്റ്റോറി കേൾക്കാം. നല്ല ത്രില്ലിംഗ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ ട്വിസ്റ്റുമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ 2019 ഡിസംബർ 31 11:55 PM ബാംഗ്ലൂർ സിറ്റി. ആർ യു റെഡി ഡിയർ? റൈഡിംഗ് ഹെൽമെറ്റ് കയ്യിലെടുത്ത് ചിരിച്ചുകൊണ്ട് ബോബി റാണിയെ നോക്കി. ഞാനില്ല പൊന്നു. ഒരല്പം കൂടി അഭിനയിച്ച് ബോബിയെ നോക്കിക്കൊണ്ട് റാണി പറഞ്ഞു, എനിക്ക് ഇനിയും ജീവിക്കണമെന്നുണ്ട്, ഒന്ന് പോകൊച്ചേ. ബോബി അല്പം കുസൃതിയോടെ റാണിയെ പിടിച്ച് തൻ്റെ ദേഹത്തോട് ചേർത്ത് നെറ്റിയിൽ ചുംബിച്ചു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ അവൻ്റെ ദേഹത്ത് ചേർന്ന് നിന്നു. വീശിയടിച്ച തണുത്ത കാറ്റിൽ പട്ടുപോലുള്ള അവളുടെ മിനുസമാർന്ന മുടി ഒഴുകിപ്പറന്നു. മിസ് യു ബോബി. അവളുടെ ഇളം നീല കണ്ണുകളിൽ നിന്നും ഒലിച്ചു തുടങ്ങിയ കണ്ണുനീർ അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. ഞാൻ മറ്റന്നാൾ ഇങ്ങ് വരില്ലേ ഡിയർ? എന്നാ പിന്നെ ബസ്സിൽ പോയിക്കൂടെ? ഇത്രയും ദൂരം രാത്രിയിൽ ബൈക്കിൽ പോവുക എന്ന് പറഞ്ഞാൽ റിസ്ക് അല്ലേ? ഇതേതാ വണ്ടിയെന്നറിയുമോ ഡിയർ? കറുത്ത കാളക്കൂറ്റിനെ പോലെ ഇരിക്കുന്ന ബൈക്കിൽ തലോടിക്കൊണ്ട് ബോബി ചോദിച്ചു. ഇതാണ് കവാസാക്കി നിഞ്ച H2. ഇന്ത്യയിലെ വില കൂടിയ റൈഡിംഗ് ബൈക്കിലൊന്ന്. മണിക്കൂറിൽ 400 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന ചീറ്റപ്പുലി. 3/4 കോടി രൂപയ്ക്ക് എൻ്റെ ഡാഡി എനിക്ക് സമ്മാനിച്ച സിംഗക്കുട്ടി. 3/4 കോടി എന്ന് കേട്ടപ്പോൾ റാണിയുടെ മുഖത്ത് വിരിഞ്ഞ തിളക്കം ബോബി ശ്രദ്ധിച്ചു. പെണ്ണിന് ആർത്തിയാണ്, തൻ്റെ പണത്തോടുള്ള അടങ്ങാത്ത ആർത്തി. റാണിയും ബോബിയും ബാംഗ്ലൂരിൽ പ്രസിദ്ധമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. രണ്ടുപേരും ഒരേ ബാച്ചാണ്. കോട്ടയത്തെ സമ്പന്നമായ ഒരു ക്രിസ്ത്യൻ തറവാട്ടിലെയാണ് ബോബി. ഇട്ടുമൂടാൻ സമ്പത്തുള്ള തറവാട്ടിലെ ഏക ആൺതരി. റാണി ബാംഗ്ലൂർ സ്വദേശിനിയാണ്, പാതി മലയാളി. തൻ്റെ സർപ്പ സൗന്ദര്യം കൊണ്ട് ആരെയും വീഴ്ത്താൻ കഴിവുള്ള മാദക സുന്ദരി. പെൺവിഷയത്തിൽ അതീവ തൽപരനായ ബോബി റാണിയുടെ വലയിൽ എളുപ്പം കുരുങ്ങി. റാണി അവനെ വീഴ്ത്തി എന്നതായിരുന്നു യാഥാർത്ഥ്യം. അതിനിടെ റാണിയുടെ മൊബൈൽ റിംഗ് ചെയ്തു. സമീർ കോളിംഗ്. അവൾ മെല്ലെ കോൾ കട്ട് ചെയ്തു. അവളുടെ ചുവന്ന അധരങ്ങൾ ഒന്ന് വിടർന്നു. ബോബി പോയോ എന്നറിയാൻ വിളിക്കുകയാണ്. 2 ദിവസം ഇനി സമീർ ഉണ്ടാകും തൻ്റെ കൂടെ. ബോബിയോളം വരില്ലെങ്കിലും ഒരു കോടീശ്വര പുത്രൻ തന്നെയാണ് സമീറും. ആരാ ഡിയർ? ബൈക്കിൽ കയറിക്കൊണ്ട് ബോബി തിരക്കി. അമ്മയാണ്, വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിക്കുകയാണ്. ബ്ലഡി പാരൻസ്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബോബി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് റേസ് ചെയ്ത് ഇടിമിന്നൽ പോലെ ബൈക്ക് കോട്ടയം ലക്ഷ്യമാക്കി പറന്നു. നഗരം മുഴുവനും ബ്ലോക്കാണ്. പുതുവത്സരം ആഘോഷിക്കുന്ന യുവത്വം റോഡുകൾ കയ്യേറിയിരിക്കുന്നു. ആടിക്കുഴഞ്ഞുകൊണ്ട് പരസ്പരം പുണരുകയാണ് യുവതീ യുവാക്കൾ. ഓരോ തെരുവിലും ജാഗരൂകരായി പോലീസ് നോക്കി നിൽക്കുന്നു. തിരക്കേതാണ്ട് ഒഴിഞ്ഞതിനു ശേഷമാണ് ബോബിക്ക് ബൈക്കിൻ്റെ മുഴുവൻ സ്പീഡ് എടുക്കാൻ പറ്റിയത്. ഇടിമിന്നൽ പോലെ വളഞ്ഞു പുളഞ്ഞു കുതിച്ചുപായുന്ന വണ്ടികൾ മറികടക്കുമ്പോൾ ബോബിക്ക് വല്ലാത്ത ഹരമായിരുന്നു. നീണ്ടു നിവർന്നു കിടക്കുന്ന മനോഹരമായ ഹൈവേ ഏതൊരു റൈഡറിൻ്റെയും സ്വപ്നമാണ്. നീണ്ട 301 കിലോമീറ്ററായിരുന്നു ബോബിയുടെ മനസ്സിൽ. 6.5 മണിക്കൂറാണ് ബാംഗ്ലൂർ നിന്നും താമരശ്ശേരി ചുരം വരെ വേണ്ടത്. രാത്രികാല യാത്ര നിരോധനമുള്ളതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് കാട്ടുപാതകൾ വഴിയാണ് അവൻ ചുരത്തിലെത്തിയത്. അപ്പോഴേക്കും പുലർച്ചെ 4:30 മണിയായിരുന്നു. ചുരത്തിലെ തട്ടുകടയിൽ നിന്നും ചുടുകാപ്പിയും കുടിച്ച് ഒരു സിഗരറ്റും പുകച്ച ശേഷമാണ് അവൻ വീണ്ടും യാത്ര തുടങ്ങിയത്. നല്ല തണുപ്പാണ് ചുരത്തിൽ. നേർത്ത ചാറ്റൽ മഴയുണ്ട് ചുരത്തിൽ. വളരെ സാവധാനമാണ് വണ്ടികൾ ചുരമിറങ്ങുന്നത്. ചുരമിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ബോബിക്ക് ഉറക്കം വരാൻ തുടങ്ങി. താമരശ്ശേരി എത്തിയപ്പോൾ ബോബി അടഞ്ഞു കിടക്കുന്ന ഒരു പഴയ കെട്ടിടത്തിൻ്റെ മുമ്പിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി. തൊട്ടു പിന്നാലെ മറ്റൊരു ബൈക്ക് വന്നത് അപ്പോഴാണ്. അതിൽ നിന്നും ഇറങ്ങിയ ആൾ ഹെൽമെറ്റ് ഊരിവെച്ച് ബൈക്കിൽ നിന്നും ഇറങ്ങി കടയുടെ തിണ്ണയിലേക്ക് കയറി സിഗരറ്റ് കത്തിച്ച് ആഞ്ഞു വലിച്ച് തണുപ്പകറ്റി. സിഗരറ്റ് വേണോ ബ്രോ? അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ബോബിയോട് തിരക്കി. വേണ്ടെന്ന് ബോബി ആംഗ്യം കാണിച്ചു. കവാസാക്കി നിഞ്ച അടിപൊളി വണ്ടിയാണല്ലോ ബ്രോ. അതെ. അറിയാതെ ബോബിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. സൂപ്പർ വണ്ടിയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ബോബിക്ക് നേരെ തമ്പുയർത്തി കാട്ടി. പിന്നെ സിഗരറ്റ് നിലത്തേക്കിട്ട് ഷൂ കൊണ്ട് ഞെരിച്ചമർത്തി. സാവധാനം നടന്നയാൾ ബോബിയുടെ അടുത്തെത്തി. ഈ വണ്ടി എനിക്ക് തരുമോ ബ്രോ? ഒരു പുഞ്ചിരിയോടെ അയാൾ ബോബിയോട് തിരക്കി. എനിക്ക് ബ്രോയുടെ വണ്ടി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒന്ന് പോ ചേട്ടാ. അയാളുടെ മുഖത്തെ പുഞ്ചിരി മാറിയത് പെട്ടെന്നായിരുന്നു. ഇരുണ്ട മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. ഇറങ്ങൂ ബ്രോ. അയാൾ ബലമായി ബോബിയെ വലിച്ച് താഴെയിട്ടു. നിലത്തേക്ക് മറഞ്ഞ ബോബി 2 കൈയും പിന്നിലേക്ക് കുത്തി മലക്കം മറിഞ്ഞ് എണീറ്റ് നിന്നു. വാവ്, ഇംപ്രസീവ്. കൈകൾ കുടഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. ബോബി ഒന്ന് പിറകിലേക്ക് സ്റ്റെപ്പ് വെച്ച് വലങ്കാൽ കൊണ്ട് അയാളുടെ ശിരസ് ലക്ഷ്യമാക്കി ആഞ്ഞു തൊഴിച്ചു. തലക്കടിയേറ്റ അയാൾ തെറിച്ചു വീണു. ഓ, സൂപ്പർ കിക്കായിരുന്നു കേട്ടോ. ബ്രോ കരാട്ടയാണല്ലേ? ഉച്ചത്തോടെ ഒന്ന് ചിരിച്ച് ബോബി സ്റ്റെപ്പ് എടുത്ത് അയാളുടെ നേരെ നീങ്ങി. ഇത്തവണ അയാളുടെ മുഖത്തിന് നേരെയായിരുന്നു പഞ്ച്. പക്ഷേ അയാൾ നിസാരമായി ബോബിയുടെ കൈ തട്ടിക്കളഞ്ഞു. പിന്നെ കൈവിരലുകൾ കൊണ്ടൊരു ചെറിയ ബ്ലേഡ് കഷ്ണം ബോബിയുടെ കഴുത്തിൽ അമർത്തി വലിച്ചു. എന്തോ ഒരു മിന്നൽ പൊളഞ്ഞതുപോലെയാണ് ബോബിക്ക് തോന്നിയത്. അവൻ അറിയാതെ കഴുത്തിൽ തടവി. കൊഴുത്ത ചോര മുറിവിലൂടെ ഒലിച്ചിറങ്ങിയത് കണ്ട് അവൻ്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു. ആരെങ്കിലും സഹായത്തിനുണ്ടോ എന്നറിയാൻ അവൻ ചുറ്റും നോക്കി.
ടൗണിലെ വിജനമായൊരു സ്ഥലത്താണ് താനെന്നത് ഒരു ഞെട്ടലോടെ ബോബി മനസ്സിലാക്കി. ഇടയ്ക്കിടെ വണ്ടികൾ പോകുന്നുണ്ടെങ്കിലും ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. കഴുത്തുമുറിഞ്ഞ് ചോര വാർന്നൊലിക്കുകയാണ്. അടഞ്ഞു പോകുന്ന കൺപോളകൾക്കിടയിലൂടെ എന്തോ തിളക്കമുള്ള ഒരു സാധനം ചീറി വരുന്നത് അവൻ കണ്ടു. അടുത്ത നിമിഷം തലക്കടിയേറ്റ് അവൻ ബോധരഹിതനായി. ബോബിയുടെ കോട്ടയത്തെ വീട്. എന്ത് കിടപ്പാണ് റോസി ഇത്, എണീറ്റ് വല്ലതും കഴിക്കുമോളെ? ബോബിയുടെ മമ്മി ഇളയ മകളുടെ കൈ പിടിച്ച് വീണ്ടും പറഞ്ഞു. എനിക്ക് വേണ്ട മമ്മി. അച്ചായനില്ലാതെ അവളൊന്ന് തേങ്ങി കരഞ്ഞു. അവളുടെ മെലിഞ്ഞുണങ്ങിയ ദേഹം പതിവിലേറെ ക്ഷീണിച്ചിരുന്നു. അപ്പോൾ തോമസ് ചാക്കോയുടെയും ഭാര്യ ആലീസിന്റെയും 2 മക്കളിൽ ഇളയവളാണ് റോസി. റോസി ജന്മന അംഗവൈകല്യമുള്ളവളാണ്. ബോബിയോടായിരുന്നു അവൾക്ക് ഏറ്റവും അധികം കൂട്ട്. ബോബിയുടെ മരണം ഇനിയും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരുവിധം റോസിയെ കഞ്ഞി കുടിപ്പിച്ച് ആലീസ് ഊണുമുറിയിലെത്തുമ്പോൾ തോമസ് ആർക്കോ ഫോൺ ചെയ്യുകയാണ്. ഫോൺ വിളി കഴിയുന്നതുവരെ അവർ കാത്തിരുന്നു. ബോബിയെ കൊന്നവനെ കിട്ടിയോ? പതിയെയാണെങ്കിലും ഉറപ്പുള്ളതായിരുന്നു അവരുടെ ചോദ്യം. ആരെയോ അറസ്റ്റ് ചെയ്തെന്ന് താമരശ്ശേരി സ്റ്റേഷനിൽ നിന്നും മെസ്സേജ് ഉണ്ടായിരുന്നു. ഒന്ന് അമർത്തി മൂളി ആലീസ്. പിന്നെ അവൾ അയാളുടെ ഫോൺ വാങ്ങിയൊരു നമ്പർ ഡയൽ ചെയ്തു. ആളെ കിട്ടിയില്ലേ? അപ്പുറത്തു നിന്ന് ഒരു മൂളൽ കേട്ടു. തീർത്തേക്ക്. ഫോൺ കട്ട് ചെയ്ത് അവർ തോമസിന്റെ കയ്യിലേക്ക് മൊബൈൽ തിരിച്ചേൽപ്പിച്ചു. അവളുടെ കല്ലിച്ച മുഖം കണ്ട് തോമസിന് പോലും ഒരു ചെറിയ പേടി തോന്നി. കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആലിസ് അങ്ങനെയായിരുന്നു. ഒരാണിന്റെ മനക്കരുത്തുള്ള പെണ്ണ്. കാടിറങ്ങുന്ന വന്യജീവികളെ ഇരട്ടക്കുഴൽ തോക്കുകൊണ്ട് വെടിവെച്ചിടുന്ന അസൽ ഇരട്ടച്ചങ്കുള്ള പെണ്ണ്. നിനക്കാ വണ്ടി എവിടെ നിന്ന് കിട്ടിയടോ? തൻ്റെ മുമ്പിലിരുന്ന് വിറയ്ക്കുന്ന പയ്യനോട് SI ഇബ്രാഹിം തിരക്കി. ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ നിന്നും കട്ടതാ സാറേ. കടലിൽ മീൻ പോയി ഇപ്പോൾ ബൈക്കാണോടാ നാറി. ഇബ്രാഹിം തൻ്റെ ഉരുക്കുപോലുള്ള കൈകൾ കൊണ്ട് അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. കൊഴുത്ത ചോരയ്ക്കൊപ്പം അവൻ്റെ മുൻവരിയിലെ 2 പല്ലുകളും ഇളകിപ്പോന്നു. മതി സാറേ, ഇനി അവൻ ചത്തുപോകും. പിറകിൽ നിന്നും ടോമി പതിയെ പറഞ്ഞു. അല്ലെങ്കിലും അവൻ ചാവാനുള്ളതല്ലേ? പറഞ്ഞ ആളെ ഇബ്രാഹിം തലചിരിച്ചു നോക്കി. കോൺസ്റ്റബിൾ അഭിലാഷ്. എൻ്റെ പേരെന്താടാ? അഭിലാഷ് അവൻ്റെ മർമ്മസ്ഥാനത്ത് ആഞ്ഞിടിച്ചുകൊണ്ട് തിരക്കി. അലറി വിളിച്ചുകൊണ്ട് അവൻ താഴേക്കിരുന്നു. നിലവിളിക്കുന്നോടാ പുന്നാര മോനെ. അഭിലാഷ് അവൻ്റെ വായ അമർത്തിപ്പിടിച്ചു. ആരെങ്കിലും കണ്ടിരുന്നോ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇബ്രാഹിം തെല്ല് ശങ്കയോട് ചോദിച്ചു. ആരും അറിയില്ല. ഇബ്രാഹിം പതിയെ മൊബൈലെടുത്ത് വീഡിയോ കോൾ ചെയ്തു. കാത്തിരുന്ന പോലെ അപ്പുറത്ത് കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തെ ക്യാമറ ഓഫ് ചെയ്ത നിലയിലായിരുന്നു. അവനാണോ അത്? അപ്പുറത്ത് നിന്നും ക്രൂരമായ മുറ്റിയൊരു സ്വരം കേട്ടു. ഒന്ന് കാണിക്കൂ. ഇബ്രാഹിം നന്നായി കാണുന്ന രീതിയിൽ അവൻ്റെ അടുത്തേക്ക് ക്യാമറ പിടിച്ചു. മോൻ. ചീറ്റപ്പുലി ചീറും പോലെയായിരുന്നു ആ വിളി. എൻ്റെ മോനെ ചെയ്ത പോലെ അവനെയും ചെയ്തേക്ക്. മാഡം. അറിയാതെ ഇബ്രാഹിമിൻ്റെ സ്വരമുയർന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നീ വായിച്ചതല്ലേ? മാഡം. ദയനീയമായിരുന്നു ഇത്തവണ അയാളുടെ വിളി. 1 കോടി. ഫോണിലൂടെ കേട്ട സ്വരം കേട്ട അഭിലാഷിൻ്റെയും ടോമിയുടെയും മുഖം തിളങ്ങി. അഭിലാഷ് ബ്ലേഡ് കയ്യിലെടുത്തു. ഇബ്രാഹിം അല്ലേ ഇടത്തെ കൈകൊണ്ട് വേണ്ടെന്ന ആംഗ്യം കാണിച്ചു. അത് പ്രശ്നമാകും മാഡം. 2 കോടി. ഇബ്രാഹിമിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. FIR എഴുതിപ്പോയി മാഡം. 3 കോടി. മേഡം നിർബന്ധിച്ചാൽ പിന്നെ. അഭിലാഷേ. കാര്യം മനസ്സിലായ പോലെ അഭിലാഷ് കയ്യിലിരുന്ന ബ്ലേഡ് കൊണ്ട് അവൻ്റെ കഴുത്തിൽ ആഞ്ഞു വരഞ്ഞു. പിന്നെ ഒരു ചുറ്റിക കൊണ്ട് അവൻ്റെ തല അടിച്ചു പൊളിച്ചു. എല്ലാം ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആലീസ്. തോമസ് ആണെങ്കിൽ അത് കാണാൻ കഴിയാതെ കണ്ണുകൾ അടച്ചു കഴിഞ്ഞിരുന്നു. മതി. വീഡിയോ കോൾ കട്ട് ചെയ്തുകൊണ്ട് ഇബ്രാഹിം അഭിലാഷിനെ നോക്കി. സാറ്, ഇവനാണോ ശരിക്കും ആ പയ്യനെ കൊന്നത്? ഏയ്. ചിരിച്ചുകൊണ്ട് ചുമൽ കുലുക്കി ഇബ്രാഹിം. ആരോ കൊന്നു ബൈക്കും കൊണ്ടുപോയി. ഇവൻ അവരുടെ കയ്യിൽ നിന്നും ബൈക്കും അടിച്ചു മാറ്റി. ഇവൻ വെറും ഒരു മോഷ്ടാവ്. നമുക്ക് 3 കോടി ഉണ്ടാക്കി തന്ന ഗോൾഡൻ ബോയ്. കോടി എന്ത് ചെയ്യണം സാർ? ടോമി ഇബ്രാഹിമിനോട് തിരക്കി. അതും ഞാൻ പറഞ്ഞു തരണോ? ഇബ്രാഹിമിൻ്റെ ചോദ്യം കേട്ട അഭിലാഷിന് ചിരി പൊട്ടി. അയാൾ മെല്ലെ വീണ് കിടക്കുന്ന പയ്യനെ നോക്കി. അടികൊണ്ട് തലയോട്ടി പിളർന്നു പോയിരുന്നു അവൻ്റെ. സാറിൻ്റെ ബുദ്ധി അപാരം തന്നെ. 1 കോടി കിട്ടിയാൽ തന്നെ ലാഭം. അപ്പോഴല്ലേ 3 കോടി? മൃതദേഹം വൃത്തിയായി പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞു കെട്ടുന്നതിൻ്റെ ഇടെ അഭിലാഷ് ഇബ്രാഹിമിനോട് പറഞ്ഞു. 3 അല്ല, 300 കോടി തരുമായിരുന്നു അവർ. പക്ഷേ തൽക്കാലം അത് മതി. ചിരിച്ചുകൊണ്ട് ഇബ്രാഹിം പറഞ്ഞു. ഇനി ഇടയ്ക്കിടെ അവർ കാശ് തരേണ്ടി വരും. മൃതദേഹം വൃത്തിയായി പൊതിഞ്ഞ് മുറിക്കകത്തിട്ട് പൂട്ടി അവർ മൂവരും പുറത്തേക്കിറങ്ങി. അർദ്ധരാത്രി 12 മണിയോടെയാണ് അവർ വീണ്ടും അവിടെ എത്തിയത്. സാവധാനം മൃതദേഹം ബൊലോറോയുടെ പിറകിൽ കയറ്റി മൂവരും ചുരം ലക്ഷ്യമാക്കി യാത്രയായി. താമരശ്ശേരി ചുരത്തിലെ നിഗൂഢമായ കൊക്കയായിരുന്നു അവരുടെ ലക്ഷ്യം. ആരും കാണാതെ കൃത്യമായി ബോഡി ആ കൊക്കയിലേക്ക് തള്ളിയാൽ ഒരു തെളിവ് പോലും അവശേഷിക്കാതെ ആ കേസ് അതോടെ അവസാനിക്കും. കിട്ടാൻ പോകുന്ന 3 കോടിയായിരുന്നു അവരുടെ മനസ്സിൽ. ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയപ്പോൾ അഭിലാഷ് സുരക്ഷിത മതിലിനോട് ചേർത്ത് വണ്ടി നിർത്തി. മുകളിൽ നിന്നും 2-3 ചരക്ക് ലോറികൾ വരുന്നുണ്ട്. അവ പോകുന്നത് വരെ വണ്ടിയിൽ നിന്നും ഇറങ്ങാതെ മൂവരും കാത്തു നിന്നു. അതിൻ്റെ ഏറ്റവും പുറകിലായി വലിയൊരു ടിപ്പർ ലോറി വരുന്നുണ്ടായിരുന്നു. നാശം. പിറുപിറുത്തുകൊണ്ട് ഇബ്രാഹിം വണ്ടിയിൽ തന്നെ ഇരുന്നു. അത്യാവശ്യം വേഗതയിലായിരുന്നു ടിപ്പറിൻ്റെ വരവ്. വളവ് തിരിഞ്ഞ് നേരെ ബൊലോറയ്ക്ക് നേരെയായിരുന്നു അതിൻ്റെ വരവ്. എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പേ ശക്തിയായി ടിപ്പർ ബൊലോറയിൽ വന്നിടിച്ചു. ഒന്ന് കരണം മറിഞ്ഞ് സംരക്ഷണ ഭിത്തിയും തകർത്ത് ബൊലോറോ കൊക്കയിലേക്ക് മറിഞ്ഞു.
ടിപ്പറിൻ്റെ ഡ്രൈവർ പതിയെ വണ്ടി തിരിച്ച് സാവധാനം താഴേക്ക് ഓടിച്ചുപോയി. ദേഹത്തുകൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയാണ് ആലിസ് ഞെട്ടി ഉണർന്നത്. റൂമിലെ AC ഓഫ് ചെയ്തിരിക്കുകയാണ്. അവർ മെല്ലെ ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. തോമസ് ബെഡിലില്ല എന്നത് അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്. സമയം 5 മണി കഴിഞ്ഞു എന്ന് അപ്പോഴാണ് അവർ കണ്ടത്. റോസിമോൾക്ക് മരുന്ന് കൊടുക്കേണ്ട നേരമായി. തോമസ് ചിലപ്പോൾ മരുന്ന് കൊടുക്കാൻ പോയതാവും. അല്ലെങ്കിലും തന്നേക്കാൾ ശ്രദ്ധയാണ് തോമസിന്. ആലീസ് ബാത്റൂമിൽ പോയി മുഖമൊന്ന് കഴുകി ഫ്രഷായി റോസിയുടെ റൂമിലേക്ക് നടന്നു. ഇന്നലെ കുറച്ചേറെ വൈകിയാണ് കിടന്നത്. ഇബ്രാഹിമിൻ്റെയും കൂട്ടാളികളുടെയും ആർത്തി തീർന്നെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവൾ ഉറങ്ങിയത്. 3 കോടി കൊടുക്കാമെന്ന് തോമസ് പറഞ്ഞതാണ്. പക്ഷേ ഇബ്രാഹിം 3 കോടി അർഹിക്കുന്നില്ല എന്ന് താനാണ് തീർച്ചയാക്കിയത്. 3 കോടി കൊടുത്താലും ഇടയ്ക്കിടെ തന്നെ തേടി അവർ വരുമെന്ന് തനിക്കറിയാം. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഭീഷണി ഇപ്പോൾ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തൻ്റെ തീരുമാനമായിരുന്നു. റോസിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. തോമസ് പുറംതിരിഞ്ഞ് അവളുടെ ബെഡിലിരിക്കുന്നത് അവർ കണ്ടു. ഗുഡ് മോർണിംഗ് തോമസ്. ആലിസ് പതിയെ നടന്ന് തോമസിൻ്റെ തോളിൽ കൈവച്ചു. മോർണിംഗ് ഡിയർ. ആലിസിൻ്റെ സിരകളിൽ ഒരു തരിപ്പ് കയറി. അത് തോമസിൻ്റെ സ്വരമല്ലായിരുന്നു. എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഈ മരുന്ന് ഞാനൊന്ന് കൊടുക്കട്ടെ. അയാൾ മുഖം വെട്ടിച്ച് അവരെ നോക്കി. ആലിസ് ഞെട്ടി പിറകിലേക്ക് മാറി. ആരാണ് നീ? അയാൾ മെല്ലെ എഴുന്നേറ്റു. അതാണോ ഇപ്പോൾ വിഷയം? മോൾക്ക് സമയത്ത് മരുന്ന് കൊടുക്കണ്ടേ? ആലിസ് പെട്ടെന്ന് തിരിഞ്ഞ് ബെഡ്റൂമിലേക്ക് ഓടി. അലമാരയിൽ നിന്നും പിസ്റ്റൾ എടുത്ത് തിരിഞ്ഞപ്പോഴേക്കും അയാൾ പിറകെ എത്തിയിരുന്നു. തോമസ്! ഉറക്കെ വിളിച്ചുകൊണ്ട് ആലിസ് ചുറ്റും നോക്കി. പിന്നെ പിസ്റ്റൺ അയാളുടെ തലയ്ക്ക് നേരെ ചൂണ്ടി. അയാൾ പേടി അഭിനയിച്ചുകൊണ്ട് അവരെ നോക്കി. പിന്നെ സാവധാനം അവളുടെ അടുത്തേക്ക് ചെന്നു. അടുത്ത് വരരുത്, ഐ വിൽ ഷൂട്ട് യു. മനസ്സ് മരവിക്കുന്ന തരം ഒരു ചിരിയായിരുന്നു അയാളുടെ മറുപടി. വൈകിയാൽ തൻ്റെ ജീവൻ അപകടത്തിലാവുമെന്ന് ആലിസിന് തോന്നി. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും തോമസിന്റെ നിലവിളി കേട്ടു. ഒരു നിമിഷത്തേക്ക് അവരുടെ ശ്രദ്ധ ഒന്ന് പതറി. എന്തോ ഒരു സാധനം തൻ്റെ നേരെ ചീറി വരുന്നതാണ് അവർ പിന്നെ കണ്ടത്. ബെഡ്റൂമിലെ ആഷ്ട്രേ ആയിരുന്നു അത്. ആലിസിന്റെ കയ്യിൽ നിന്ന് തോക്ക് തെറിച്ചുപോയി. അയാൾ മിന്നൽ പോലെ കുതിച്ച് തോക്ക് കയ്യിലാക്കി. പിന്നെ ആലിസിന്റെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു. നിലത്തേക്ക് വീഴാൻ പോയ അവരുടെ മുടിക്കുത്തിൽ പിടിച്ച അയാൾ വലിച്ചഴിച്ച് റോസ്മോളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. സാവധാനം തോക്ക് അയാൾ റോസിന്റെ നേരെ ചൂണ്ടി. നോ! ആലിസ് അലറി കരഞ്ഞുകൊണ്ട് കുതിറി. അയാൾ അവരുടെ മേലെയുള്ള പിടിവിട്ടു. ആലിസിന്റെ കണ്ണിൽപ്പെട്ടത് റോസിന്റെ ഷെൽഫിലെ വലിയ വെങ്കല പ്രതിമയാണ്. അതിവേഗം അത് കൈപ്പിടിയിലൊതുക്കി അവർ അയാളുടെ തല ലക്ഷ്യമാക്കി ആഞ്ഞടിച്ചു. അയാൾ വളരെ നിസ്സാരമായി ഒഴിഞ്ഞുമാറി. ലക്ഷ്യം തെറ്റി ആലിസ് ഡൈനിങ് ഹാളിലെ വലിയ ടേബിളിൽ പിടിച്ചു നിന്നു. അടുക്കളയിൽ നിന്നും വീണ്ടും തോമസിന്റെ നിലവിളി കേട്ടു. അടഞ്ഞു കിടക്കുന്ന അടുക്കളവാതിലേക്ക് അവൾ ഞെട്ടലോടെ നോക്കി. പിന്നെ അടുക്കളയുടെ നേർക്കോടി. അത് തുറക്കരുത് പ്ലീസ്. പിറകിൽ നിന്നും അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേൾക്കാത്ത പോലെ കിതച്ചുകൊണ്ട് അവൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അകത്തു നിന്നും തള്ളിപ്പിടിക്കുന്ന പോലെ വാതിൽ വീണ്ടും അടഞ്ഞു വരികയാണ്. പ്ലീസ് ഡോണ്ട് ഓപ്പൺ. തൊട്ടുപിറകിൽ നിന്നും അയാളുടെ മുരൾച്ച കേട്ട് ആലിസ് അറിയാതെ ഞെട്ടിത്തിരിഞ്ഞു. പിന്നെ ചീറിക്കൊണ്ട് അയാളെ പിറകിലേക്ക് തള്ളി. പിന്നെ വാതിൽ തുറന്ന് ഒറ്റ കുതിപ്പായിരുന്നു അടുക്കളയിലേക്ക്. എന്തോ ഭാരമേറിയ വസ്തു മറിഞ്ഞു വീണ പോലെയാണ് ആലിസിന് തോന്നിയത്. വെളുത്ത മാർബിൾ മുഴുവനും ചോരയിൽ ചുവന്നിരിക്കുന്നു. ദേഹമാസകലം ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് തോമസ്. ആലിസിന്റെ തൊണ്ട വരണ്ടുപോയി. കഴുത്തുമുറിഞ്ഞ് ഇപ്പോഴും ഒലിച്ചിറങ്ങുകയാണ് ചോര. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. തുറക്കേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അയാളുടെ സ്വരം മാറിയത് പെട്ടെന്നായിരുന്നു. പറഞ്ഞാൽ കേൾക്കാത്ത ചീത്ത പെണ്ണുങ്ങളെ എനിക്കിഷ്ടമല്ല. ക്രൂരമായി ചിരിച്ചുകൊണ്ട് അയാൾ അവരെ നോക്കി. പിന്നെ പാൻറിന്റെ പിറകിൽ നിന്നും ഒരു സ്റ്റീൽ ഹാമർ പുറത്തേക്കെടുത്തു. ആലിസ് ഭയന്ന് വിറച്ച് പുറകിലേക്ക് നീങ്ങി. അയാൾ ഹാമറിൽ ഒന്ന് ഉമ്മ വച്ച് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന തോമസിന്റെ തലയിൽ ആഞ്ഞടിച്ചു. തല പൊട്ടിപ്പിളർന്ന് ഹാമർ അകത്തേക്ക് കയറി. ഒരു ചെറിയ മാംസം ചോരയോടൊപ്പം ആലിസിന്റെ നെറ്റിയിൽ വന്ന് പതിച്ചു. അതിഭീകരമായൊരു കാഴ്ചയായിരുന്നു അത്. ആലിസ് അറിയാതെ ഉറക്കി നിലവിളിച്ചു പുറത്തേക്കോടി. പുറത്തേക്കുള്ള വാതിലിന് മുമ്പിൽ അവർ പകച്ചു നിന്നു. വാതിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. താക്കോൽ കാണുന്നില്ല. അവർ ഉടനെ ഗോണി കയറി മുകളിലേക്ക് ഓടി. ആദ്യം കണ്ട റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്ത് കിതച്ചു. പുറത്തു നിന്നും എന്തൊക്കെയോ ബഹളങ്ങൾ കേട്ടു. കുറേ നേരത്തേക്ക് കനത്ത നിശബ്ദതയായിരുന്നു. പിന്നീട് അതിനിടെ ഷൂവിന്റെ ചവിട്ടടി ശബ്ദം അവർ കേട്ടു. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒടുവിൽ ആ ശബ്ദം ഡോറിന്റെ മുമ്പിൽ വന്നു നിന്നു. ആലിസ് ശ്വസിക്കാൻ പോലും മറന്ന് ഭയന്ന് നിന്നു. പക്ഷെ അവളുടെ ഹൃദയം അതിവേഗം മിടിച്ചുകൊണ്ടേയിരുന്നു. വാതിലിന്റെ ഹാൻഡിലിൽ പിടിച്ചു തിരിക്കുന്ന ശബ്ദം അവർ കേട്ടു. തൻ്റെ മരണം അടുത്തു കഴിഞ്ഞു എന്ന് അവർക്ക് തീർച്ചയായി. അയാളെപ്പോലെ കരുത്തനായ ഒരാൾക്ക് നിസ്സാരമായി വാതിൽ പൊളിച്ച് അകത്തേക്ക് വരാൻ കഴിയും. അവൾ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. കരുത്തനായ ഒരാളെ പ്രതിരോധിക്കാൻ പറ്റിയ ഒന്നും ആ റൂമിലില്ലെന്ന് ഒരു വല്ലാത്ത വേവോടെ അവർ മനസ്സിലാക്കി. എന്തോ വലിയ ഭാരമേറിയൊരു വസ്തു വാതിലിൽ വന്നിടിച്ച പോലെ വീട് മൊത്തം കുലുങ്ങി. അവർ കഴിയുന്നതും ചുമരിനോട് ചാരിയിരുന്നു. അടുത്ത ഇടിക്ക് വാതിൽ പൊളിഞ്ഞു വീണു. റൂമിന്റെ ഉള്ളിൽ ലൈറ്റ് തെളിഞ്ഞു. ആലില് പോലെ വിറച്ചുകൊണ്ടിരിക്കുന്ന ആലിസിന്റെ അടുത്ത് വെറും തറയിൽ മുട്ടുകുത്തി അയാളിരുന്നു. പിന്നെ ബലമായി അവളുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. പിന്നെ ചൂണ്ടാണി വിരലിന്റെയും നടുവിരലിന്റെയും മധ്യേ പിടിച്ച ബ്ലേഡ് കൊണ്ട് അവരുടെ കഴുത്തിൽ ആഞ്ഞു വരഞ്ഞു. ഒരൊറ്റ നിമിഷം കഴുത്തൊടിഞ്ഞ പോലെ ആലിസ് താഴെ വീണു. അയാൾ ചുറ്റികെടുത്ത് എന്തോ മന്ത്രിച്ചു.
പിന്നെ കല്ലുടയ്ക്കുന്ന ലാഘവത്തിൽ അവരുടെ തലയിൽ ആഞ്ഞടിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് രാവിലെ 10 മണി SI മനോജ് ഭാസ്കരനെയും കൊണ്ട് അതിവേഗം കോഴിക്കോട് നഗരത്തിലൂടെ കുതിക്കുകയാണ് സമദിന്റെ ജീപ്പ്. എന്നാലും ഇത് മോശമായി പോയി സാറേ, ആരോടും പറയാതെ കല്യാണം കഴിക്കുക എന്നൊക്കെ വച്ചാൽ. ഒരു പൊട്ടിച്ചിരിയായിരുന്നു മനോജിന്റെ മറുപടി. മനോജ് പുതുതായി ജോയിൻ ചെയ്ത ആളാണ്. 6 മാസമേ ആവുന്നുള്ളൂ കോഴിക്കോട്. അന്നു മുതലുള്ള പരിചയമാണ് സമദിന് മനോജുമായിട്ട്. അല്ല സമദ് ഭായ്, ഈ കമ്മീഷണർ അരുൺ സാർ ആളെങ്ങനെയാ? സമദിന്റെ കണ്ണോളിൽ ഒരു തിളക്കം വന്നു. പുലിയല്ലേ പുലി. എത്ര കുഴപ്പം പിടിച്ച കേസുകൾ അറ്റൻഡ് ചെയ്ത ആളാണെന്നറിയോ? 100% സിൻസിയറായ പോലീസ് ഓഫീസർ. നമ്മളെ എന്തിനാവോ വിളിപ്പിച്ചത്? സമദിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു സാറേ. പോലീസിൽ ഇപ്പോൾ ഉള്ള ചുണക്കുട്ടികൾ ആരൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ സാറിന്റെ പേര് പറഞ്ഞു. എന്തിന്? എന്തോ കേസിന്റെ കാര്യം പറയാനാവും. ഇരുമ്പൻ നെൽസൺ ഇന്നലെ വിളിച്ചിരുന്നു. അവനും ഇപ്പോൾ കോഴിക്കോടുണ്ട്. ആ മന്ത്രിയുടെ മകന്റെ മൂക്കിടിച്ചു പൊട്ടിച്ച നെൽസനാണോ? അത് തന്നെ, ഇരുമ്പൻ. പെട്ടെന്ന് എന്തോ കണ്ടിട്ടെന്ന പോലെ സമദ് വണ്ടി ചവിട്ടി നിർത്തി. തൊട്ടുമുമ്പിൽ നടു റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര. എന്താ പ്രശ്നം? സമദ് പുറത്തിറങ്ങി വണ്ടിക്കാരനോട് തിരക്കി. പോലീസ് യൂണിഫോം കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളിൽ ബഹുമാനം വന്നു. അതാ കച്ചറ ടീമുകളാണ് സാറേ. ഇടയ്ക്കുള്ളതാ നടു റോട്ടിലെ അടിപിടി. സാറേ വാ, ഒന്ന് ഇടപെട്ടേക്കാം. ശ്രദ്ധിക്കണേ സാറേ, കസബ സ്റ്റേഷനിലെ പോലീസുകാരെ കുത്തിയ കേസിലെ പ്രതികളാ. മനോജും സമദും ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി പോകുന്നത് കണ്ട് ആരോ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. സമദിന്റെ കണ്ണുകൾ ഒന്ന് ഇടുങ്ങി. അയാൾ അറിയാതെ മനോജിനെ നോക്കി. അയാളുടെ മുഖത്തെ ചുവപ്പ് നിറം കണ്ട് സമദിന്റെ മീശ അറിയാതെ എഴുന്നേറ്റ് നിന്നു. 30 പേരോളം അടങ്ങുന്ന ഗുണ്ടാസംഘം ഒരാളെ മർദ്ദിക്കുകയാണ്. സ്റ്റോപ്പ്! കൈകൾ വിരിച്ചുകൊണ്ട് മനോജ് അവരുടെ ഇടയിലേക്ക് ചെന്നു. പോലീസ് യൂണിഫോം കണ്ടപ്പോൾ ബഹളം നിലച്ചു. ഒന്ന് പോ സാറേ, ചുമ്മാ പ്രശ്നമുണ്ടാക്കാതെ. കൊമ്പം മീശ വെച്ച അജാനുബാഹുവായ ഒരാൾ മനോജിന് നേരെ വിരൽ ചൂണ്ടി. പിന്നെ മനോജിന്റെ നെഞ്ചിൽ പിടിച്ച് ആഞ്ഞു തള്ളി. മനോജിന്റെ കണ്ണുകൾ കത്തിയത് പെട്ടെന്നാണ്. മനോജ് വലത് കൈ കൊണ്ട് അയാളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അടികൊണ്ട് അയാളുടെ മുഖം ഒരു വശത്തേക്ക് കൂടി. അയാൾ മനോജിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പിറകിൽ നിന്ന സമദിന്റെ ദേഹത്തേക്കാണ് മനോജ് തെറിച്ചു വീണത്. ഒരുവിധം വീഴാതെ സമദ് പിടിച്ചു നിന്നു. പിന്നെ മനോജിനെ വശത്തേക്ക് മാറ്റി ഒരു കാളക്കൂറ്റനെ പോലെ സമദ് മുൻപിലേക്ക് കയറി നിന്നു. അടിക്കാനോങ്ങിയ അയാളെ ഒന്ന് കുനിഞ്ഞ് വയറിൽ പിടിച്ചുയർത്തി മലക്കം മറിച്ച് തല കീഴായി റോഡിലേക്ക് ഇടിച്ചു. പിന്നെ ഉയർത്തി തലയ്ക്ക് പിറകിലൂടെ പിറകിലേക്ക് മറിച്ചു. കഴുത്തൊടിഞ്ഞ അയാൾ നിലത്ത് കിടക്കുന്നു. ഞെട്ടിപ്പോയിരുന്നു എല്ലാവരും. പെട്ടെന്നാണ് പിന്നിലൂടെ ഒരാൾ സമദിന്റെ തല ലക്ഷ്യമാക്കി വടിവാൾ ആഞ്ഞു വീശിയത്. അതിനു മുമ്പേ മനോജ് ഒരൊറ്റ കുതിപ്പ് അയാളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അയാളുടെ കയ്യിൽ നിന്നും തെറിച്ചുപോയ വാൾ കയ്യിലെടുത്ത് അയാളുടെ തുടയിൽ ആഞ്ഞുകുത്തി. മരണവേദന പോലെ അയാൾ അലറി വിളിച്ചു, വാടാ! ഒരു കാളക്കൂറ്റനെ പോലെ അമറിക്കൊണ്ട് സമദ് അവരുടെ ഇടയിലേക്ക് ചാടി. സമദിനോടും മനോജിനോടും എതിരിടാൻ കഴിയാതെ അവർ ചിതറിയോടി. അപ്പോഴേക്കും നാട്ടുകാരും സമദിനും മനോജിനൊപ്പം കൂടി 10 മിനിറ്റ് കൊണ്ട് കളം വെടിപ്പാക്കി അവർ തിരിച്ചുപോയി. അപ്പോഴാണ് സമദിന്റെ ഫോൺ ശബ്ദിച്ചത്. എവിടെയാണ് സമദ്? അപ്പുറത്ത് അരുണായിരുന്നു. സമദിന്റെ കണ്ണുകളൊന്ന് വിടർന്നു. പെട്ടെന്ന് വാ, നമുക്കൊരു വേട്ട നടത്താനുണ്ട്. നമ്മളെ തേടി അവൻ വരുന്നതിന് മുമ്പേ നമുക്ക് അവനെ തേടി ചെല്ലണം. സമദിന്റെ രക്തം ചൂടുപിടിച്ചു. അടുത്ത സൈക്കോ വേട്ടക്കുള്ള സമയമായി. സമദും മനോജും കമ്മീഷണർ ഓഫീസിലെത്തുമ്പോൾ അരുണും നെൽസണും അവരെ കാത്തിരിക്കുകയായിരുന്നു. സമദും മനോജും അറ്റൻഷനായി അരുണിനെ സല്യൂട്ട് ചെയ്തു. ഇതാണ് സാറേ ഞാൻ പറഞ്ഞ മനോജ് സാറ്. അരുൺ മനോജിന്റെ കൈ പിടിച്ചു കുലുക്കി. അരുണിന്റെ ഉരുക്കുമുഷ്ടികൾ തന്റെ കൈകൾ ഞെരിഞ്ഞു പോകുമോ എന്ന് മനോജിന് പേടി തോന്നി. ഞാൻ നെൽസൺ. അടുത്തത് നെൽസനായിരുന്നു. വട്ടപ്പേര് പറയടാ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സമദ് പറഞ്ഞു. നീ പോടാ പുല്ലേ. ചിരിച്ചുകൊണ്ട് നെൽസൺ മനോജിന് കൈ പിടിച്ചു കുലുക്കി. കരിമ്പാറക്കെട്ടിനുള്ളിൽ കൈയിട്ട പോലെയാണ് മനോജിന് തോന്നിയത്. പരിപരുത്ത കഠിനമായ പാറക്കല്ല് പോലത്തെ കൈകൾ. അരുൺ മനോജിനെ തന്നെ നോക്കുകയായിരുന്നു. പോലീസ് ഓഫീസറായി വേഷമിട്ട പൃഥ്വിരാജിനെയാണ് അരുൺ ഓർമ്മ വന്നത്. അതേ ആകാരം, അതേ തലയെടുപ്പ്. നെൽസന്റെ മുഖത്തെ നീണ്ട വെട്ടുകൊണ്ട പാട് കണ്ട് സമദിന്റെ മുഖം വലിഞ്ഞു മുറുകി. സത്യസന്ധമായി രാജ്യത്തെ സ്നേഹിച്ചതിന്റെ പ്രതിഫലം. നെൽസന്റെയും സമദിന്റെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. സമദിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ നെൽസന്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. വാ! അരുൺ അവരെയും കൊണ്ട് ഓഫീസിനകത്തേക്ക് പോയി. അവിടെ മേശപ്പുറത്ത് കുറെ പത്ര കട്ടിങ്ങുകൾ നിരത്തി വച്ചിരുന്നു. വൈറ്റ് ബോർഡിൽ കുറെ ഫോട്ടോസുകൾ പിൻ ചെയ്തിരിക്കുന്നു. വളരെ രഹസ്യമായ ഒരു വിവരമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ആമുഖമായി പറഞ്ഞുകൊണ്ട് അരുൺ പ്രൊജക്ടർ ഓൺ ചെയ്തു. സ്ക്രീനിൽ റൈഡർ വേഷത്തിലുള്ള ബോബിയുടെ ചിത്രം തെളിഞ്ഞു. ഇത് ബോബി തോമസ്, കോട്ടയം കുരിശിങ്കൽ തോമസ് ചാക്കോയുടെയും അബ്കാരി രാജാവ് എബ്രഹാം ജോണിൻ്റെയും മകൾ ആലിസിൻ്റെയും അസുരസന്തതി. ബാംഗ്ലൂരിൽ B.Ed പഠിക്കുകയായിരുന്നു. കഴിഞ്ഞ ന്യൂ ഇയർ തലേദിവസം താമശ്ശേരിയിൽ വെച്ച് കൊല്ലപ്പെട്ടു. 3/4 കോടി വിലയുള്ള ബൈക്ക് മോഷണമാണെന്ന് തോന്നുമെങ്കിലും തികഞ്ഞ സൈക്കോ രീതിയിലുള്ള കൊലപാതകം. മർഡർ നമ്പർ 1. പ്രൊജക്ടറിൽ അടുത്ത ചിത്രം തെളിഞ്ഞു. 3 പേരുടെ ചിത്രങ്ങളായിരുന്നു അത്. പോലീസ് വേഷത്തിലുള്ള ഇബ്രാഹിമിൻ്റെയും അഭിലാഷിൻ്റെയും ടോമിയുടെയും ചിത്രങ്ങൾ. ബോബിയുടെ മരണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് രാത്രി 2 മണിക്ക് താമരശ്ശേരി ചുരത്തിൽ വെച്ചുണ്ടായ ആക്സിഡന്റിൽ
ദുരൂഹമായി കൊല്ലപ്പെട്ടു. മർഡർ നമ്പർ 4. അടുത്തതായി സ്ക്രീനിൽ കണ്ടത് 10-20 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പയ്യനായിരുന്നു. മസൂദ് മൊയ്തീൻ കോയ. 21 വയസ്സ്, കോഴിക്കോട് ബേപ്പൂർ സ്വദേശി. മയക്കുമരുന്നിന് അടിമയായ ഇവന് റൈഡിംഗ് ബൈക്കുകൾ ഒരു ഹരമായിരുന്നു. പക്ഷെ ഇന്നേ വരെ ഒരു ക്രൈമിലും ഉൾപ്പെടാത്ത ആൾ. അന്നത്തെ പോലീസുകാരുടെ വാഹനത്തിൻ്റെ പിറകിൽ ടാർപോളിൽ പൊതിഞ്ഞ നിലയിൽ ഇവൻ്റെ മൃതദേഹമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് പോലീസുകാർ മരിക്കുന്നതിന് 18 മണിക്കൂർ മുമ്പെങ്കിലും ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണം ബോബിയുടേതിന് സമാനമായ രീതിയിൽ. അപ്പോൾ ബോബിയുടെ കൊലയാളി തന്നെയായിരിക്കുമോ ഈ കൊലയ്ക്കും പിന്നിൽ? ജിജ്ഞാസയോടെ മനോജ് ചോദിച്ചു. അല്ല, അത് വഴിയെ പറയാം. മർഡർ നമ്പർ 5. സ്ക്രീനിൽ അടുത്ത ചിത്രം തെളിഞ്ഞു. ഒരു ഫാമിലി ചിത്രമായിരുന്നു അത്. ബോബിയുടെ അച്ഛൻ തോമസ്, അമ്മ ആലിസ്, സഹോദരി റോസ്മേരി. ഇതിൽ തോമസ് അടുക്കളയിലും ആലിസ് മുകളിലെ മുറിയിലും റോസ് കിടക്കുന്ന ബെഡിലുമാണ് മരിച്ചു കിടന്നത്. അടുത്തതായി സ്ക്രീനിൽ ഓരോരുത്തരെയായി മരിച്ചു കിടക്കുന്ന ഫോട്ടോ വന്നു. പിന്നെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോഴുള്ള ചിത്രങ്ങൾ. പച്ചയായ ഭീകരമായ ഫോട്ടോസ് കണ്ട് മനോജ് അറിയാതെ കണ്ണുകൾ ചേർത്തടച്ചു. നോക്കൂ, ഇതിലുള്ള സിമിലാരിറ്റീസ് നോക്കൂ. ബോബിയുടെയും തോമസിൻ്റെയും ആലിസിൻ്റെയും ഫോട്ടോസ് കാണിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു. മൂന്നും ഒരേ രീതിയിലുള്ള കൊലപാതകങ്ങളാണ്. റിയൽ സൈക്കോ മർഡർ. മരണകാരണം കഴുത്തിലെ ഞരമ്പ് മൂർച്ചയേറിയ ബ്ലേഡ് പോലെ എന്തോ കൊണ്ട് മുറിഞ്ഞത്. പക്ഷെ അവസാന ശ്വാസത്തിന് മുമ്പായി തല ചുറ്റിക പോലെ എന്തോ കൊണ്ട് അടിച്ചു തകർത്തിരിക്കുന്നു. ദേഹത്തെ എവിടെയും മറ്റു പരിക്കുകളൊന്നുമില്ല. അതിൽ റോസ് മരിച്ചിരിക്കുന്നത് ഓവർഡോസ് മരുന്ന് കഴിച്ചിട്ടാണ്. ജന്മന അംഗവൈകല്യമുള്ള റോസിന് വാൽവ് സംബന്ധമായ അസുഖമുണ്ടായിരുന്നു. കൃത്യമായ മണിക്കൂറുകളുടെ ഇടയിൽ കൃത്യമായി കഴിക്കേണ്ടവ. ഒന്നിനു പകരം 12 ഗുളികകളാണ് അവൾ കഴിച്ചിട്ടുള്ളത്. ശരിക്കും കഴിക്കുകയല്ല, വെള്ളത്തിലിട്ട് അലിയിച്ച് ആ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു. അതും ചെയ്തത് ആ കൊലയാളി തന്നെയാവണം. ആ കൊലയാളിയാണെങ്കിൽ അയാൾ അതുപോലെ കഴുത്തു മുറിച്ച് തലയടിച്ച് പൊടിക്കുകയല്ലേ വേണ്ടത്? സമതിൻ്റെ ചോദ്യം കേട്ട് അരുണൊന്ന് പുഞ്ചിരിച്ചു. നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണെങ്കിൽ ശരിയാണ്, പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല സൈക്കോ ചിന്തിക്കുന്നത്. ഇതൊരു കുഴപ്പം പിടിച്ച കേസാണല്ലോ സാറേ. നെൽസന്റെ ചോദ്യം കേട്ട് അരുൺ അത് ശരിവച്ചു. മൊത്തം 8 കൊലപാതകങ്ങൾ. പോലീസ് റിപ്പോർട്ട് പ്രകാരം ബോബി കൊല്ലപ്പെട്ടത് ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ടാണ്. അത് ശരിയാണെന്ന് കരുതാവുന്ന സാഹചര്യമായിരുന്നു അപ്പോൾ. 3/4 ലക്ഷത്തിൻ്റെ ബൈക്ക് മോഷണം പോകുന്നു. മോഷ്ടാവ് ആദ്യം ബോബിയുടെ കഴുത്ത് മുറിക്കുന്നതിന് മുമ്പേ അവിടെ ഒരു സംഘടന നടന്നിരിക്കണം. പിന്നെ കയ്യിലിരുന്ന ചുറ്റിക പോലെ എന്തോ കൊണ്ട് തലയടിച്ച് പൊളിച്ച് ബൈക്കുമായി കടന്നു. ആ ബൈക്ക് പിന്നെ എങ്ങോട്ട് പോയി വ്യക്തമല്ല. ടൗണിലെ ഒരു ക്യാമറയിലും ആ ബൈക്ക് പതിഞ്ഞിട്ടില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് താമരശ്ശേരി ടൗണിൽ വെച്ച് ആ ബൈക്ക് കൊല്ലപ്പെട്ട പോലീസ് കണ്ടെത്തുന്നു. ബൈക്കിൽ യാത്ര ചെയ്ത ആളെ പിടിക്കുന്നു. പക്ഷേ സ്റ്റേഷനിലെ ഒരൊറ്റ രേഖയിലും ഇത് കാണുന്നില്ല. അറസ്റ്റ് രേഖപ്പെടുത്തുകയോ FIR എഴുതുകയോ ചെയ്തിട്ടില്ല. സ്റ്റേഷനിലേക്ക് ആ പ്രതിയെ കൊണ്ടുവന്നിട്ടുമില്ല. പുലർച്ചെ 4 മണിക്കാണ് അവർ ആ പയ്യനെ പിടിക്കുന്നത്. എന്നിട്ട് ബൈക്ക് അഭിലാഷ് വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ പിറ്റേന്ന് 8 മണിക്കാണ് 3 പേരും വീണ്ടും ഡ്യൂട്ടിക്ക് വന്നത്. അന്ന് രാത്രി 12 മണി കഴിഞ്ഞാണ് അവർ ആക്സിഡൻ്റ് ആവുന്നത്. ഇബ്രാഹിമിൻ്റെ പേരിലുള്ള പഴയ മോഡൽ ബൊലേറോ ആയിരുന്നു അവരുടെ വാഹനം. ഒറ്റ നോട്ടത്തിൽ ബേബിയുടേതിന് സമാനമായ കൊലയായിരുന്നു ആ പയ്യൻ്റെയും. സ്വാഭാവികമായും ആ 3 പോലീസുകാരിൽ ആരോ ഒരാളാണ് ഈ കൊലകൾ നടത്തിയതെന്ന സംശയം പോലീസിന് തോന്നിയിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബോബിയുടെ കൊലയുടെ വെറും അനുകരണം മാത്രമാണ് ആ പയ്യൻ്റേതെന്ന് വ്യക്തമായി. അവിടെ കൊണ്ട് തീരുമായിരുന്നു ഈ കേസ്. പക്ഷേ അതൊരു വലിയ നൂലാമാലയായത് ബോബിയുടെ പാരൻസിൻ്റെ കൊലയോടെയാണ്. അപ്പോഴാണ് അവർക്കും അദൃശ്യനായ ഒരു കൊലയാളിയുടെ മണം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പയ്യനെ കൊന്നത് ആ കൊല്ലപ്പെട്ട പോലീസുകാരാവില്ലേ സാർ? മനോജായിരുന്നു ഇത്തവണ ചോദിച്ചത്. കൊള്ളാം, അരുൺ മനസ്സിലോർത്തു. പയ്യന് കുറ്റാന്വേഷണ വാസനയുണ്ട്. ആണ്, പോലീസും അതും അന്വേഷിച്ചിരുന്നു. ഇബ്രാഹിമിൻ്റെ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ അവർ അന്ന് കൂടുതൽ ഫോൺ ചെയ്തത് ബോബിയുടെ അമ്മ ആലിസിനോടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മസൂദ് കൊല്ലപ്പെടുന്ന സമയം ഇബ്രാഹിം വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു, അതും ആലിസുമായി. എൻ്റെ അനുമാനപ്രകാരം സ്വന്തം മകനെ കൊന്ന പ്രതി എന്ന് വിശ്വസിപ്പിച്ച് ഇബ്രാഹിം അവരെ മുതലെടുക്കുകയായിരുന്നു. 3 കോടി രൂപയ്ക്കായിരുന്നു ആ ഡീൽ എന്നാണ് പകൽ അവർ ചെയ്ത ചാറ്റിൽ നിന്നും വ്യക്തമായത്. 3 കോടിയോ? നെൽസന്റെ കണ്ണുകളൊന്ന് തുറിച്ചു വന്നു. യെസ്, 3 കോടി. പിറ്റേ ദിവസം രാവിലെ വയനാട് കൽപ്പറ്റയിലുള്ള ആലിസിൻ്റെ റിസോർട്ടിൽ വെച്ച് തുക കൈമാറാമെന്നായിരുന്നു ഡീല്. ഓഹ്, അതുവരെ ഓക്കെ ആയിരുന്നു. ടിസ്റ്റ് വരുന്നത് അവിടെയാണ്. കുറുക്കൻ്റെ കൗശലമുള്ള ആലിസ് പിന്നെ വിളിച്ചത് അവളുടെ അപ്പനെയാണ്, അബ്കാരി എബ്രഹാം ജോണിനെ. 3 കോടി കൊടുക്കണ്ട എന്ന് അയാളാണ് മകളെ ഉപദേശിച്ചത്. പകരം വെറും 2 ലക്ഷം മുടക്കി അയാളൊരു കൊട്ടേഷൻ കൊടുത്തു. അവർ ഏതോ വലിയ വാഹനവുമായി വന്ന് ഇബ്രാഹിമിനെയും കൂട്ടരെയും അപായപ്പെടുത്തി. പക്ഷെ എല്ലാത്തിനും സാക്ഷിയായി ദൈവമുണ്ടല്ലോ. അന്ന് പുലർച്ചെ യഥാർത്ഥ കൊലയാളി ആലിസിനെ തേടിയെത്തി. ശരിക്കും ഒരു സിനിമാ കഥ പോലെയുണ്ട് അല്ലേ സാർ? സമതിൻ്റെ ചോദ്യം കേട്ട് നെൽസൺ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. ഈ വിവരങ്ങളെല്ലാം പോലീസ് രഹസ്യമായി വച്ചിരിക്കുന്നതാണ്. ഒന്നുപോലും പുറത്തു പോകരുത്. അരുണിൻ്റെ പറച്ചിൽ തന്നോടാണെന്ന് മനോജിന് മനസ്സിലായി. ഒരിക്കലുമില്ല. നമ്മൾ എവിടെ നിന്ന് അന്വേഷണം തുടങ്ങും സാർ?
തൽക്കാലം നമുക്ക് ആലിസിൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്നും തുടങ്ങാം. അങ്ങേരാണല്ലോ മോൾക്ക് വേണ്ടി 3 പോലീസുകാരെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത്. അപ്പോൾ ആ സൈക്കോ അയാൾ ആരെന്നറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം ബോബിയുടെ കുടുംബത്തിൻ്റെ ചരിത്രം എന്താണെന്നറിയണം. കാരണം ആ കൊലയാളി അവരുടെ കുടുംബത്തെ ലക്ഷ്യമിട്ട ഒരാളാണെന്നാണ്. അരുണിൻ്റെ അഭിപ്രായം ശരിവെച്ചുകൊണ്ട് നെൽസൺ തുടർന്നു. നമ്മൾ ഇന്നേ വരെ നേരിട്ട സൈക്കോകളെല്ലാം പ്രത്യേക മാനരസ്യങ്ങൾ ഉള്ളവരായിരുന്നു. എന്തായാലും ഇത്തവണ നമുക്ക് നേരിടാനുള്ളത് കരുത്തനായ ഒരു എതിരാളിയാണ്. തീർച്ചയായും നമ്മൾ നാളെ രാവിലെ മുതൽ അന്വേഷണം ആരംഭിക്കുകയാണ്. കൃത്യം രാവിലെ 8 മണിക്ക് എല്ലാവരും ഇവിടെ എത്തുക. ഓരോ ഫയൽ എല്ലാവരെയും ഏൽപ്പിച്ചുകൊണ്ട് അരുൺ തുടർന്നു. ഈ ഫയലിൽ കേസ് സംബന്ധമായ എല്ലാം ഉണ്ട്. ഒന്നും പുറത്തു പോകരുത്. നാളെ നമ്മൾ കാണുന്നതിന് മുമ്പായി എല്ലാം ഒന്നുകൂടെ വായിച്ചു പഠിക്കുക. ഓരോ ചെറിയ സംശയങ്ങൾ പോലും വിട്ടുകളയരുത്. കോഴിക്കോട് നിന്നും കോട്ടയത്തേക്കുള്ള യാത്രയിൽ നമ്മൾക്കതായിരിക്കും വിഷയം. ഓക്കെ സാർ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ 8 മണി. യാത്ര പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. രാത്രി 10 മണി. കിടന്നിട്ട് എബ്രഹാം ജോണിന് ഉറക്കം വരുന്നില്ല. 72 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും നല്ല ആരോഗ്യവാനാണ്. പക്ഷേ തൻ്റെ മൂത്ത മകളുടെയും കുടുംബത്തിൻ്റെയും അകാരണ മരണം തന്നെ തളർത്തുകയാണ്. എത്രയോ ജീവൻ ഈ കൈകളിൽ കിടന്ന് മരിച്ചു പോയിട്ടുണ്ട്. അന്നൊക്കെ വല്ലാത്തൊരു ലഹരിയായിരുന്നു. പക്ഷേ സ്വന്തം കുടുംബത്തിലെ അപകടം മനസ്സ് വല്ലാതെ തളർത്തുന്നു. അലമാര തുറന്ന അയാൾ മദ്യക്കുപ്പി എടുത്ത് തുറന്ന് അല്പാൽപമായി സിപ്പ് ചെയ്തു. പിന്നെ നീണ്ട ഒരു ചുരുട്ടെടുത്ത് വലിച്ചു. സാവധാനം ഒരു ഉണർവ് ഞരമ്പുകളിലൂടെ ഉണർന്ന് ഓരോ അണുകളിലും പ്രസരിച്ചു. അല്പാൽപമായി പകുതി യൂതിക്കൊണ്ട് അയാൾ ചുമരിൽ വെച്ച ഭാര്യ അന്നമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി. പാവമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം? എല്ലാ ചെയ്തികൾക്കും എതിര് നിന്നാൽ പിന്നെ 2 വിരൽ കൊണ്ട് കഴുത്തിൽ ഒന്ന് അമർത്തിയതേയുള്ളൂ. മരിച്ചുപോയി പാവം. പെട്ടെന്ന് അയാൾക്ക് അടുക്കളക്കാരി ജിൻസിയെ ഓർമ്മ വന്നു. കറുപ്പ് നിറമുള്ള ഒരു സുന്ദരി കുട്ടി. നേരത്തെ അവളുടെ അമ്മയായിരുന്നു ഇവിടെ. അന്നമ്മ മരിച്ചതിൽ പിന്നെ പല രാത്രിയും അവളായിരുന്നു കൂട്ട്. തൻ്റെ നിർബന്ധം കൊണ്ട് അവൾ കൂട്ടി വന്നതാണ് ജിൻസിയെ. പക്ഷെ അന്നാണ് ബോബി മരിച്ചത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ബാക്കിയുള്ളവരും. പോയവർ പോയി. ഇനി അതൊക്കെ ഓർത്ത് കരഞ്ഞിട്ടെന്താ കാര്യം? ഉടുത്ത മുണ്ട് ഒന്നുകൂടി അഴിച്ചെടുത്ത് വാതിൽ തുറക്കാനായി എഴുന്നേറ്റതാണ് അയാൾ. അപ്പോഴേക്കും പുറത്തു നിന്നും ആരോ വാതിൽ തുറന്ന് അകത്ത് കയറി. ആരാ? ഒന്ന് ഞെട്ടിയെങ്കിലും അയാൾ തിരക്കി. വന്നയാൾ മനോഹരമായി പുഞ്ചിരിച്ചു. അയാളുടെ ഇടത്തെ കയ്യിൽ തിളങ്ങുന്നൊരു ഹാമർ പ്രത്യക്ഷപ്പെട്ടു. കൊണ്ടുപോകാൻ വന്നതാ ഞാൻ. ക്രൂരമായിരുന്നു അയാളുടെ സ്വരം. എങ്ങോട്ട്? വിറയലോടെയായിരുന്നു എബ്രഹാമിൻ്റെ ചോദ്യം. നിന്റെ മോളുടെയും കുടുംബത്തിൻ്റെയും അടുത്തേക്ക്. അയാളുടെ കണ്ണുകളിൽ കണ്ട ക്രൂരത എബ്രഹാമിൻ്റെ നെഞ്ചിൽ ഒരു ഇടിമിന്നൽ തീർത്തു. വളരെ വേഗം എബ്രഹാം പിന്നോട്ട് നീങ്ങി തലയിണ കീഴിൽ ഒളിപ്പിച്ച റിവോൾവർ എടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കൈയൊന്ന് വീശി. വിച്ചളപ്പിടിയുള്ള മൂർച്ചയുള്ള കത്തി കൃത്യം എബ്രഹാമിൻ്റെ കൈത്തണ്ടയിൽ വന്ന് പതിച്ചു. പച്ചയിറച്ചിയിൽ കത്തി കയറുന്നതിൻ്റെ വേദന അന്ന് ആദ്യമായി എബ്രഹാം അറിഞ്ഞു. ആരാ നീ? നിലവിളിച്ചുകൊണ്ട് എബ്രഹാം തിരക്കി. ഒന്നും മിണ്ടാതെ അയാൾ പോക്കറ്റിൽ നിന്നും ഒരു ബ്ലേഡ് എടുത്ത് വലത്തേ കൈയിൻ്റെ ചൂണ്ടാണി വിരലിൻ്റെയും നടുവിരലിൻ്റെയും മധ്യേ തിരുക്കി. എബ്രഹാം ഭയന്ന് പിറകിലേക്ക് നീങ്ങി. അതനുസരിച്ച് അയാൾ മുന്നോട്ട് വന്നു. എബ്രഹാമിൻ്റെ കണ്ണുകളിലെ ഭയം ആസ്വദിക്കുകയായിരുന്നു അയാൾ. വളരെ സാവധാനം ചുളിഞ്ഞ കഴുത്തിലെ തൊണ്ടക്കുഴിക്ക് തൊട്ടു മുകളിലായി അയാൾ ബ്ലേഡ് അമർത്തി ആഞ്ഞു വലിച്ചു. എബ്രഹാം അവസാനമായി ശ്വാസം വെപ്രാളപ്പെട്ട് വലിച്ചെടുക്കുന്നത് വല്ലാത്തൊരു ആത്മനിർവൃതിയോടെ അയാൾ കണ്ടു. അറവുശാലയിൽ ഒരു മൃഗം അവസാന ശ്വാസമെടുക്കുന്നത് പോലെ തന്നെയായിരുന്നു അത്. അയാൾ ഒരു ബലിമൃഗമാണെന്നും താൻ ബലിയർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പുരോഹിതനാണെന്നും അയാൾക്ക് തോന്നി. പെട്ടെന്നാണ് എബ്രഹാം എന്തോ പറയുന്നത് പോലെ അയാൾക്ക് തോന്നിയത്. അയാളുടെ ഉള്ളിൽ അകാരണമായി എന്തോ വെറുപ്പ് നിറഞ്ഞു. ചെറിയ സ്റ്റീൽ ചുറ്റികയെടുത്ത് അയാൾ എബ്രഹാമിൻ്റെ ശിരസിന് മധ്യേ ഒരൊറ്റ അടിയടിച്ചു. വളരെ ചെറിയൊരു ഞെരുക്കത്തോടെ എബ്രഹാം ഒന്ന് പിടഞ്ഞു. അപ്പോഴേക്കും അടുത്ത അടി പൊട്ടി. അതോടെ അയാളുടെ കണ്ണുകൾ താനെ അടഞ്ഞു വന്നു. പാതി അടഞ്ഞ മിഴികൾ വല്ലാത്ത ആനന്ദത്തോടെ അയാൾ എന്നേക്കുമായി അടച്ചു കളഞ്ഞു. പിന്നെ തല തകർന്ന ഡെഡ് ബോഡിയിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചോരയിൽ ചവിട്ടാതെ വളരെ ശ്രദ്ധയോടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പിന്നെ വാതിൽ അതേപോലെ ചേർത്തടച്ചു. വന്ന വഴിയിലൂടെ തന്നെ പുറത്തിറങ്ങി. പിന്നെ അതിവേഗം മതിൽ ചാടിക്കടന്ന് റബ്ബർ തോട്ടത്തിൽ ഒളിപ്പിച്ചു വെച്ച ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിവേഗം ഓടിച്ചുപോയി. രാവിലെ 8 മണി. കോഴിക്കോട് ടൗണും കഴിഞ്ഞ് അതിവേഗം കുതിക്കുകയാണ് നെൽസൺ ഓടിക്കുന്ന ടൊയോട്ട ഇന്നോവ. ഈ വണ്ടിയൊക്കെ മാറ്റാൻ നേരമായി കേട്ടോ സാറേ, നെൽസൺ കളിയാക്കി അരുണിൻ്റെ അടുത്ത് പറഞ്ഞു. കുറച്ച് പഴയതാണെന്നേ ഉള്ളൂ. ആള് പുലിയാണ് നെൽസ, ചിരിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു. അപ്പോഴാണ് അരുണിൻ്റെ മൊബൈൽ ശബ്ദിച്ചത്. അപ്പുറത്ത് കാര്യപ്പെട്ട ആരോ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത്രയ്ക്ക് ബഹുമാനമാണ് അരുണിൻ്റെ മുഖത്ത്. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. മൊബൈൽ കട്ട് ചെയ്തുകൊണ്ട് അരുൺ പാതി കുടിച്ച വെള്ളക്കുപ്പി എടുത്ത് വായിലേക്ക് കമഴ്ത്തി. അയാളുടെ പരവേശം കണ്ടിട്ട് മനോജിന് അത്ഭുതം തോന്നി. എന്തു പറ്റി സാർ? എബ്രഹാം കൊല്ലപ്പെട്ടു. വാട്ട്? അറിയാതെ സമതിൻ്റെ ഒച്ച ഉയർന്നു. നമ്മളെക്കാൾ മുൻപിലാണ് കൊലയാളിയുടെ സഞ്ചാരം. നമ്മുടെ കേസന്വേഷണത്തിൻ്റെ ഒരേ ഒരു തുറുപ്പുചീട്ടായിരുന്നു എബ്രഹാം. ഇനിയിപ്പോൾ പാതിയിൽ നിർത്തിയിട്ട് അരുൺ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു.
ലൈറ്റർ തെളിയിച്ച് എന്തോ ആലോചിച്ച് അയാൾ അത് ഓഫ് ചെയ്തു. നെൽസാ, എന്താ സാർ? ഇവിടുന്ന് കോട്ടയത്തെ എബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ഏകദേശം 6 മണിക്കൂർ യാത്രയുണ്ട്. ഫുൾ സ്പീഡ് എടുത്താൽ എത്ര സമയമെടുക്കും? ട്രാഫിക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ ഒരു 4 മണിക്കൂർ. ഒന്നും മിണ്ടാതെ അരുൺ ആർക്കോ ഫോൺ ചെയ്തു. 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ എത്തും. അതിനു മുമ്പ് ആരെയും അങ്ങോട്ട് കടത്തിവിടണ്ട. അപ്പുറത്തെ മറുപടി കിട്ടുന്നതിന് മുമ്പേ അരുൺ ഫോൺ കട്ട് ചെയ്തു. നമുക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല എന്നൊരു തോന്നല്. ആരും ഒന്നും മിണ്ടിയില്ല. അയാൾക്ക് ആൺമക്കൾ ആരുമില്ലേ? പെട്ടെന്നായിരുന്നു മനോജിന്റെ ചോദ്യം. ഉണ്ട്, ജോബി എബ്രഹാം. അമേരിക്കയിൽ ഡോക്ടറാണ്. അങ്ങനെയാണെങ്കിൽ കൊലയാളിയുടെ അടുത്ത ലക്ഷ്യം അയാളായിരിക്കില്ലേ? അരുണിന്റെ തലയിൽ പെട്ടെന്നൊരു പ്രകാശം പരന്നു. ശരിയാണല്ലോ മനോജ് പറഞ്ഞത്. കൊലയാളി എബ്രഹാമിന്റെ കുടുംബത്തെയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അടുത്ത ഇര ജോബി തന്നെയായിരിക്കും. അതിനയാൾ അമേരിക്കയിലല്ലേ? അവിടെ പോയി അയാളെ കൊല്ലാനൊക്കെ കൊലയാളിക്ക് പറ്റുമോ? പെട്ടെന്നായിരുന്നു സമദിന്റെ ചോദ്യം. അല്ല സമദ്, മനോജ് പറഞ്ഞതിലും കാര്യമുണ്ട്. എബ്രഹാം കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ജോബി വരില്ലേ? അപ്പോൾ തീർച്ചയായും കൊലയാളി അയാളെ നോട്ടമിടും. നമ്മൾ രഹസ്യമായി അവനെ നിരീക്ഷിച്ചാൽ കൊലയാളി നമ്മുടെ കയ്യിലകപ്പെടും. ഷുവർ. പുറകിൽ നിന്നും മനോജിന്റെ സ്വരമുയർന്നു. അരുൺ പെട്ടെന്ന് തിരിഞ്ഞു മനോജിനെ നോക്കി. ഗുഡ് മനോജ്, ഒരു നല്ല കുറ്റാന്വേഷകനാവാനുള്ള കഴിവ് നിനക്കുണ്ട്. താങ്ക് യു സാർ. അപ്പോഴാണ് അരുൺ മനോജിന്റെ മുഖം ശ്രദ്ധിക്കുന്നത്. ഉറക്കച്ചടവ് നിറഞ്ഞ മുഖം. എന്തു പറ്റി മനോജ്? ഇന്നലെ ഉറങ്ങിയില്ലേ? കഴിഞ്ഞ ആഴ്ചയായിരുന്നു മനോജ് സാറിന്റെ കല്യാണം. കല്യാണമെന്ന് പറയാൻ പറ്റില്ല, കൊണ്ടുപോന്നു, അത്ര തന്നെ. അപ്പോൾ പിന്നെ? സമതാണ് അരുണിന് മറുപടി നൽകിയത്. അറിയാതെ മനോജിന്റെ മുഖത്തൊരു നാണം വിരിഞ്ഞു. അത് ശരി, ഓക്കെ. ഉദ്ദേശം 2:30 മണിയായി. അരുണും സംഘവും കോട്ടയത്തെ സംഭവ സ്ഥലത്തെത്തുമ്പോൾ പുറത്തു മുഴുവനും പത്രക്കാരും നാട്ടുകാരും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. സാർ, ഐ ആം CI അക്ബർ. ഉയരം കൂടിയൊരു പോലീസുകാരൻ വന്ന് അരുണിന് സല്യൂട്ട് ചെയ്തു. യെസ്. അക്ബർ അരുണിനെയും സംഘത്തെയും അകത്തേക്ക് കൊണ്ടുപോയി. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു സാർ. ഇനി സാറിന്റെ പരിശോധന കൂടെ കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് അയക്കാം. മൃതദേഹം ആരാണ് ആദ്യം കണ്ടത്? അവരാണ്. മൂക്കു തുടച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നിന്നിരുന്ന സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്ബർ പറഞ്ഞു. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അരുൺ അകത്തേക്ക് ചെന്നു. മാർബിൾ വിരിച്ച് വെറും തറയിൽ മരിച്ചു കിടക്കുകയാണ് എബ്രഹാം. അരുൺ പതിയെ മുറി മൊത്തം പരിശോധിച്ചു. മൽപ്പിടുത്തം നടന്നതിന്റെ യാതൊരു ലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല. തറയിൽ അങ്ങിങ്ങ് രക്തത്തുള്ളികൾ കണ്ടു. തലയോട് മുഴുവനും പൊട്ടി തകർന്നിരിക്കുന്നു. കഴുത്തിലുള്ള വലിയ മുറിവ് പിളർന്ന് ചോര കട്ട പിടിച്ചിരിക്കുന്നു. മറ്റുള്ള എല്ലാ പരിശോധനയും പൂർത്തിയായോ? യെസ് സാർ. ഇനി ഫിംഗർ പ്രിന്റ്സ്? ഒന്നുമില്ല സാർ. ഡോഗ് സ്ക്വാഡ് വന്നില്ലേ? പുറത്തുണ്ട് സാർ, അവരെ വിളിക്കൂ. പോലീസ് നായ കുറെ മണം പിടിച്ച് പുറത്തേക്കിറങ്ങി. വലിയ മതിൽ ചാടിക്കടന്ന് റബ്ബർ തോട്ടത്തിലെത്തി മണപ്പിച്ചു നിന്നു. അവിടെ ഏതോ വാഹനം വന്ന് തിരിച്ചു പോലുള്ളൊരു പാട് കാണാമായിരുന്നു. നായ പിന്നെ അതിവേഗം റോഡിലേക്ക് ഓടി. കുറച്ചു ദൂരം മുന്നോട്ട് പോയി നിന്നു. കൊലയാളി വണ്ടിയിലായിരിക്കണം വന്നത്, അരുൺ അക്ബറിനോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ നായ പോയ അതേ വഴി തിരിച്ചു വന്നു. എന്നിട്ട് റബ്ബർ തോട്ടത്തിലൂടെ കുറച്ചുകൂടെ മുന്നോട്ടോടി ഒരു വലിയ വീടിന് നേരെ നോക്കി ഉച്ചത്തിൽ കുരച്ചു. ആ വീട്ടിലാരാ? ആരുമില്ല സാർ. മരിച്ച എബ്രഹാമിന്റെ അനിയന്റെ വീടാണ്. അവിടെ ഇപ്പോൾ ആരുമില്ല. ചിലപ്പോൾ അക്രമി അതുവഴി പോയിട്ടുണ്ടാകും. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. അടുത്തതായി അരുൺ വീട് മുഴുവനും പരിശോധിച്ചു. ആ സ്ത്രീയെ വിളിക്കൂ, അരുൺ അക്ബറിനോട് പറഞ്ഞു. 50 വയസ്സോളം പ്രായമുള്ള സാമാന്യം തടിച്ച സ്ത്രീയായിരുന്നു അവർ. നിങ്ങളെ കൂടാതെ ഇവിടെ വേറെ ആരാ ഉള്ളത്? ആരുമില്ല സാർ. നിങ്ങളെപ്പോഴാണ് ബോഡി കണ്ടത്? രാവിലെ 7 മണിക്ക്. രാത്രിയിലാണ് സംഭവം നടന്നത്. എന്നിട്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇന്നലെ രാത്രി 8 മണിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഞാൻ വീട്ടിലേക്ക് പോയി സാറേ. പിന്നെ 7 മണിക്കാണ് വന്നത്. അപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. സാധാരണ നിങ്ങൾ ഇവിടെയല്ലേ കിടക്കാറ്? അറിയാതെ അവരുടെ തല താഴ്ന്നു. ഉവ്. നിങ്ങളെ പേരെന്താ? റോസമ്മ. എവിടെയും പോകരുത്, ഇവിടെ തന്നെ കാണണം. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടി പൂർത്തിയാക്കി അരുണും സംഘവും വീട് മൊത്തം പരിശോധിച്ചു. സംശയാസ്പദമായി ഒന്നും കണ്ടില്ല. കൊലയാളി മിടുക്കനാണ്. ഒരു തെളിവും ബാക്കിയില്ല. വീട് വളപ്പിന് ചുറ്റും ആളുകൾ വട്ടം കൂടി നോക്കി നിൽക്കുന്നത് അരുൺ കണ്ടു. നെൽസ, സംശയം തോന്നുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യണം. നമ്മൾക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും വിവരം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നെൽസണും മനോജും സമതും ആളുകളെ ഓരോന്നായി വിസ്തരിച്ചുകൊണ്ടേയിരുന്നു. വീടിന്റെ ചുറ്റുഭാഗം പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീടിനോട് ചേർന്നുള്ള പുറത്തെ ബാത്റൂം അരുൺ കാണുന്നത്. അരുൺ മെല്ലെ അതിനകത്ത് കയറി നോക്കി. ചുവപ്പ് കാവിയിട്ട ചെറിയ ബാത്റൂമായിരുന്നു അത്. ചുവന്ന പ്ലാസ്റ്റിക് ബക്കറ്റും നീല നിറമുള്ള ഒരു മഗ്ഗുമായിരുന്നു അതിനകത്ത്. ചുമരിൽ തറച്ച പലകയിൽ പാതി ഉപയോഗിച്ച സോപ്പും അലക്കു സോപ്പും. ചുമരിലെ ചെറിയ ഹാങ്ങറിൽ പാതി ഉണങ്ങിയ ഒരു ബ്രായും കരിമ്പനടിച്ച ഒരു തോർത്തും. ഇന്നലെ എപ്പോഴോ ഉപയോഗിച്ച പോലെ തോന്നുന്ന ബാത്റൂം. അരുൺ മെല്ലെ പുറത്തിറങ്ങി. പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ അരുൺ പെട്ടെന്ന് ബാത്റൂമിൽ കയറി ബ്രാ പരിശോധിച്ചു. ചെറിയൊരു ബ്രായായിരുന്നു അത്. 30 സൈസിലുള്ള ഒരു വെളുത്ത ബ്രാ. ഇതൊരിക്കലും റോസമ്മയുടേതല്ല. പിന്നെ ഇത് ആരുടേതാവും? അരുണിന്റെ കണ്ണുകളൊന്ന് ഇടുങ്ങി. അയാൾ അക്ബറിനെ നോക്കി. അയാളുടെയും കണ്ണുകളിൽ സംശയം തിളങ്ങി. ഈ ബ്രാ ആരുടേതാണ്? അതെന്റെ മോളുടെയാണ് സാറേ. അവൾ ഇടയ്ക്കിടെ എന്നെ സഹായിക്കാൻ ഇതിലെ വരാറുണ്ട്. എന്നിട്ട് മോളെവിടെ? അറിയാതെ റോസമ്മയുടെ മിഴികൾ താഴ്ന്നു. പറയൂ, മോളെവിടെ? റോസമ്മയുടെ മിഴികളിൽ എന്തോ ഭയം വന്ന് നിറഞ്ഞു. ചീ, പറയടി. നിലത്ത് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അക്ബർ അലറി. അറിയില്ല സാർ, വിക്കിക്കൊണ്ട് അവർ പറഞ്ഞു. അറിയില്ലേ? എവിടെ പോയി?
റോസമ്മ ഭയന്നുകൊണ്ട് ചുറ്റും നോക്കി. ഇന്നലെ രാത്രി സാറിന് കൂട്ടായി ഇവിടെ നിന്നതാ. രാവിലെ വരുമ്പോൾ അവളെ കണ്ടില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. കാര്യം മനസ്സിലായ പോലെ അരുൺ തലകുലുക്കി. പെട്ടെന്നാണ് മനോജും സമതും നെൽസണും അവിടേക്ക് വന്നത്. എല്ലാവരെയും പരിശോധിച്ചു സാർ. കാര്യമായി ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ അവരുടെ ഇളയ മകൻ ക്രിസ്റ്റി വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാരിൽ ഒരാൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടെ അയാൾ അവിടെ വരാറുണ്ട്. രാത്രി അവിടെ ഒരു റൂമിൽ വെളിച്ചമുണ്ടായിരുന്നു. വാ. അരുണും സംഘവും ഉടനെ അങ്ങോട്ട് തിരിച്ചു. അരുൺ ബ്രാ മെല്ലെ നായയെ കൊണ്ട് മണപ്പിച്ചു. നായ സാവധാനം മതിൽ ചാടിക്കടന്ന് വിശാലമായ വളപ്പിൽ ചുറ്റി നടന്ന് ആ വലിയ വീടിന് ചുറ്റും നടന്ന് ഒടുവിൽ പിറകിലായി വലിയ കുളത്തിനരികിലെത്തി നിന്നു. അരുൺ വീടെല്ലാം പരിശോധിച്ചു. എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുകയാണ്. മുറ്റത്തേതോ വണ്ടി നിന്ന പാടുകൾ കണ്ടു. അക്ബർ. എസ് സാർ. ഉടനെ ക്രിസ്റ്റിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വേണം. പിന്നെ കുളത്തിൽ മുങ്ങി പരിശോധന നടത്താൻ 2-3 പേരും. എസ് സാർ. അരമണിക്കൂറിന് ശേഷം മുങ്ങിത്തപ്പാൻ 2 ആളുകളെത്തി. ആദ്യത്തെ മുങ്ങൽ കഴിഞ്ഞ് പൊങ്ങി വന്ന 2 പേരും അതിവേഗം കരയിലേക്ക് കയറി കിതച്ചു നിന്നു. എന്താ? അരുൺ അവരോട് ചോദിച്ചു. ഭീതിയോടെ അവർ കുളത്തിലേക്ക് നോക്കി. അതിനകത്ത് മുഴുവനും കെട്ടിത്താഴ്ത്തിയ ശവങ്ങളാണ് സാറേ. അരുണിന്റെ ദേഹത്തൊരു തരിപ്പ് പടർന്നു. അരുണിന്റെ മാത്രമല്ല, കേട്ടുനിന്ന എല്ലാവരുടെയും. വാട്ട്? അറിയാതെ അരുണിന്റെ സ്വരം ഉയർന്നു. അയാൾ അമ്പരപ്പോടെ സമതിനെ നോക്കി. അയാളുടെ ഉള്ളിൽ മംഗലാപ്പായിരുന്നു. തങ്ങൾ തേടുന്ന കൊലയാളി ഈ പരിസരത്ത് എവിടെയോ തങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന തിരിച്ചറിവ് അവരിൽ വല്ലാത്തൊരു ലഹരി നിറച്ചു. ഉടനെ തന്നെ വലിയ 5 ഡീസൽ പമ്പുകൾ കൊണ്ടുവന്ന് കുളം വറ്റിക്കാനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. അപ്പോഴേക്കും നാട്ടുകാർ വന്ന് കുളം പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ വീടൊന്ന് പരിശോധിക്കണം, അരുൺ അക്ബറിനെ നോക്കി പറഞ്ഞു. പിന്നെ അരുണും സംഘവും വാതിൽ പൊളിച്ച് അകത്ത് കയറി. വിശാലമായ സ്വീകരണമുറിയായിരുന്നു ആദ്യം. 8 കിടപ്പുമുറികളുള്ള വലിയ വീടായിരുന്നു അത്. ഓരോ മുറികളും കയറി പരിശോധിച്ചിട്ടും സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ അരുണിന് കഴിഞ്ഞില്ല. അടുക്കളയിലെ വലിയ ഫ്രിഡ്ജ് നെൽസൺ തുറന്നു നോക്കി. അത് ശൂന്യമായിരുന്നു. അടുക്കളയിലെ വേസ്റ്റ് ബോക്സിൽ ഒഴിഞ്ഞൊരു മദ്യക്കുപ്പിയും 2 മുട്ടത്തോടുകളും കണ്ടു. ഗ്യാസ് അടുപ്പിൽ ഓംലെറ്റ് ഉണ്ടാക്കിയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പാത്രം കഴുകാതെ ഇട്ടിട്ടുണ്ട്. അതിൽ വല്ല ഫിംഗർ പ്രിന്റും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്ത് അരുൺ മെല്ലെ പുറത്തിറങ്ങി. ഒരു വല്ലാത്ത തരം നിർമ്മിതിയാണ് ആ വീടിൻ്റെ എന്ന് അരുൺ മനസ്സിലോർത്തു. കയറിയ വഴിയിലൂടെ തിരിച്ചിറങ്ങാൻ വലിയ പാടാണ്. എങ്കിലും വിശാലമായി ഈ വീടിൻ്റെ മൊത്തം വലിപ്പം നോക്കിയാൽ ഉള്ള കിടപ്പുമുറികളെല്ലാം വളരെ ചെറുതാണ്. വീടിൻ്റെ 4 ഭാഗത്തേക്കുമായാണ് മുറികൾ. അരുൺ ഒന്നുകൂടെ എല്ലാ റൂമുകളും പരിശോധിച്ചു. കിഴക്കേ ഭാഗത്തുള്ള റൂമിലെ ചുമരിലുള്ള വലിയ പെയിന്റിംഗ് അരുൺ സൂക്ഷിച്ചു നോക്കി. ഭിത്തിയിൽ കൊളുത്തി വെച്ചിരിക്കുന്ന പെയിന്റിംഗ് 7 അടിയോളം ഉയരമുണ്ട്. അരുൺ മെല്ലെ പെയിന്റിംഗ് എടുത്തു മാറ്റിവെച്ചു. സംശയാസ്പദമായി അവിടെ ഒന്നും കണ്ടില്ല. വെറുതെ ഒന്ന് വിരലുകൾ കൊണ്ട് മുട്ടി നോക്കിയതാണ് അരുൺ. സാധാരണ ചുമരുകൾക്കില്ലാത്ത ഒരു മുഴക്കമായിരുന്നു അവിടെ. അരുണിന്റെ മിഴികൾ സംശയം വന്ന് നിറഞ്ഞു. അയാൾ അവിടെ മുഴുവനും പരിശോധിച്ചു. അപ്പോഴാണ് ചുമരിലെ സ്വിച്ച് ബോർഡിനോട് ചാരി സ്റ്റാർട്ടർ പോലെ എന്തോ ഒന്ന് അയാൾ കണ്ടത്. അരുൺ മെല്ലെ ആ സ്വിച്ചിൽ വിരലമർത്തി. അകത്ത് എവിടെയോ ഒരു മൂളൽ കേട്ടു. പിന്നെ പതിയെ ചുമരിന്റെ ഒരു ഭാഗം വാതിൽ പോലെ അകത്തേക്ക് തുറന്നു. നെൽസാ. അരുൺ കുറച്ചുറക്കി വിളിച്ചു. നെൽസണും സമതും മനോജും വിളി കേട്ടയുടനെ അവിടെ എത്തി. ചുമരിലെ വാതിൽ കണ്ട് അവരും അമ്പരന്നു. ജാഗരൂകരായി മൊബൈൽ ടോർച്ച് തെളിയിച്ച് 4 പേരും അകത്തേക്ക് കയറി. മനോജ് തപ്പിപ്പിടിച്ച് ചുമരിലെ ലൈറ്റിട്ടു. മനോഹരമായി സജ്ജീകരിച്ച കിടപ്പുമുറിയായിരുന്നു അത്. ബാത്റൂം അടക്കം സജ്ജീകരിച്ച മനോഹരമായ ഒരു കിടപ്പുമുറി. നിലത്ത് വില കൂടിയ പരവതാനി വിരിച്ചിരിക്കുന്നു. തേക്കിന്റെ 6 അടി കട്ടിലിൽ ഉയരം കൂടിയ ബെഡ്. അതിനു മുകളിൽ മൃദുവായ കാശ്മീരി കമ്പിളി. റൂമിന്റെ ഇടതുഭാഗത്ത് ചെറിയൊരു ടേബിൾ. അതിനോട് ചേർത്ത് ചെറിയൊരു കസേര. ടേബിളിന് പുറത്തൊരു ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചാരി ഒരു അലമാര. കീഹോളിലെ ചാവി തിരിച്ചതും വാതിൽ തുറന്നു. വലിയ അറയിൽ മുഴുവനും എന്തോ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിവെച്ചിരിക്കുന്നു. അരുൺ മെല്ലെ പ്ലാസ്റ്റിക് കവറുകൾ തുറന്നു നോക്കി. അതിനകത്ത് ഏതോ പെണ്ണിന്റെ നീണ്ട മുടിയായിരുന്നു. അരുൺ ഓരോ കവറുകളായി എണ്ണി നോക്കി. 13 കവറുകൾ. എല്ലാത്തിലും വെട്ടിയെടുത്ത പെണ്ണുങ്ങളുടെ നീണ്ട മുടിയിഴകൾ. അരുൺ അമ്പരന്ന് മറ്റുള്ളവരെ നോക്കി. അടുത്ത അറയിൽ പല വലിപ്പമുള്ള മൂർച്ചയേറിയ കത്തികളായിരുന്നു. അതിന് തൊട്ടടുത്ത സ്റ്റീൽ ബോക്സിൽ 2 സ്റ്റീൽ ചുറ്റികകളും മൂർച്ചയുള്ള പല വലിപ്പത്തിലുള്ള ഉളികളും. ഏറ്റവും താഴത്തെ അറയിൽ പെണ്ണുങ്ങളുടെ ഉപയോഗിച്ച അടിവസ്ത്രങ്ങളായിരുന്നു. അരുൺ ഏറ്റവും ഒടുവിൽ ബാത്റൂം തുറന്നു നോക്കി. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പെട്ടെന്നാണ് അരുൺ റൂമിനകത്ത് നിന്നും സമതിന്റെ വിളി കേട്ടത്. ചുമരിന്റെ ഉള്ളിൽ സ്ഥാപിച്ച ഒരു സ്റ്റീൽ അലമാര കണ്ട ഉടനെ വിളിച്ചതാണവൻ. ചുമരിനും അലമാരയ്ക്കും ഒരേ പെയിന്റാണ്. അലമാരയുടെ ഹാൻഡിൽ ഉള്ളിലേക്ക് ഗ്യാപ്പിട്ട് അമർത്തി വെച്ചത് പെട്ടെന്നാർക്കും കണ്ടുപിടിക്കാനും കഴിയില്ല. അരുൺ ഒരു ഉളിയെടുത്ത് സാവധാനം അതിന്റെ ഹാൻഡിൽ പുറത്തേക്ക് തിരിച്ചു വെച്ചു. പിന്നെ സാവധാനം താഴത്തേക്ക് താഴ്ത്തി വലിച്ചു. ഒരു കരകര ശബ്ദത്തോടെ ഡോർ അല്പം തുറന്നു. ഒന്നുകൂടി ശക്തിയിൽ വലിച്ചതിന് ശേഷമാണ് ഡോർ തുറന്നു വന്നത്. അകത്ത് ഒരു 1/2 അടി നീളമുള്ള ചെറിയ ബോക്സായിരുന്നു. അതിന്റെ മുമ്പിൽ ഇടതുഭാഗത്തായി കണ്ട സ്വിച്ചിൽ അരുൺ അമർത്തി. പെട്ടെന്ന് റൂമിന്റെ സീലിംഗിൽ മുഴുവനും ചുവപ്പ് പ്രകാശം നിറഞ്ഞു. ബോക്സിന്റെ ഡോർ സാവധാനം തുറന്നു വന്നു. അതിനകത്ത് ഒരു സ്ക്രീനായിരുന്നു. അതിലെ ചുവപ്പ് വെളിച്ചത്തിൽ സാവധാനം അക്കങ്ങൾ തെളിഞ്ഞു. 59, 58, 56. ആദ്യം അത് എന്താണെന്ന് അരുണിന് മനസ്സിലായില്ല.
പെട്ടെന്നാണ് അയാൾക്ക് അതെന്താണെന്ന് മനസ്സിലായത്. ടൈം ബോംബ്! എസ്കേപ്പ്! അലറി വിളിച്ചുകൊണ്ട് അരുൺ വീടിന് പുറത്തേക്ക് ഓടി. തൊട്ടു പിന്നാലെ ബാക്കിയുള്ളവരും. അവർ ഓടി പുറത്തെത്തിയ ഉടനെ ആ രഹസ്യ റൂമിൽ നിന്നും ഉഗ്ര ശബ്ദത്തോടെ ഒരു പൊട്ടിത്തെറി കേട്ടു. വീടിന്റെ അടഞ്ഞു കിടക്കുന്ന ജനാലച്ചില്ലുകൾ വെടിച്ചു കീറി. തീജ്വാലകൾ പുറത്തേക്ക് ശക്തിയായി വീശി. ചുമരുകൾ വിണ്ടുകീറി. ഏകദേശം 5 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾക്കെല്ലാം ഒന്ന് ശ്വാസം വീണത്. പുന്നാരമോൻ! സമതിന്റെ ആത്മകഥ അല്പം ഉറക്കുകയായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമാനാണ് കൊലയാളി, അരുൺ കൂടെയുള്ളവരോട് പറഞ്ഞു. ഉടനെ ബോംബ് സ്ക്വാഡിനെ വരുത്തണം. എത്രയും പെട്ടെന്ന് നാട്ടുകാരെ മുഴുവനും ഒഴിപ്പിക്കണം. പിന്നെ ഇനി എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് നോക്കണം. അതിവേഗം 1000കണക്കിന് ലിറ്റർ വെള്ളം അടിച്ചു കളയുകയാണ് പമ്പ് സെറ്റുകൾ. കുളത്തിന്റെ ഏകദേശം അടിത്തട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സാവധാനം കാഴ്ചകൾ തെളിഞ്ഞു തുടങ്ങി. അതിഭീകരമായ കാഴ്ചകളായിരുന്നു അത്. കുളത്തിന്റെ വീടിനോട് ചേർന്നുള്ള ഭാഗത്താണ് ആദ്യം വെള്ളം കുറഞ്ഞത്. അവിടെ വലിയ സ്റ്റീൽ ദണ്ടിനോട് ബന്ധിച്ച നിലയിൽ പൂർണ്ണമായി അഴുകിയ ഒരു ശവം കിടന്നിരുന്നു. ജീർണിച്ചൊരു വലിയ ഭീകരമായ രൂപത്തിലായിരുന്നു ആ ശവം. വീശിയടിച്ച ഇളം കാറ്റിൽ കുളത്തിൽ നിന്നും കനത്ത ദുർഗന്ധം വരുന്നത് അപ്പോഴാണ്. അരുൺ അറിയാതെ മൂക്ക് പൊത്തിപ്പോയി. അടുത്തത് ഒരു അസ്ഥിക്കൂടമായിരുന്നു. കുളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി 12 ജീർണിച്ച ദേഹങ്ങൾ മൊത്തം കണ്ടെടുത്തു. ഏറ്റവും അവസാനമാണ് പാടത്തിനോട് ചേർന്ന് കുളത്തിലെ ഏറ്റവും താഴ്ചയുള്ള ഭാഗത്ത് നിന്നും മുടി മൊത്തം മുറിച്ചെടുത്ത നിലയിൽ പൂർണ്ണ നഗ്നയായി കിടന്ന ഒരു ശവം കണ്ടുകിട്ടിയത്. എന്റെ മോളെ! ദൂരെ നിന്നും റോസമ്മയുടെ നിലവിളി അരുൺ കേട്ടു. 3 ഇഞ്ചോളം വണ്ണവും 5 അടിയോളം നീളവും ഏകദേശം 70 കിലോയുടെ മുകളിൽ ഭാരമുള്ള സ്റ്റീലിന്റെ ദണ്ടുകളോട് ബന്ധിച്ച നിലയിലാണ് മൃതദേഹങ്ങളെല്ലാം കിടന്നിരുന്നത്. അരുണും മനോജും സമതും നെൽസനുമെല്ലാം ആകെ തളർന്നു പോയിരുന്നു. ആദ്യമായാണ് അരുൺ പോലും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത്. ഉടനെ തന്നെ അരുൺ ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ച് വേണ്ട നടപടികൾക്ക് തുടക്കം കുറിച്ചു. രാത്രി 10 മണിയോടെയാണ് ഏകദേശം എല്ലാ മൃതദേഹങ്ങളും കുളത്തിൽ നിന്നും പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനുമൊക്കെയായി കൊണ്ടുപോയത്. അക്ബർ! തൊട്ടപ്പുറത്തെ മതിലിനോട് ചാരി സിഗരറ്റ് വലിക്കുകയായിരുന്നു അക്ബർ. അയാൾ ഉടനെ അരുണിന്റെ അടുത്തെത്തി. 13 മൃതദേഹങ്ങൾ കണ്ടെടുത്തതിൽ റോസമ്മയുടെ മകളുടെ ബോഡി മാത്രമാണ് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ബാക്കി 12 ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഉള്ളിലെ അലമാരയിൽ നമ്മൾ കണ്ട മുടിയിഴകൾ ഇവരുടേതാണെങ്കിൽ കൊല്ലപ്പെട്ടത് മുഴുവനും പെണ്ണുങ്ങളാണ്. വല്ലാത്തൊരു സൈക്കോ തന്നെ. അക്ബറിന്റെ അഭിപ്രായം തന്നെയായിരുന്നു അരുണിനും. അപ്പോഴാണ് ഒരു പോലീസുകാരൻ ഒരു ഫയൽ കൊണ്ടുവന്ന് അരുണിന് നൽകിയത്. സാർ, ക്രിസ്റ്റോയെക്കുറിച്ചുള്ള നമുക്ക് ലഭ്യമായ വിവരങ്ങളെല്ലാം ഇതിലുണ്ട്. കൂടുതലറിയാൻ ക്രിസ്റ്റോയുടെ പഴയ കളിക്കൂട്ടുകാരൻ എവിടെയുണ്ട്? അവനെ വിളിക്കൂ. ജോസഫ്! അയാൾ വിളിച്ച ഉടനെ വെളുത്തു മെലിഞ്ഞൊരു യുവാവ് അരുണിന്റെ അടുത്തേക്ക് വന്നു. ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കും. ജോസഫ് കണ്ടല്ലോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. 13 ശവങ്ങളാണ് ഈ കുളത്തിൽ നിന്നും കണ്ടെത്തിയത്. അതും കൂടാതെ 5-8 കൊലകൾ വേറെയും. എത്രയും പെട്ടെന്ന് ക്രിസ്റ്റിയെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവനതല്ല, അതിനപ്പുറവും ചെയ്യും സാറേ. പേടിയോടെയായിരുന്നു ജോസഫ് സംസാരിച്ചത്. പണത്തിനും പെണ്ണിനും വേണ്ടി എന്തും ചെയ്യും സാറേ അവൻ. വികാരം കൊണ്ട് പ്രക്ഷുബ്ധമായിരുന്നു അയാളുടെ സ്വരം. ഇന്നലെ അയാൾ എന്നെ വിളിച്ചിരുന്നു. അരുണിന്റെ മിഴികളൊന്ന് വെട്ടി. ആ നമ്പർ പറയൂ. അയാൾ പറഞ്ഞ നമ്പർ ഉടനെ തന്നെ അരുൺ സൈബർ സെല്ലിലേക്ക് കൈമാറി. പഠിക്കുന്ന കാലം തൊട്ടേ വല്ലാത്ത സ്വഭാവമായിരുന്നു ക്രിസ്റ്റിക്ക്. ആര് പറഞ്ഞാലും കേൾക്കാത്ത സ്വഭാവം, തനി മുരടൻ. അവനെ പേടിച്ചിട്ട് ഒരു പെണ്ണുപോലും ഈ വളപ്പിനകത്തേക്ക് കയറില്ലായിരുന്നു. 8ാം ക്ലാസ് വരെ അവൻ നന്നായി പഠിക്കുന്ന സൽസ്വഭാവിയായ കുട്ടിയായിരുന്നു. 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് കടന്ന അന്നു മുതൽ അവൻ മറ്റൊരാളായി മാറി. ആരെയൊക്കെ ഉപദ്രവിച്ചാലും എന്നോട് അവന് വലിയ സ്നേഹമായിരുന്നു. 10ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും അവൻ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരാളായി മാറിയിരുന്നു. പക്ഷേ ക്ലാസ്സിൽ അവനായിരുന്നു എന്നും ഒന്നാമൻ. എന്ത് കാര്യവും ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ മനസ്സിൽ പതിയുന്ന മിടുമിടുക്കൻ. പെട്ടെന്നാണ് അരുണിന്റെ ഫോൺ ശബ്ദിച്ചത്. സൈബർ സെല്ലിൽ നിന്നായിരുന്നു ആ വിളി. അവർ പറഞ്ഞത് കേട്ട അരുണിന്റെ മുഖം ആകാംക്ഷഭരിതമായി. അയാൾ ഫോൺ കട്ട് ചെയ്ത് അക്ബറിനെ നോക്കി. നമ്മുടെ തൊട്ടടുത്ത് വെറും 50 മീറ്റർ ദൂരത്തിൽ ക്രിസ്റ്റിയുടെ മൊബൈൽ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ക്രിസ്റ്റോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് വ്യക്തം. സമതും മനോജും നെൽസണും പരസ്പരം നോക്കി. ഇനി ഒരു പക്ഷേ ആ നമ്പർ അയാൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലോ? അക്ബറിന്റെ ചോദ്യം കേട്ട് അരുണിന്റെ മനസ്സിലൊരു ആശയക്കുഴപ്പമുണ്ടായി. മറുപടി പറയാനായി വാ തുറന്നതാണ് അരുൺ. അപ്പോഴാണ് ജോസഫിന്റെ ഫോൺ ബെല്ലടിച്ചത്. മൊബൈൽ നോക്കിയ ജോസഫിന്റെ മുഖം പേടി കിട്ടിയതുപോലെ വിളറി വെളുത്തത് കണ്ടാണ് അരുൺ ഫോൺ വാങ്ങി നോക്കിയത്. ക്രിസ്റ്റി കോളിംഗ്. അരുണിന്റെ നെഞ്ചിലൂടെ ഒരു തരിപ്പ് പടർന്നു കയറി. അരുൺ ഫോൺ അറ്റൻഡ് ചെയ്ത് ലൗഡ് സ്പീക്കർ ഇട്ട് ജോസഫിന് നൽകി. വിറയ്ക്കുന്ന കൈകളോടെ ജോസഫ് ആ ഫോൺ വാങ്ങി. ഹലോ! അപ്പുറത്ത് നിന്നും ആദ്യമേ കേട്ടത് ഒരു വല്ലാത്ത നിലവിളിയായിരുന്നു. പേടിച്ചരണ്ട ഒരു പെൺകുട്ടിയുടെ നിലവിളി. മെറിൻ! അറിയാതെ ജോസഫിന്റെ നിലവിളി ഉയർന്നു. ജോസഫിന്റെ ഇളയ പെങ്ങളായ മെറിൻ ടൗണിലെ കോളേജിൽ പഠിക്കുന്നു. മോളെ! ഉള്ളുലയ്ക്കുന്ന സ്വരത്തിൽ ജോസഫ് ഉറക്കെ അലറി. തൊട്ടു പിന്നാലെ ഫോണിലൂടെ ഒരു പാട്ട് കേട്ടു. വളരെ ഇമ്പമേറിയ സ്വരത്തിലായിരുന്നു ആ പാട്ട്. ബഹാരോ ഫൂലെ ബർസാവോ മേരാ മെഹബൂബ് ആയാ ഹൈ, മേരാ മെഹബൂബ് ആയാ ഹൈ. എടാ പട്ടി! പരിസരം മറന്ന് ജോസഫ് വീണ്ടും അലറി.
കൂൾ ജോസഫ് കൂൾ. നീ എനിക്കൊരു പണി തന്നപ്പോൾ നിന്റെ പെങ്ങളെ ഞാനിങ്ങെടുത്തു. ഒന്നും മിണ്ടാനാവാതെ തളർന്നുപോയി ജോസഫ്. ക്രിസ്റ്റിയെ നിനക്കറിയാലോ ജോസഫ്. എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വിഘാതം നിൽക്കുന്ന എന്തിനേയും ഞാൻ വെറുതെ വിടില്ലെന്ന്. പ്ലീസ് ക്രിസ്റ്റി, മെറിനെ ഒന്നും ചെയ്യരുത്. ഇല്ല ജോസഫ്, അവളെ ഞാനൊന്നും ചെയ്യില്ല. ആദ്യം അവളുടെ നീണ്ട മുടി മുറിച്ചു കളയും. പിന്നെ എല്ലാം കഴിഞ്ഞ് അവളുടെ ദേഹം ജീവനോടെ കുളത്തിൽ താഴ്ത്തും. ഒന്നും പറയാനാവാതെ കരഞ്ഞുപോയി ജോസഫ്. ക്രിസ്റ്റി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അരുൺ. അയാൾ മെല്ലെ ഫോൺ വാങ്ങി. ക്രിസ്റ്റി, പറയൂ അരുൺ സാർ. ഒരു മിന്നൽ അരുണിൻ്റെ നെഞ്ചിൽ കിടന്നു പുളഞ്ഞു. ക്രിസ്റ്റി എങ്ങനെ തന്നെ മനസ്സിലായി? എങ്ങനെയാണ് ആദ്യമായി കേൾക്കുന്ന തൻ്റെ സ്വരം അയാൾക്ക് മനസ്സിലായത്? ഹൗ യു നോ മീ? സംശയത്തോടെയായിരുന്നു അരുണിൻ്റെ ചോദ്യം. അപ്പുറത്തു നിന്നും പതിഞ്ഞൊരു ചിരിയായിരുന്നു മറുപടി. എല്ലാം അറിയുന്നവൻ ക്രിസ്റ്റി, നീ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അരുണിൻ്റെ ഭീഷണി കേട്ട് ക്രിസ്റ്റോ പൊട്ടി ചിരിച്ചു. നേരത്തെ ഞാൻ നിന്നെ മുട്ടിയുരുമി നിൽക്കുകയായിരുന്നു. ഈ വിളി കഴിയുമ്പോൾ നിന്റെ വലിയ കൊമ്പത്തെ സൈബർ സെല്ലുകാർ പറയും ഈ ക്രിസ്റ്റി ഇപ്പോൾ ഫോൺ ചെയ്തത് കാശ്മീരിൽ നിന്നാണെന്ന്. അരുൺ ഒന്നും മിണ്ടാതെ നിന്നു. ക്രിസ്റ്റി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അരുണിന് അറിയാമായിരുന്നു. ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇതല്ല ഇതിനപ്പുറം സാധ്യമാണ്. ജോസഫ്, അപ്പുറത്തു നിന്നും ക്രിസ്റ്റിയുടെ സ്വരം കേട്ടു. തൽക്കാലം നീ എന്നെ ഒറ്റിക്കൊടുത്തതിന് നിന്റെ പെങ്ങളെ ഞാനിങ്ങ് എടുത്തു എന്ന് കൂട്ടിക്കോളൂ. ഫോണിലൂടെ ദൂരെ എവിടെ നിന്നോ ഒരു പള്ളിമണി മുഴങ്ങി. അടുത്ത നിമിഷം മൊബൈൽ കട്ടായി. അരുൺ ഉടനെ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. നമ്പർ സ്വിച്ച് ഓഫ് ആണ്. എൻ്റെ പെങ്ങൾ. വിതുമ്പിക്കൊണ്ട് ജോസഫ് അരുണിൻ്റെ നേർക്ക് കൈകൂപ്പി. അവളെ രക്ഷിക്കണം സാർ. അരുൺ ഒന്നും മിണ്ടാതെ ജോസഫിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അരുണിൻ്റെ മൊബൈലിലേക്ക് സൈബർ സെല്ലിൻ്റെ വിളി വന്നത്. ആ നമ്പർ നേരത്തെ ലൊക്കേഷൻ കാണിച്ചത് കാശ്മീരാണ് സാർ. അറിയാം. കൂടുതലൊന്നും പറയാതെ അരുൺ കട്ട് ചെയ്തു. ജോസഫ്, കോൾ കട്ടാവുന്നതിന് മുമ്പേ ഒരു മണിയൊച്ച കേട്ടോ? പള്ളിമണി പോലെ. ഞാൻ കേട്ടില്ല സാർ. എങ്കിൽ ഞാൻ കേട്ടു. ക്രിസ്റ്റിക്ക് ഏതെങ്കിലും പള്ളിയുടെ അടുത്ത് വല്ല വീടോ മറ്റോ ഉണ്ടോ? അറിയില്ല സാർ. പെട്ടെന്നാണ് ജോസഫ് എന്തോ ഓർത്തത്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ക്രിസ്റ്റിക്ക് ഒരു റബ്ബർ തോട്ടമുണ്ട് സാർ. അവിടെ ഒരു വീടുമുണ്ട്. അതിൻ്റെ കുറച്ചു മാറിയൊരു പള്ളിയുമുണ്ട്. അരുണിൻ്റെ കണ്ണുകളൊന്ന് ഇടുങ്ങി. അയാൾ മെല്ലെ തലചിരിച്ച് അക്ബറിനെയും സമദിനെയും നെൽസനെയും മനോജിനെയും നോക്കി. ആ കണ്ണുകൾ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു. നമുക്ക് അവിടെ ഒന്ന് പോണോലോ ജോസഫ്? പോവാം സാർ. എൻ്റെ പെങ്ങളെ. ഒന്നും സംഭവിക്കില്ല ജോസഫ്, ഞങ്ങളൊക്കെ ഇല്ലേ? ഉടനെ തന്നെ അരുണും സംഘവും അക്ബറിൻ്റെ ജീപ്പിൽ അങ്ങോട്ട് പുറപ്പെട്ടു. സമതും മനോജും അരുണിൻ്റെ വണ്ടിയെടുത്ത് പിന്നാലെയും. ജോസഫ് വഴി കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. മെയിൻ റോഡിലൂടെ കുറെ ഓടി ജീപ്പ് ഒരു റബ്ബർ തോട്ടത്തിലേക്ക് കയറി. തൊട്ടു പിന്നാലെ സമത അവരുടെ പിന്നാലെ കയറി. വെൽക്കം ബോയ്സ്. CCTVയിലൂടെ അവരുടെ വണ്ടി വരുന്നത് കണ്ടുകൊണ്ടിരുന്ന ക്രിസ്റ്റി പതിയെ പറഞ്ഞു. കറുത്ത ടീഷർട്ടും വെളുത്ത ഷോർട്സുമായിരുന്നു ക്രിസ്റ്റിയുടെ വേഷം. തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൽ ബോധം കെട്ട് കിടക്കുന്ന പെൺകുട്ടിയുടെ നീണ്ട കറുത്ത മുടി ഓർത്തപ്പോൾ ക്രിസ്റ്റിയുടെ നെഞ്ചിൽ അറിയാതെ കൊടും പക എരിഞ്ഞു. ന്യൂയോർക്ക് സിറ്റി, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഗുഡ് മോർണിംഗ് സാറ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ ജോബി എബ്രഹാം റൂമിലേക്ക് കയറി വന്നപ്പോൾ സാറ സ്നേഹത്തോടെ അയാളെ നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ട് സാറ? വേദന കുറവുണ്ടോ? ഫീലിംഗ് ബെറ്റർ, താങ്ക് യു. ജോബി ഓരോരോ പേപ്പറുകളായി പരിശോധിച്ചുകൊണ്ട് സാറയോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അമേരിക്കൻ യുവതിയാണ് സാറ. ക്യാൻസറിൻ്റെ അവസാന ഘട്ടത്തിലാണ് സാറ. കീമോയുടെ ഫലമായി മുടിയെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. പക്ഷെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് സാറയ്ക്ക്. പരിശോധന എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ സാറയുടെ മുഖത്ത് കണ്ട കരുവാളിപ്പ് എന്താണെന്ന് ജോബിക്ക് മനസ്സിലായിരുന്നു. ഇനി എത്ര നാൾ കൂടെ ആ പുഞ്ചിരി ഉണ്ടാവുമെന്ന് ജോബി ആലോചിച്ചു. ഒരുപക്ഷെ താൻ നാട്ടിൽ പോയി വരുന്ന സമയം കൊണ്ട് സാറ ഈ ലോകത്തോട് വിട പറഞ്ഞേക്കാം. സാറയെ പറ്റി ഓർത്തപ്പോൾ ജോബിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. സാറ 2 വർഷമായി തൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. സാറയെ കൂടാതെ 13 ക്യാൻസർ രോഗികളാണ് ഇപ്പോൾ തൻ്റെ കീഴിലുള്ളത്. 13 പേരിലും പുതിയ മരുന്നുകളുടെ പരീക്ഷണം വഴി തൻ്റെ അക്കൗണ്ടിൽ മാസാമാസം എത്തുന്നത് കോടികളാണ്. രോഗികൾക്കൊക്കെ താൻ ദൈവതുല്യനാണ്. പക്ഷെ അവരൊക്കെ തനിക്ക് പണം സമ്പാദിച്ചു തരുന്ന ഗിനിപ്പന്നികളും. ഡ്യൂട്ടി കഴിഞ്ഞ് തൻ്റെ വിശ്വസ്തരായ സ്റ്റാഫിനെല്ലാം കാര്യങ്ങൾ ഏൽപ്പിച്ച് ഖത്തറിലേക്കുള്ള വിമാനത്തിലിരിക്കുമ്പോൾ ജോബിയുടെ മനസ്സ് മറ്റൊരു കണക്കുകൂട്ടലിലായിരുന്നു. പപ്പയുടെയും ചേച്ചിയുടെയും കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ ഏക അവകാശി ഇനി താനാണ്. പണ്ട് മുതലേ ജോബിക്ക് ആലിസിന് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ എന്തെല്ലാം ചെയ്യാനുണ്ട്? കഴിയുന്നതും വേഗം നാട്ടിലുള്ള സ്വത്തുക്കളെല്ലാം വിൽക്കണം. പിന്നെ ഇത്രയും കാലം സമ്പാദിച്ചു കൂട്ടിയതും ചേർത്ത് ന്യൂയോർക്കിൽ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കണം. അതാണ് തൻ്റെ ഏക ലക്ഷ്യം. കോടികൾ മുടക്കി ശതകോടികൾ കൊയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. നീണ്ട യാത്രയാണ് ഖത്തറിലേക്ക്. ആലോചിച്ച് ഇടയ്ക്കെപ്പോഴോ ജോബി അറിയാതെ ഉറങ്ങിപ്പോയി. സൂക്ഷിക്കണം സാറേ. തുറന്നു കിടക്കുന്ന ഗേറ്റ് കടന്ന് വണ്ടി അകത്തേക്ക് പോകുമ്പോൾ ജോസഫ് പറഞ്ഞു. എന്തും ചെയ്യാൻ മടിക്കാത്ത കാട്ടാളനാണ് ക്രിസ്റ്റി. ഒന്ന് മൂളിയിട്ട് അരുൺ വണ്ടി നിർത്താൻ പറഞ്ഞു. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. എങ്കിലും നല്ല വെളിച്ചമുണ്ട്. മനോജിനോടും സമദിനോടും പിറകുവശത്തുകൂടെ വരാൻ പറഞ്ഞ് അരുണും സംഘവും മുൻവാതിൽ മുട്ടി. അകത്തു നിന്നും കുറച്ചു നേരത്തേക്ക് പ്രതികരണമൊന്നും ഉണ്ടായില്ല. പതിയെ അരുൺ വാതിൽ അമർത്തി നോക്കി. വാതിൽ തുറന്നു വന്നു. സർവീസ് റിവോൾവർ എടുത്ത് പൊസിഷൻ ചെയ്ത് അരുണും നെൽസണും അക്ബറും
സൂക്ഷിച്ച് അകത്തേക്ക് കയറി. തൊട്ടു പിന്നാലെ ജോസഫും. വെൽക്കം ടു ക്രിസ്റ്റഫർ പാലസ്. ഘനഗംഭീരമായ സ്വരത്തിൽ സ്വീകരണ മുറിയിലെ സൗണ്ട് ബോക്സിലൂടെ ക്രിസ്റ്റഫറിന്റെ സ്വരം കേട്ടു. ധൈര്യമുണ്ടെങ്കിൽ പുറത്തേക്ക് വട പാട്ടി. തെല്ലുറക്കിയായിരുന്നു നെൽസന്റെ ആക്രോശം. മനോഹരമായൊരു പൊട്ടിച്ചിരിയായിരുന്നു ക്രിസ്റ്റിയുടെ മറുപടി. ജോസഫ്, എവിടെയാടാ മെറിൻ? ഉറക്കെ ചോദിച്ചുകൊണ്ട് ജോസഫ് അകത്തേക്ക് പാഞ്ഞു കയറി. അടുത്ത നിമിഷം അകത്തെ വാതിൽ തുറന്നുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വന്നു. സ്വീകരണമുറിയിൽ കത്തി നിൽക്കുന്ന ബൾബിന്റെ വെളിച്ചത്തിൽ ആ രൂപം അവർ ശരിക്കും കണ്ടു. 6 അടിക്കടുത്തുള്ള ഉയരമുള്ള മെലിഞ്ഞ സൗമ്യനായൊരു ചെറുപ്പക്കാരൻ, ക്രിസ്റ്റി. ഉറക്കെ വിളിച്ചുകൊണ്ട് ജോസഫ് അവന്റെ നേരെ ചീറിയെടുത്തു. അടുത്ത നിമിഷം മുറിയിലെ ബൾബ് ഓഫായി. ചുറ്റും വരണ്ട വെളിച്ചം മാത്രമായി. എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പേ ആരോ വന്ന അരുണിന്റെ ദേഹത്ത് വീണു. അയാളുടെ കയ്യിലെ തോക്ക് തെറിച്ചുപോയി. പെട്ടെന്ന് വീണ്ടും ലൈറ്റ് തെളിഞ്ഞു. നിലത്ത് വീണു കിടക്കുകയാണ് നെൽസണും അക്ബറും. 2 പേരുടെ കയ്യിലും തോക്കില്ല. 3 തോക്കുകളും കയ്യിൽ പിടിച്ചുകൊണ്ട് തൊട്ടു മുമ്പിൽ ക്രിസ്റ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ 3 റിവോൾവറിൽ നിന്നും ബുള്ളറ്റുകൾ നീക്കം ചെയ്ത് തോക്ക് തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ പുറത്തേക്കെറിഞ്ഞു. പിന്നെ അരുണിനെ നോക്കി പുഞ്ചിരിച്ചു. അരുൺ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഒരു കൊലയാളിയുടേതായ യാതൊരു മാനറിസവും അയാൾക്കില്ല. എങ്കിലും സൂക്ഷിക്കണം. വളരെ പെട്ടെന്നായിരിക്കും ഇത്തരക്കാരുടെ പ്രതികരണം. പിറകിലെ വാതിൽ തുറന്ന് അപ്പോഴേക്കും സമതും മനോജും ക്രിസ്റ്റിയുടെ തൊട്ടു പിറകിലെത്തിയിരുന്നു. 2 പേരും കൈകൾ പിറകിൽ തലയോട് ചേർത്ത് പിടിച്ചിട്ടാണ് വന്നിരുന്നത്. അവരുടെ 2 പേരുടെയും പിറകിൽ റിവോൾവർ അമർത്തി പിടിച്ചുകൊണ്ട് വന്ന ആളെ കണ്ട് അരുൺ ഞെട്ടി. അത് ജോസഫായിരുന്നു. അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്ന ക്രൂരത കണ്ട് അരുണിന്റെ മുഖത്ത് ദേഷ്യം പതഞ്ഞു പൊങ്ങി. 2 പേരെയും ഒറ്റ തള്ളായിരുന്നു ജോസഫ്. രണ്ടാളും ബാലൻസ് തെറ്റി അരുണിന്റെയും അക്ബറിന്റെയും ദേഹത്ത് മറിഞ്ഞു വീണു. ഗുഡ് ജോബ് ജോസഫ്. പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി ജോസഫിന്റെ കൈ പിടിച്ചു കുലുക്കി. എവിടെ എൻ്റെ പുതിയ പെങ്ങൾ മെറിൻ? അവളകത്ത് ഉറങ്ങുകയാണ് ജോസഫ്. വളരെ സൗമ്യമായിട്ടായിരുന്നു ക്രിസ്റ്റിയുടെ മറുപടി. പിന്നെ ജോസഫ്, വേണ്ടാത്തതൊന്നും അന്വേഷിക്കരുത്. അതെനിക്കിഷ്ടമല്ല. അറിയാതെ ജോസഫിന്റെ തല താഴ്ന്നു. എന്നാൽ ജോസഫ് പോയിക്കോളൂ. ഇവരെ എൻ്റെ അടുത്ത് എത്തിച്ചു തന്നതിന് ജോസഫിന് ഞാൻ എന്താണ് തരേണ്ടത്? ജോസഫിന്റെ കണ്ണുകൾ തിളങ്ങിയത് അപ്പോഴാണ്. ക്രിസ്റ്റിയുടെ കൈ പിറകിലേക്ക് നീണ്ടു. പിറകിൽ നിന്നും അയാളുടെ കൈ എടുത്തത് ഒരു തിളങ്ങുന്ന സ്റ്റീൽ ഹാമറായിരുന്നു. ഇത് മതിയാവുമോ ജോസഫ്? ക്രിസ്റ്റിയുടെ സ്വരത്തിൽ വന്ന മാറ്റം കണ്ട് ജോസഫിന്റെ മിഴികൾ പതറി. അടുത്ത നിമിഷം ഹാമർ ശക്തിയായി ജോസഫിന്റെ നെറ്റിയിലിടിച്ചു. ഒരൊറ്റ നിമിഷം മാത്രം. വെട്ടിയിട്ട വാഴ പോലെ ജോസഫ് നിലത്തേക്ക് മറിഞ്ഞു. റെസ്റ്റ് ഇൻ പീസ് ഡിയർ. പതിയെ പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി ബാക്കിയുള്ളവരെ നോക്കി. പിന്നെ നാടകീയമായി പുഞ്ചിരിച്ചുകൊണ്ട് ദേഹത്തെ ടീഷർട്ട് ഊരി. ദേഹത്തോട് ചേർത്ത് കെട്ടിയ നിലയിൽ ബെൽറ്റ് ബോംബ്. അരുണും ബാക്കിയുള്ളവരും പകച്ചു ചുറ്റും നോക്കി. എല്ലാവരും വരിവരിയായി ചുമരിനോട് ചമ്രം പടിഞ്ഞിരിക്കൂ. ഒരു അധ്യാപകനെ പോലെ അഭിനയിച്ചുകൊണ്ട് ക്രിസ്റ്റി അവരോട് പറഞ്ഞു. അരുണിനെ ഒന്ന് നോക്കി എല്ലാവരും നിലത്തിരുന്നു. 1 മണിക്കൂർ കൂടിയേ നിങ്ങൾക്കിവിടെ സമയമുള്ളൂ. അതിനുള്ളിൽ എല്ലാവരും. ഒന്ന് നിർത്തി പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി കഴുത്തു മുറിക്കുന്നത് പോലെ ആംഗ്യം കാട്ടി. അടുത്ത നിമിഷം ക്രിസ്റ്റിയുടെ മുഖഭാവം മാറി. ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അരുണിനെ നോക്കി. സാർ, ഞാനൊരു കഥ ചൊല്ലട്ടുമാ. അപ്പോഴാണ് വീട് കിടക്കുന്ന ജോസഫ് ഒന്ന് ഞെരുങ്ങിയത്. കയ്യിലുള്ള ചുറ്റിക കൊണ്ട് ആഞ്ഞൊരടിയായിരുന്നു തലയ്ക്ക്. തലയോട് പിളരുന്ന ശബ്ദം വ്യക്തമായി അവിടെ ഉയർന്നു കേട്ടു. എല്ലാവരുടെയും മുഖത്തെ രക്തം വാർന്നു പോയിരുന്നു. എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റോ വീണ്ടും ചോദിച്ചു, ഞാൻ ഒരു കഥ ചൊല്ലട്ടുമാ. ക്രിസ്റ്റിയെ തന്നെ നോക്കുകയായിരുന്നു അരുൺ. ഒരിക്കലും ഒരു സൈക്കോ ആണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തവണ്ണം സ്വാഭാവികമായ മാനറിസങ്ങൾ. പറഞ്ഞു തുറയ്ക്കടാ. നെൽസൺ ക്ഷമ നഷ്ടപ്പെട്ടവനെ പോലെ ഉറക്കിയാലറി. ഇരുമ്പൻ നെൽസൺ. പുഞ്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി വിളിച്ചു. എൻ്റെ നേരെ ഷൗട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നെൽസൺ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ടിരുന്നു. പണ്ടൊരു നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു. വളരെ മനോഹരമായ താളത്തിൽ ഘനഗംഭീരമായ സ്വരത്തിൽ ക്രിസ്റ്റി പറഞ്ഞു തുടങ്ങി. ആ രാജാവിന് അതിസുന്ദരിയായ ഒരു റാണിയുണ്ടായിരുന്നു. അവൾക്ക് സുന്ദരനായ ഒരു രാജകുമാരനും. ആ രാജാവിനൊരു ചേട്ടനുണ്ടായിരുന്നു. ഇട്ടുമൂടാൻ സമ്പത്തും സ്വർണവും ഭാര്യയും ഉണ്ടായിട്ടും അയാൾ രാജാവിൻ്റെ സ്വത്തിനും റാണിക്കും വേണ്ടി തക്കം പാർത്ത് നടന്നു. ഒരു നാൾ രാത്രി രാജാവ് കൊല്ലപ്പെട്ടു. രാജാവിൻ്റെ ചേട്ടനും അയാളുടെ രഹസ്യക്കാരിയും കൂടി സുന്ദരിയായ റാണിയുടെ മുടി മുറിച്ചു കളഞ്ഞു. ആ മുടി രഹസ്യക്കാരി അവളുടെ തലയിൽ വെച്ച് സുന്ദരിയായി വിലസി. നാൾ കുറെ കഴിഞ്ഞുപോയി. ഒരു ദിവസം രാജകുമാരൻ കൊട്ടാരത്തിൽ അവൻ്റെ അമ്മയെ തിരക്കി നടന്നു. കണ്ടില്ല. ഒടുവിൽ അമ്മയെ തിരഞ്ഞ രാജകുമാരൻ രാജാവിൻ്റെ ചേട്ടൻ്റെ വീട്ടിലെത്തി. അവൻ അവിടെ ചെല്ലുമ്പോൾ രാജാവിൻ്റെ ചേട്ടനും ആ രഹസ്യക്കാരിയും കൂടെ അവൻ്റെ അമ്മയെ ജീവനോടെ കുളത്തിൽ താഴ്ത്തുന്നതാണ് ആ രാജകുമാരൻ കണ്ടത്. ആ രാജകുമാരനെന്ന് 6 വയസ്സായിരുന്നു. ആ രാജകുമാരനെ കൂടെ കൊല്ലാൻ ആ ചേട്ടൻ തീരുമാനിച്ചതാണ്. പക്ഷെ ആ രഹസ്യക്കാരി തടഞ്ഞു. അവൾക്ക് അടിമയെപ്പോലെ പണിയെടുക്കാൻ ഒരു രാജകുമാരനെ ആവശ്യമായിരുന്നു. ഒന്ന് നിർത്തി ക്രിസ്റ്റി ചുറ്റും നോക്കി. എല്ലാവരും തന്നെ നോക്കി നിൽക്കുകയാണ്. അയാളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു വല്ലാത്ത ലഹരി നിറഞ്ഞു. ആ രഹസ്യക്കാരി പെണ്ണ് ആ രാജകുമാരനെ വല്ലാതെ വേദനിപ്പിച്ച് ജോലി ചെയ്യിച്ചു. അവർ വല്ലാത്തൊരു വൃത്തികെട്ട സ്ത്രീയായിരുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ ആളുകൾ അവളെ തേടി വന്നു.
എല്ലാവർക്കും പറയാനുള്ളത് അവളുടെ ഇടതൂർന്ന മനോഹരമായ മുടിയെ പറ്റിയായിരുന്നു. 10 വയസ്സ് തികയുന്ന അന്ന് ആ രാജകുമാരൻ ഉറങ്ങിക്കിടക്കുന്ന ആ വൃത്തികെട്ടവളുടെ തലയിൽ നിന്നും അവൻ്റെ അമ്മയുടെ മുടി മുറിച്ചു മാറ്റി. പിന്നെ കൈയും കാലും കൂട്ടിക്കെട്ടി കുഞ്ഞു കൈകൾ കൊണ്ട് വലിച്ചുകൊണ്ടുപോയി കല്ലുകൾ കെട്ടി കുളത്തിൽ താഴ്ത്തി. ക്രൂരമായ ആനന്ദം ക്രിസ്റ്റിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അയാൾ അഭിമാനത്തോടെ അരുണിനെ നോക്കി. ആ രാജകുമാരൻ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ സാറിന്? എന്ത് പറയണമെന്നറിയാതെ അരുൺ അമ്പരന്നു. എതിർത്ത് പറഞ്ഞാൽ ക്രിസ്റ്റി എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. കഴിയുന്നതും അവൻ വയലൻ്റാവാതെ നോക്കുകയേ രക്ഷയുള്ളൂ. ഒരിക്കലുമില്ല ക്രിസ്റ്റി, ആ രാജകുമാരൻ ചെയ്തതാണ് ശരി. താങ്ക് യു സാർ. സാറിന് നീതിബോധമുണ്ട്. പക്ഷെ ആ വൃത്തികെട്ടവളുടെ മകൾക്ക് അത്ര നീതിബോധമില്ലായിരുന്നു. ആ തള്ളയെ കാണാതായി 3 ദിവസം കഴിഞ്ഞപ്പോൾ അവളും ആ പണിക്കിറങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് അവളെയും എന്നേക്കുമായി ഉറക്കേണ്ടി വന്നു. അരുൺ ക്രിസ്റ്റിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു രാജകുമാരന് തക്ക കാര്യങ്ങളാണോ ഞാൻ ചെയ്യുന്നത് സാർ? കൈകൾ ചേർത്ത് പിടിച്ച് ക്രിസ്റ്റി അരുണിൻ്റെ അടുത്ത് ചോദിച്ചു. അല്ല, പെട്ടെന്നായിരുന്നു അരുണിൻ്റെ മറുപടി. ഒരു രാജകുമാരൻ ഒരിക്കലും പെണ്ണുങ്ങളെ ഉപദ്രവിക്കാറില്ല. ഞാൻ ആരെയും ഉപദ്രവിച്ചില്ലല്ലോ സാർ. അവരെ ഉറക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. എൻ്റെ അമ്മയെ ഉറക്കിയ പോലെ. ക്രിസ്റ്റിയുടെ മുഖം ചുവന്നു വരുന്നത് കണ്ട് അരുൺ ഒന്നും മിണ്ടിയില്ല. അവരേക്ക് ഉറങ്ങേണ്ടവർ തന്നെയായിരുന്നു. പെട്ടെന്നാണ് പിറകിലെ വാതിൽ തുറന്ന് പൂർണ്ണ നഗ്നയായി ഒരു യുവതി പുറത്തേക്കിറങ്ങിയത്. അവളുടെ മുടി കുറ്റിയായി മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ഉറക്കം തൂങ്ങിയ പോലെയായിരുന്നു അവളുടെ മിഴികൾ. സ്ഥലകാല ബോധമില്ലാത്തതുപോലെ അവൾ വന്ന് ക്രിസ്റ്റിയുടെ പിറകിൽ അമ്പരന്ന് നിന്നു. ഒരൊറ്റ നിമിഷത്തേക്ക് ക്രിസ്റ്റി തിരിഞ്ഞു നോക്കി. ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന പോലെ നെൽസൺ ഒരു ചീറ്റപ്പുലിയെ പോലെ മുന്നോട്ട് കുതിച്ചു. ക്രിസ്റ്റിയുടെ 6ാം ഇന്ദ്രിയം ഉണർന്നത് അപ്പോഴാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവനൊരു നർത്തകനെ പോലെ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. ബാലൻസ് നഷ്ടപ്പെട്ട നെൽസൺ മുന്നോട്ട് പോയി ചുമരിലിടിച്ച് നിലത്തേക്ക് വീണു. ക്രിസ്റ്റി ആ പെൺകുട്ടിയെ അതിവേഗം റൂമിനകത്തേക്ക് ആഞ്ഞു തള്ളി വാതിലടിച്ചു. പിന്നെ 2 കണ്ണുകളും അടിച്ച് കൈകൾ വിടർത്തി ധ്യാനിക്കുന്നത് പോലെ നിന്നു. ക്രിസ്റ്റിയെ ഒറ്റയ്ക്ക് വന്ന് കീഴടക്കാൻ ധൈര്യമുള്ളവർ ആർക്കും വരാം. നിലത്തേക്ക് വീണ നെൽസൺ എണീറ്റത് അപ്പോഴാണ്. ഒരു കുറുക്കനെ പോലെ പമ്മി പമ്മി അയാൾ ക്രിസ്റ്റിയുടെ തൊട്ടു പിന്നിലെത്തി. ഒരു കൈ ചുരുട്ടി ഇടിച്ചാൽ കൊള്ളുന്നത്ര അകലത്തിലെത്തിയപ്പോൾ നെൽസൺ തന്റെ ശ്വാസം പോലും പിടിച്ചുവെച്ചു. ഒരൊറ്റ ഇടിയായിരുന്നു നെൽസൺ. കണ്ണു തുറക്കാതെ തന്നെ വായുവിലൊന്ന് കുനിഞ്ഞു നിവർന്ന ക്രിസ്റ്റി പിന്നെ ലക്ഷ്യം തെറ്റിയ നെൽസനെ ഇടുപ്പിൽ പിടിച്ചുയർത്തി നിസ്സാരമായി ദൂരേക്കെറിഞ്ഞു. അടുത്തത് സമതായിരുന്നു. സമതിന്റെ ഓരോ കനത്ത പഞ്ചുകളും വളരെ നിസ്സാരമായി ക്രിസ്റ്റി ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനിടെ ഇടത് കൈകൊണ്ട് ക്രിസ്റ്റി ഉതിർത്ത ആദ്യത്തെ പഞ്ച് തന്നെ സമതിന്റെ താടിയെല്ല് തകർത്തു. അടുത്ത ഇടി സമതിന്റെ നെഞ്ചിലായിരുന്നു. ഒരു ഏങ്ങലോടെ സമത് നെഞ്ചു തടവി നിലത്തേക്കിരുന്നു. ഇതെല്ലാം കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു അക്ബർ. അയാൾക്ക് അറിയാതെ ഇടനെഞ്ചിലൂടെ ഒരു വേദന അനുഭവപ്പെട്ടു. നെഞ്ചു തടവി അയാൾ നിലത്തിരുന്ന് കിതച്ചു. കമോൺ ഡിയർ, അരുണിന്റെ നേരെ വിരലുകൾ ചൂണ്ടി ക്രിസ്റ്റി വിളിച്ചു. മുന്നോട്ട് നീങ്ങാൻ ഒരുങ്ങിയതാണ് അരുൺ. അപ്പോഴേക്കും മനോജ് എണീറ്റ് ക്രിസ്റ്റിയുടെ നേരെ കുതിച്ചു കഴിഞ്ഞിരുന്നു. ഒരൊറ്റ ചവിട്ടായിരുന്നു ക്രിസ്റ്റി. ഉപ്പുചാക്ക് പോലെ മനോജ് ചുമരിൽ വന്നിടിച്ച് വീണ് ബോധരഹിതനായി. അരുൺ മെല്ലെ ക്രിസ്റ്റിയുടെ കണ്ണുകളിലേക്ക് നോക്കി അടുത്തേക്ക് ചെന്നു. ക്രിസ്റ്റിയോട് നേരിട്ട് എതിർക്കുന്നത് ബുദ്ധിയല്ലെന്ന് അരുണിന് മനസ്സിലായിരുന്നു. ചില മനോരോഗികളോട് എത്ര ആളുണ്ടായാലും നേർക്കുനേർ പോരാടുന്നത് നല്ലതല്ല. ചില സമയങ്ങളിൽ അവർക്ക് പ്രത്യേക കരുത്തായിരിക്കും. അതാരായിരുന്നു ക്രിസ്റ്റി? ക്രിസ്റ്റി ചോദ്യരൂപേണ അരുണിനെ നോക്കി. നേരത്തെ വന്ന ആ പെൺകുട്ടി, അത് മെറിൻ. ഇന്നലെ വരുമ്പോൾ എന്നോട് ലിഫ്റ്റ് ചോദിച്ചതാ, പാവം കുട്ടി. ക്രിസ്റ്റി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അല്പനേരം മിണ്ടാതിരുന്നു. പിന്നെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിങ്ങി വിങ്ങി കരഞ്ഞു. പാവമായിരുന്നു എൻ്റെ മമ്മ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പച്ചപ്പാവം. 2 കൈകൾ കൊണ്ടും മുഖം പൊത്തി ക്രിസ്റ്റി കരയാൻ തുടങ്ങി. അരുൺ മെല്ലെ തലചരിച്ച് ചുറ്റും നോക്കി. നെൽസണും സമതും മനോജും വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു. അക്ബർ തളർന്നിരിപ്പാണ്. അയാൾക്ക് പ്രഷർ കൂടിയിട്ടുണ്ടാവണം. പരിസരം മറന്നതുപോലെ കരയുകയാണ് ക്രിസ്റ്റി. ഈ സമയം വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ അയാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താവുന്നതേയുള്ളൂ. പക്ഷെ ക്രിസ്റ്റിയുടെ ദേഹത്തുള്ള ബെൽറ്റ് ബോംബാണ് പ്രശ്നം. ക്രിസ്റ്റി വിചാരിച്ചാൽ ആ വീട് മുഴുവനും തവിട് പൊടിയാവാൻ ഒരൊറ്റ നിമിഷം മതിയാവും. അരുൺ കണ്ണുകൾ കൊണ്ട് നെൽസണോട് എന്തോ പറയാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും ക്രിസ്റ്റി കൈമാറ്റി കരച്ചിൽ നിർത്തി അവരെ നോക്കി. ഇനിയും പോലീസ് ബുദ്ധി കാണിക്കരുത് സാറേ, ക്രൂരമായി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ആരെ നമ്പിയാലും പോലീസുകാരെ നമ്പരുതെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അല്ലടാ പുന്നാര മോനെ. അരുണിന്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കിയാണ് അയാൾ ചോദിച്ചത്. അരുണിന്റെ പല്ലുകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കൃത്യമായി ക്രിസ്റ്റി കേട്ടു. അയാളുടെ കടക്കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ അടഞ്ഞു കിടക്കുന്ന ഡോർ തുറന്ന് കൈകൾ അകത്തേക്ക് നീട്ടി എന്തോ വലിച്ചെടുത്തു. 5-6 ചെറിയ കയറുകളായിരുന്നു അത്. ആ കയറുകൾ അയാൾ മനോജിന്റെ മുഖത്തേക്ക് എറിഞ്ഞു. എല്ലാവരുടെയും കൈകൾ പിറകിലേക്ക് വരിഞ്ഞു കെട്ടുമോ സാറേ? മനോജ് അരുണിന്റെ മുഖത്തേക്ക് നോക്കി. അടുത്ത നിമിഷം ക്രിസ്റ്റിയുടെ കയ്യിൽ ഒരു ഗൺ പ്രത്യക്ഷപ്പെട്ടു. കെട്ടടാ പുല്ലേ! തോക്ക് മനോജിന്റെ തലക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് അയാൾ അലറി. ഓരോരുത്തരുടേതായി മനോജ് കൈകൾ പിറകിലേക്കായി ആഞ്ഞു കെട്ടേണ്ടി വന്നു. ഒടുവിൽ മനോജ് മാത്രം ബാക്കിയായി. എല്ലാം അവസാനിക്കാൻ പോകുകയാണെന്ന് അരുണിന് മനസ്സിലായി.
ക്രിസ്റ്റിക്ക് വേണമെങ്കിൽ ഞങ്ങളെ നിസ്സാരമായി കൊന്നു തള്ളാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യാത്തതെന്ന് ആലോചിക്കുകയായിരുന്നു അരുൺ. ഇത്രയും കൊലകൾ ചെയ്ത അയാൾക്ക് അതിനും ഒരുപക്ഷെ മടിയുണ്ടാവില്ല. പക്ഷെ അയാൾക്ക് എന്തോ പ്ലാൻ കൂടെ ബാക്കിയുണ്ട്. ഗൺ മനോജിന്റെ തലയ്ക്ക് നേരെ ചൂണ്ടി അയാളുടെ കൈ പിറകിലേക്കായി കെട്ടാൻ തുടങ്ങുകയായിരുന്നു ക്രിസ്റ്റി. ബഹാരോ ഫൂലെ ബർസാവോ മേരാ മെഹബൂബ് ആയാ ഹേ, മേരാ മെഹബൂബ് ആയാ ഹേ. മനോജിന്റെ ചുണ്ടുകൾ ആ വരികൾ മൂളിയത് അപ്പോഴാണ്. പൊള്ളലേറ്റതുപോലെ ക്രിസ്റ്റി ഒന്ന് പിടഞ്ഞു. തൻ്റെ മമ്മ തന്നെ മടിയിൽ കിടത്തി എപ്പോഴും പാടാറുണ്ടായിരുന്ന പാട്ട്, സന്തോഷം തോന്നുമ്പോൾ അറിയാതെ താൻ മൂളിപ്പോകുന്ന പാട്ട്. ആരാണ് നീ? കൈകെട്ടാൻ മറന്ന് മനോജിന്റെ മുഖത്തേക്ക് മുഖാമുഖം നോക്കി ക്രിസ്റ്റി ചോദിച്ചു. മനോജിന്റെ മിഴികളിൽ വന്യമായൊരു തിളക്കം വന്നു. ക്രിസ്റ്റി പറഞ്ഞ കഥയിൽ പറയാൻ ബാക്കി വെച്ച ആൾ, നീ പറഞ്ഞ രഹസ്യക്കാരിയുടെ മെലിഞ്ഞുണങ്ങിയ മകൻ, മനഃപൂർവ്വം നീ വിട്ടുകളഞ്ഞ നിന്റെ കാലൻ. മനു? ഒരു അവിശ്വസനീയത ക്രിസ്റ്റിയുടെ സ്വരത്തിൽ നിഴലിച്ചു. അരുണും മറ്റുള്ളവരും അമ്പരപ്പോടെ മനോജിനെ നോക്കി. അന്ന് മനു, ഇന്ന് സബ് ഇൻസ്പെക്ടർ മനോജ് ഭാസ്കരൻ. ഒരു പുച്ഛച്ചിരി ക്രിസ്റ്റിയുടെ മുഖത്ത് വിരിഞ്ഞു. മനോജിന്റെ വിരലുകൾക്കിടയിൽ ഒരു ബ്ലേഡ് കഷ്ണം അരുൺ കണ്ടത് അപ്പോഴാണ്. അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിൻ്റെ മുൻപേ മനോജിന്റെ വിരലുകൾ ഒരു മിന്നൽ പോലെ ക്രിസ്റ്റിയുടെ കഴുത്തിലൂടെ ഒന്ന് പുളഞ്ഞു. ഒരു നൂല് കഴുത്തിൽ ചുറ്റിയതുപോലെയാണ് ക്രിസ്റ്റിക്ക് തോന്നിയത്. നേർത്തൊരു വരയായിരുന്നു ആദ്യം. അടുത്ത നിമിഷം അത് വിടർന്ന് മുറിവായി രക്തം ചീറ്റിയൊഴുകി. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി മനോജാണെന്ന് ഒരു ഞെട്ടലോടെ അരുൺ തിരിച്ചറിയുകയായിരുന്നു അപ്പോൾ. ഇത് നീ ചോദിച്ചു വാങ്ങിയതാണ് ക്രിസ്റ്റി, പുഞ്ചിരിച്ചുകൊണ്ട് മനോജ് പറഞ്ഞു. ഒരു പുച്ഛച്ചിരിയായിരുന്നു ക്രിസ്റ്റിയുടെ മറുപടി. അയാളുടെ കൈ ടീഷർട്ടിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് നീങ്ങി. ബെൽറ്റ് ബോംബിൽ ഘടിപ്പിച്ച സ്വിച്ചിലേക്കാണ് അയാളുടെ വിരലുകൾ നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ മനോജിന്റെ തലച്ചോർ ഉടനടി പ്രതികരിച്ചു. നിലത്ത് കിടന്ന ചുറ്റിക എടുത്ത് ഒരു മിന്നൽ പോലെ അയാൾ ക്രിസ്റ്റിയുടെ മൂർധാവിൽ ആഞ്ഞടിച്ചു. ഒന്ന് പിടയുക പോലും ചെയ്യാതെ ക്രിസ്റ്റി നിലത്തേക്ക് വീണു. മനോജ് വല്ലാത്തൊരു സംതൃപ്തിയോടെ ക്രിസ്റ്റിയെ നോക്കി. പിന്നെ വെട്ടിത്തിരിഞ്ഞ അരുണിനെ നോക്കി. ക്രൂരമായ മുഖഭാവത്തോടെ നിൽക്കുന്ന മനോജിനെ കണ്ട് എല്ലാവരും അമ്പരന്നു. അതീവ അപകടകാരിയായ ഒരു തികഞ്ഞ സൈക്കോ ആയി മാറിയ മനോജിനെ കണ്ട് അവരുടെ ഉള്ളിൽ തീയാളി. ഞാൻ ഒരു കഥ സൊല്ലട്ടുമാ? ക്രൂരമായി ചിരിച്ചുകൊണ്ട് മനോജ് തിരക്കി. പാടെ മാറിയിരുന്നു അയാളുടെ സ്വരം. ഒരു വല്ലാത്ത വെറി നിറഞ്ഞിരുന്നു അയാളുടെ സ്വരത്തിൽ. ആരെയും കൊന്നുകൊല വിളിക്കാനുള്ള ഒരു അസാധാരണ വെറി. അരുണും നെൽസണും സമതും അക്ബറും ആശങ്കയോടെ മനോജിനെ തന്നെ നോക്കി. ക്രൂരമായി ചിരിച്ചുകൊണ്ടൊരു വല്ലാത്ത മനോരോഗിയെ പോലെ നിൽക്കുകയാണ് മനോജ്. ക്രിസ്റ്റിക്കുള്ളതുപോലെ എനിക്കുമുണ്ടായിരുന്നു സ്നേഹനിധിയായ ഒരു അച്ഛനും അമ്മയും, പിന്നെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ചേച്ചിയും. അച്ഛന് കോട്ടയത്തേക്ക് സ്ഥലം മാറി വന്നപ്പോഴാണ് അച്ഛൻ എബ്രഹാമിനെ പരിചയപ്പെടുന്നത്. ഒരു പാവമായിരുന്നു എൻ്റെ അച്ഛൻ. സുന്ദരിയായ എൻ്റെ അമ്മയെ ലക്ഷ്യമിട്ട എബ്രഹാം ആദ്യം അച്ഛന് വാടക വീട് നൽകി. പിന്നെ എല്ലാ ദിവസവും മദ്യക്കുപ്പിയുമായി അച്ഛനെ തേടി വന്നു. അച്ഛനെ മദ്യത്തിൽ കുളിപ്പിച്ച് കിടത്തി അയാൾ ഒരു ദിവസം അമ്മയുടെ റൂമിൽ വന്ന് മുട്ടി. അമ്മയ്ക്ക് എബ്രഹാമിനെ വെറുപ്പായിരുന്നു. വാതിൽ തുറന്ന അമ്മയെ അയാൾ കടന്നു പിടിച്ചു. അമ്മയുടെ വാശിക്ക് മുമ്പിൽ ഒടുവിൽ അയാൾ കീഴടങ്ങേണ്ടി വന്നു. പക്ഷേ അയാൾ അതിന് പകരം വീട്ടിയത് 2 വയസ്സ് മാത്രമുള്ള എൻ്റെ കഴുത്തിൽ കത്തിവെച്ചായിരുന്നു. ഒടുവിൽ കണ്ണീരോടെ അമ്മയ്ക്ക് അയാളുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അച്ഛൻ്റെ ജീവനും കൊണ്ടാണ് അയാൾ തിരിച്ചുപോയത്. അയാളുടെ ഭീഷണിക്ക് വീണ്ടും വീണ്ടും അമ്മയ്ക്ക് വഴങ്ങേണ്ടി വന്നു. അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ചേച്ചിയെയും അടക്കാനാകാത്ത കോപം കൊണ്ട് മനോജ് മുഷ്ടി ചുരുട്ടി ചുമരിൽ ആഞ്ഞടിച്ചു. രാത്രിയായാൽ എന്നെ കെട്ടിപ്പിടിച്ചു കരയുന്ന അമ്മയും ചേച്ചിയും എന്തിനാണ് കരയുന്നതെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇടയ്ക്കിടെ കയറി വരുന്ന എബ്രഹാം എന്തിനാണ് അമ്മയെയും ചേച്ചിയെയും കരയിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അന്ന് എനിക്കില്ലായിരുന്നു. എൻ്റെ 6ാം പിറന്നാളിൻ്റെ അന്നാണ് അമ്മ കുളത്തിൽ മുങ്ങി മരിച്ചത്. പിറന്നാൾ ദിവസം അമ്മ കൊണ്ടുവരുന്ന കേക്ക് കാത്തുനിന്ന് എൻ്റെ മുമ്പിലേക്ക് എത്തിയത് വെള്ളം കുടിച്ചു ചീർത്ത അമ്മയുടെ ദേഹമായിരുന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയെപ്പോലെ ചേച്ചിയും. മനോജിൻ്റെ കണ്ണുകളിൽ പകയുടെ കനലുകൾ വൈരം പോലെ തിളങ്ങി. ഞാൻ ചെറുപ്പത്തിൽ പിറന്നാളിന് പെരുന്നാൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 4ാം പെരുന്നാൾ, 5ാം പെരുന്നാൾ എന്നങ്ങനെ കാത്തിരുന്ന 6ാം പെരുന്നാൾ എനിക്കില്ലാതെയായി. സ്കൂളിൽ പോവാൻ കാത്തിരുന്ന് എനിക്ക് ഭക്ഷണം പോലും കിട്ടാതെയായി. ചേച്ചി മരിച്ചതിൻ്റെ പിറ്റേന്ന് ഞാൻ ആ വീട് വിട്ട് ഓടി. ഓടി ഞാൻ തളർന്നു വീണത് ഒരു അനാഥാലയത്തിൻ്റെ മുന്നിലായിരുന്നു. അവരെന്നെ പൊന്നുപോലെ വളർത്തി. ഞാൻ പഠിച്ച് സബ് ഇൻസ്പെക്ടറായി. പക്ഷേ എല്ലാ ദിവസവും എൻ്റെ നെഞ്ചിനുള്ളിൽ എൻ്റെ അമ്മയും ചേച്ചിയും നിറഞ്ഞു നിന്നു. എൻ്റെ കുടുംബം നശിപ്പിച്ച അബ്രഹാമിനോടുള്ള പക നാൾക്ക് നാൾ കൂടി വന്നു. അരുൺ മെല്ലെ മനോജിനെ നന്നായി പഠിക്കുകയായിരുന്നു. ഇത്രയും ഭീകരനായ ഒരു സൈക്കോ ആയിട്ടും ആർക്കും മനോജിനെ മനസ്സിലായില്ല എന്നതായിരുന്നു അയാൾക്ക് അത്ഭുതം. അത്രയും ക്ഷമയോടെ ആയിരുന്നിരിക്കണം മനോജിൻ്റെ പ്ലാനിങ്. നീണ്ട 24 വർഷങ്ങൾ കൊണ്ട് രാഗി മിനുക്കിയ പ്രതികാരം. അനാഥാലയത്തിലെ കുട്ടികൾക്ക് പിറന്നാളില്ല. ഒരു ഓണമോ ബക്രീദോ വിഷുവോ ക്രിസ്തുമസോ ഇല്ല. എന്നും ഒരേ ഭക്ഷണം. കിടന്നുറങ്ങാൻ നിലത്ത് വിരിച്ച പായയും തലയിടയും. രാത്രി ഉറങ്ങാൻ പേടിയായിരുന്നു.
ഉറങ്ങുമ്പോൾ ചേച്ചിയുടെയും അമ്മയുടെയും വീർത്തഴുകിയ മുഖം സ്വപ്നം കാണും. എല്ലാവരും ഉള്ളയാൾ ഉടനെ എല്ലാം നഷ്ടപ്പെട്ട് അനാഥനാവുന്ന അവസ്ഥ എത്ര ക്രൂരമാണെന്ന് സാറന്മാർക്കറിയുമോ? സങ്കടം കൊണ്ട് ചിലമ്പിച്ചിരുന്നു മനോജിന്റെ ശബ്ദം. നഷ്ടപ്പെട്ടു പോയ 6ാം പിറന്നാൾ എന്ന 6ാം പെരുന്നാൾ എൻ്റെ ഉള്ളിലൊരു തീയായി തിളച്ചു മറിഞ്ഞു. ഒരുപാട് പ്രാവശ്യം സ്കൂൾ കട്ട് ചെയ്ത് അബ്രഹാമിനെ തേടി പോയാലോ എന്ന് ആലോചിച്ചു. പിന്നെയാണ് അയാൾ എല്ലാം മറന്നു തുടങ്ങിയിട്ട് മതി പ്രതികാരമെന്ന് തീർച്ചയാക്കിയത്. മനോജിന്റെ മുഖത്ത് വിരിഞ്ഞ നിഗൂഢ മന്ദഹാസം കണ്ട് നെൽസൺ സമദിനെയും അരുണിനെയും നോക്കി. അവരുടെ കണ്ണുകൾ പരസ്പരം എന്തോ സംസാരിച്ചു. വളരെ കരുത്തറ്റ കെട്ടാണ് മനോജ് കെട്ടിയത്. കൈകളൊന്ന് തിരിക്കാൻ കൂടെ കഴിയാത്ത വിധം മുറുക്കിയ രീതിയിലായിരുന്നു അത്. ഒന്ന് ശ്വാസമെടുത്ത് മനോജ് വീണ്ടും പറഞ്ഞു തുടങ്ങി. എബ്രഹാമിന് ഏറ്റവും ഇഷ്ടം പേരമകൻ ബേബിയായിരുന്നു. അവനെ നഷ്ടപ്പെടുമ്പോഴുള്ള ആ വേദന അയാളെ അറിയിക്കണമെന്ന് ഞാൻ തീർച്ചയാക്കി. സമതായിരുന്നു എല്ലാത്തിനും എനിക്ക് പ്രതിബന്ധം. അതുകൊണ്ട് സമദിനെ പറ്റിക്കാൻ ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കല്യാണം കഴിച്ചു എന്ന് ഞാൻ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എനിക്കൊരു കാമുകിയുണ്ടെന്നും ഞാൻ ഇടയ്ക്കിടെ അവളെ കാണാൻ പോവാറുണ്ടെന്നുമൊക്കെ ആദ്യമേ തന്നെ സമദിനെ വിശ്വസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ പുല്ലേ! സമദിന്റെ വായിൽ വന്ന തെറി അയാൾ വിഴുങ്ങിക്കളഞ്ഞു. മനോജ് മെല്ലെ നടന്ന് സമദിന്റെ അടുത്ത് വന്ന് കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി. സംഭവം എനിക്ക് സമദിനോട് ബഹുമാനമുണ്ട്. നല്ലൊരു പോലീസുകാരനും അതിലേറെ നല്ലൊരു മനുഷ്യനുമാണ് സമദ്. പക്ഷെ ചില നേരത്തെ എല്ലാം ഞാൻ മറക്കും. ആ സ്വരത്തിലെ ഭീഷണി സമദ് ശരിക്കും തിരിച്ചറിഞ്ഞു. ഒരു കനത്ത മൂളലായിരുന്നു സമദിന്റെ മറുപടി. അങ്ങനെ ആ ദിവസം എത്തി. എൻ്റെ പ്രതികാരം ഓരോന്നും എൻ്റെ പെരുന്നാളാണെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ 1ാം പെരുന്നാൾ ആഘോഷിക്കാൻ എനിക്കൊരു കേക്ക് വേണമായിരുന്നു. അതായിരുന്നു ബോബി. ക്രൂരമായ ഒരു ആനന്ദത്തോടെയായിരുന്നു മനോജിന്റെ വിവരണം. താമരശ്ശേരി ടൗണിന്റെ ആളൊഴിഞ്ഞ മൂലയിൽ അവൻ നിർത്തിയപ്പോൾ എൻ്റെ കേക്ക് മുറിക്കാൻ സമയമായെന്ന് എനിക്ക് മനസ്സിലായി. ബോബി ഞാൻ വിചാരിച്ചതിനേക്കാൾ കരുത്തനായിരുന്നു. എങ്കിലും വളരെ മനോഹരമായി അവൻ്റെ കഴുത്തൊരു കേക്ക് പോലെ ഞാൻ മുറിച്ചു കളഞ്ഞു. എൻ്റെ ഒപ്പം അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ആ കേക്കിൻ്റെ ഒരു കഷ്ണം പോലും കഴിക്കാതെ തിരിച്ചുപോയി. കാരണം എന്താണെന്ന് അറിയുമോ സാറേ? അരുണിൻ്റെ തോളിൽ കൈവച്ച് അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി മനോജ് ചോദിച്ചു. തോളിൽ വെച്ച കൈയുടെ വിരലുകൾക്കിടയിൽ മൂർച്ചയേറിയ ബ്ലേഡ് തിരികെ വെച്ചത് കണ്ട് അരുണിൻ്റെ മനസ്സിലൊരു മിന്നൽ പൊളഞ്ഞു. അറിയില്ല അല്ലേ? അരുൺ ഒന്നും മിണ്ടിയില്ല. നിനക്കറിയുമോ നെൽസ? അരുണിനെ വിട്ട് നെൽസന്റെ അടുത്തേക്ക് ചെന്ന് മനോജ് തിരക്കി. ഒരൊറ്റ ചവിട്ടായിരുന്നു നെൽസൺ. മനോജ് തെറിച്ച് ചുമരിലടിച്ച് വീണു. മനോജിന്റെ വെളുത്ത മുഖം ചുവന്നു തുടുത്തത് അപ്പോഴായിരുന്നു. ഒരു മിന്നൽ പോലെ അയാൾ കുതിച്ചു വന്ന് നെൽസന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. തെറിച്ചു വീണ നെൽസന്റെ കാലുകളും അയാൾ കൂട്ടിക്കെട്ടി. പിന്നെ കഴുത്തിൽ ബ്ലേഡ് അമർത്തിക്കൊണ്ട് വീണ്ടും തിരക്കി. നിനക്കറിയുമോ നെൽസ? ഇല്ല. ചിലമ്പിച്ചിരുന്നു നെൽസന്റെ സ്വരം. എന്നാ ഞാൻ തന്നെ പറയാം. മരിച്ചവർക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. പൊട്ടിച്ചിരിച്ചുകൊണ്ട് മനോജ് പറഞ്ഞു. വല്ലാത്തൊരു ചിരിയായിരുന്നു അത്. എല്ലാവരും ഭീതിയോടെ പരസ്പരം നോക്കി. സാവധാനം അയാളുടെ ചിരി നിലച്ചു. പിന്നെ ആ പട്ടി എബ്രഹാമിന് ഇഷ്ടം ആലിസിനെയായിരുന്നു. ആലിസിനും തോമസിനും ഇഷ്ടം റോസ് മോളെയും. ക്രൂരയായ ആലിസിന്റെ കൂടെയുള്ള ജീവിതം റോസിനെയും കേടുവരുത്തുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം അവൾക്ക് കുറച്ചു മരുന്ന് വെള്ളത്തിൽ കലക്കി കുടിപ്പിക്കേണ്ടി വന്നു. പാപം. എന്തെന്നറിയാത്ത അയാളുടെ സ്വരത്തിലൊരു നോവ് നിറഞ്ഞു. പിന്നെ തോമസ്. അയാളായിരുന്നു എൻ്റെ 2ാം പിറന്നാളിൻ്റെ കേക്ക്. ആലിസ് 3ാമത്തേതും. ആലിസ് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് പോലെ മനോഹരമായിരുന്നു. പഞ്ഞിക്കെട്ട് പോലെയുള്ള കഴുത്തിൽ ബ്ലേഡ് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് സാറേ. അത് ജന്മത്തിൽ മറക്കാൻ പറ്റൂല. നിമിഷ നേരം കൊണ്ട് മൂട് മാറുന്ന ഒരു പ്രത്യേകതരം മനോരോഗിയാണ് മനോജെന്ന് അരുൺ മനസ്സിലാക്കുകയായിരുന്നു അപ്പോൾ. എല്ലാം എൻ്റെ പ്ലാൻ പോലെ തന്നെയായിരുന്നു അതുവരെ. അതിനിടെ പോലീസുകാർ ഒരു ചെറിയ കളി കളിച്ചു. ബോബിയുടെ കാര്യം പറഞ്ഞ് ഏതോ ഒരു പയ്യനെ അവർ കൊന്നു തള്ളി. അവർ ചോദിച്ച പൈസ കൊടുക്കാൻ മടിച്ച എബ്രഹാം അവരെയും കിതച്ചുകൊണ്ട് മനോജ് തുടർന്നു. അതുകൊണ്ട് ആലിസിനെയും തോമസിനെയും എനിക്ക് നേരത്തെ സ്വർഗത്തിലേക്ക് അയക്കേണ്ടി വന്നു. അതിനിടെ അരുൺ സാർ ഈ കേസ് ഏറ്റെടുത്തു. ഞാൻ ഏറ്റവും അധികം പഠിച്ചത് സാറിൻ്റെ പഴയ കേസുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സാർ ഈ കേസ് ഏറ്റെടുത്തത് എനിക്ക് വല്ലാത്ത ആനന്ദം സമ്മാനിച്ചു. അരുൺ തോൽക്കുന്ന ആദ്യത്തെ കേസിൽ എതിരാളിയായി ഞാൻ തന്നെ വന്നത് ദൈവനിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് നമ്മൾ കോട്ടയത്തേക്ക് വരാൻ തീരുമാനിച്ചതിൻ്റെ തലേന്ന് എനിക്കൊരു ലോങ് റൈഡ് വരേണ്ടി വന്നു. കോഴിക്കോട് നിന്നും കോട്ടയത്ത് വരെ വന്ന് ഞാൻ എൻ്റെ 4ാം പെരുന്നാൾ ആഘോഷിച്ചു. ഏറ്റവും സംതൃപ്തി നിറഞ്ഞ പെരുന്നാൾ. എബ്രഹാം എന്ന പട്ടിയുടെ മേൽ ഞാൻ എൻ്റെ എല്ലാ വേദനയും കഴുകി കളഞ്ഞ ദിവസം. അന്ന് വണ്ടിയിൽ വെച്ച് മനോജ് ഉറങ്ങിയില്ല എന്ന് അരുൺ ചോദിച്ചപ്പോൾ അവൻ്റെ കല്യാണക്കാരൻ താൻ പറഞ്ഞത് സമദിന് ഓർമ്മ വന്നു. മനോജ് മനോഹരമായി തങ്ങളെ പറ്റിക്കുകയായിരുന്നെന്ന് അപ്പോഴാണ് സമദിന് ഓർമ്മ വന്നത്. ഇന്നിപ്പോൾ ക്രിസ്റ്റിയും. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ മനോജ് ക്രിസ്റ്റിയുടെ ദേഹത്തേക്ക് നോക്കി. എൻ്റെ അമ്മയെയും ചേച്ചിയെയും ഉറക്കിയ പട്ടി. മനോജിൻ്റെ കണ്ണുകൾ ചെറുതായി. ഉറക്കി അലറിക്കൊണ്ട് ഷൂവിട്ട കാൽ കൊണ്ട് അയാൾ ക്രിസ്റ്റിയുടെ ദേഹത്ത് ആഞ്ഞു ചവിട്ടി. എൻ്റെ 5 പെരുന്നാളും കഴിഞ്ഞു. വികാരവിക്ഷോഭത്താൽ മനോജിൻ്റെ തല 2 ഭാഗത്തേക്കും വെട്ടിവിറയ്ക്കാൻ തുടങ്ങി. അയാൾ അകത്തുപോയി കുറച്ച് കയറെടുത്തുകൊണ്ടുവന്ന് അരുണിൻ്റെയും അക്ബറിൻ്റെയും സമദിൻ്റെയും കൂടെ കാലുകൾ കൂട്ടിക്കെട്ടി. സാറന്മാരെന്നോട് ക്ഷമിക്കണം. നിങ്ങളെല്ലാവരും നല്ലവരാണ്. പക്ഷെ എൻ്റെ 6ാം പെരുന്നാളിന് തടസ്സം നിൽക്കാൻ കെൽപ്പുള്ളവരാണ് നിങ്ങൾ.
ഒന്ന് നിർത്തിക്കൊണ്ട് മനോജ് തുടർന്നു. ഇനിയാണ് എൻ്റെ 6ാം പെരുന്നാൾ. ജോബി എബ്രഹാം. ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ അവസാനത്തെ കേക്ക്. നോ മനോജ്, നോ. തല വെട്ടിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു. മനോജ് അരുണിനെ നോക്കി. അയാളുടെ വലത്തെ കൈയിലെ ചൂണ്ടാണി വിരലിനും നടുവിരലിനുമിടയിൽ തിളങ്ങുന്ന ഒരു ബ്ലേഡ് പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ 6ാം പെരുന്നാൾ ആഘോഷിക്കാൻ ഒരു 4 കേക്ക് കൂടെ അധികം കട്ട് ചെയ്താലോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആലോചന. അതിക്രൂരമായി ചിരിച്ചുകൊണ്ട് മനോജ് പറഞ്ഞു. രക്തം മണത്തൊരു വേട്ടപ്പട്ടിയുടേതിന് സമാനമായിരുന്നു അയാളുടെ ചേഷ്ടകൾ. ഒരു വല്ലാത്ത ആംഗ്യചലനങ്ങളോടെ അയാൾ അരുണിൻ്റെ മുൻപിലെത്തി. ചൂണ്ടുവിരലിലെ ബ്ലേഡ് അയാളുടെ കഴുത്തിൽ ചേർത്ത് വെച്ച് ചെറുതായി അമർത്തി. എന്തോ ആലോചിച്ച് അയാൾ വിരൽ പിൻവലിച്ചു. കഴുത്തിൽ നേർത്ത പാടിൽ നിന്നും ഒരു രക്തത്തുള്ളി പൊടിഞ്ഞു വന്നു. എൻ്റെ 6ാം പെരുന്നാൾ ആഘോഷിക്കാൻ 4 കേക്കുകൾ അധികം മുറിക്കുന്നതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ ശാന്തമായിട്ടായിരുന്നു മനോജിൻ്റെ ചോദ്യം. പക്ഷെ ആ സ്വരത്തിലടങ്ങിയ ഗൂഢമായ അർത്ഥം ആലോചിച്ച് അരുണിൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഉള്ളിൽ മരണത്തിൻ്റെ നേർത്ത കാലച്ചുകൾ മുഴങ്ങി. അരുണിൻ്റെയും മറ്റുള്ളവരുടെയും ഭയം മനോജിനെ ഹരം കൊള്ളിച്ചു. അയാളുടെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു വന്നു. മനോജ് തൻ്റെ യൂണിഫോം അഴിച്ചുമാറ്റി അകത്തുപോയി ക്രിസ്റ്റിയുടെ ഒരു ജീൻസും ടീഷർട്ടും ഷൂവും ധരിച്ചു. പിന്നെ മരിച്ചു കിടക്കുന്ന ക്രിസ്റ്റിയുടെ ദേഹത്തെ വസ്ത്രങ്ങൾ നീക്കം ചെയ്ത് ഏറ്റവും ഒടുവിൽ മനോജിൻ്റെ കാക്കി യൂണിഫോം ക്രിസ്റ്റിയെ ധരിപ്പിച്ചു. കുറച്ചു പ്രയാസം നിറഞ്ഞ ജോലിയായിരുന്നു അത്. മനോജിൻ്റെ പ്ലാൻ എന്താണെന്ന് അരുണിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അരുൺ വളരെ അസ്വസ്ഥനായി ചുറ്റും നോക്കി. കൈയും കാലും കെട്ടിയിട്ട നിലയിൽ നിലത്ത് കിടക്കുകയാണ് മറ്റുള്ളവർ. പെട്ടെന്ന് അരുണിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു. മനോജ് ആ റിംഗ് ടോണിനോടൊപ്പം സാവധാനം ചുവടുകൾ വച്ചു. ഒന്ന് ബെല്ലടിച്ച് നിന്ന് വീണ്ടും മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. മനോജ് പതിയെ അരുണിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ശക്തിയായി ചുമരിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഫോൺ ചുമരിലിടിച്ച് പൊട്ടിത്തകർന്നു. ഒടുവിൽ ബാക്കി വെച്ച തൊപ്പികൂടെ ക്രിസ്റ്റിയുടെ പൊട്ടിത്തകർന്ന തലയിൽ വെച്ച് മനോജ് അരുണിനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ അകത്തുപോയി ഒരു ബാഗ് കൊണ്ടുവന്നു. ആ ബാഗിനകത്ത് ഒരു ചെറിയ ബോക്സ് ആയിരുന്നു. മനോജ് ബോക്സ് തുറന്ന് അതിനകത്ത് നിന്നും കുറേ പാർട്സുകൾ പുറത്തെടുത്തു. വളരെ ശ്രദ്ധയോടെ അവ ഓരോന്നും മനോജ് കൂട്ടിയോജിപ്പിച്ചു. 15 മിനിറ്റുകൾക്ക് ശേഷം ആ ഉപകരണം അയാൾ അരുണിനെയും കൂട്ടർക്കും കാണിച്ചു കൊടുത്തു. അതെന്താണെന്ന് അരുണിന് ആദ്യം മനസ്സിലായില്ല. നാളത്തെ കേരളത്തിലെ ചൂടുള്ള വാർത്ത 5 പോലീസ് ഉദ്യോഗസ്ഥർ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടു എന്നതാവും. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് മനോജ് പറഞ്ഞു. ഇത് ഏറ്റവും പുതിയ മോഡൽ ടൈം ബോംബാണ്. ക്രിസ്റ്റി നമുക്കായി വാങ്ങിവെച്ചത്. ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്യും. അരമണിക്കൂർ കഴിയുമ്പോൾ ഈ ബോംബ് പൊട്ടി നമ്മൾ 5 പേരും കൊല്ലപ്പെടും. അപ്പോഴാണ് അരുണിന് മനോജ് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായത്. എല്ലാ തെളിവുകളും നശിപ്പിച്ച് രക്ഷപ്പെടാനാണ് അയാളുടെ പ്ലാൻ. മനോജിന് പകരം ക്രിസ്റ്റി പോലീസ് യൂണിഫോമിൽ ഇവിടെ കത്തിയിരിക്കും. ടൈം ബോംബ് പൊട്ടിയുണ്ടാവുന്ന കനത്ത സ്ഫോടനം എല്ലാ തെളിവുകളും നശിപ്പിക്കും. അതോടെ മനോജ് ഭാസ്കരൻ എന്ന ധീരനായ പോലീസ് ഓഫീസർ മരിക്കും. സ്വാഭാവികമായും അന്വേഷണം പിന്നീട് ക്രിസ്റ്റിക്ക് പിന്നാലെ പോകും. എത്ര കാലം കഴിഞ്ഞാലും ക്രിസ്റ്റിയെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്തോ ആലോചിച്ചുകൊണ്ട് മനോജ് വീണ്ടും പറഞ്ഞു. അയാൾ ബാഗിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിഗും താടിയും പുറത്തെടുത്തു. എന്നിട്ടത് ശ്രദ്ധാപൂർവം ധരിച്ചു. ആൾമാറാട്ടം നടത്തി മറ്റൊരാളായി മനോജ് ഇനിയും ജീവിക്കും. എടാ പട്ടി! നെൽസൺ ക്ഷമ നഷ്ടപ്പെട്ടു ഉറക്കെ അലറി. ഒന്നും മിണ്ടാതെ മനോജ് ഒരു കറുത്ത കട്ടിയുള്ള ടേപ്പ് വെച്ച് നെൽസന്റെ മൂക്കും വായും ചേർത്ത് വരിഞ്ഞൊട്ടിച്ചു. ശ്വാസം എടുക്കാൻ കഴിയാതെ നെൽസൺ പിടയുന്നതും കണ്ട് ഒരു വല്ലാത്ത ആനന്ദത്തോടെ മനോജ് നോക്കി നിന്നു. നോ നോ! പരിസരം മറന്ന സമതും അക്ബറും അരുണും അലറി വിളിച്ചു. നെൽസൺ അതിശക്തിയായി പിടഞ്ഞുകൊണ്ടേയിരുന്നു. ശ്വാസം കിട്ടാതെ അയാളുടെ ഞരമ്പുകൾ വലിഞ്ഞ് കണ്ണു തുറച്ച് മരണത്തോടടുത്ത നേരത്താണ് മനോജ് ആ ടേപ്പ് വലിച്ചു മാറ്റിയത്. കരയിൽ പിടിച്ചിട്ട മത്സ്യം പോലെ നെൽസൺ ആദ്യം ഒന്ന് പിടഞ്ഞു. പിന്നെ ശക്തിയായി ശ്വാസം മൂക്കിലൂടെയും വായിലൂടെയും വലിച്ചു കയറ്റി. ആ വെപ്രാളം കണ്ട് മനോജിന് ചിരി പൊട്ടി. ആകെ അമ്പരന്ന് നിൽക്കുകയാണ് മറ്റുള്ളവർ. ദയ എന്ന വാക്കുപോലും കേൾക്കാത്ത അത്രയ്ക്ക് നിഷ്ഠൂരനാണ് മനോജെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. മനോജ് സാവധാനം സമതിൻ്റെ പോക്കറ്റിൽ നിന്നും അരുണിൻ്റെ വണ്ടിയുടെ കീ എടുത്തു. ഗുഡ് ബൈ. അയാൾ ടൈം ബോംബിൻ്റെ സ്വിച്ച് അമർത്തി ടൈം സെറ്റ് ചെയ്തു. വെറും അരമണിക്കൂർ. അപ്പോൾ ഈ വീട് മുഴുവനും ചുട്ടു ചാമ്പലാവും. 5 മികച്ച പോലീസുകാരെയാണ് കേരളത്തിന് നഷ്ടപ്പെടുന്നത്. അതിലെനിക്ക് ഖേദമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, എനിക്കും ജീവിക്കണ്ടേ. ബോംബ് ഒരു കയറിൽ കെട്ടി റൂമിലെ ഹുക്കിൽ തൂക്കിയിട്ടു മനോജ്. പിന്നെ നീണ്ട കയറെടുത്ത് 5 പേരുടെയും കൈകൾക്കുള്ളിലൂടെ ഓർത്തിണക്കി വലിച്ചു കെട്ടി. അനങ്ങാൻ പോലും കഴിയാതെ അരുണും സംഘവും നിലത്ത് കിടന്നു. ഇനി രക്ഷയില്ല എന്ന് അരുണിന് മനസ്സിലായി. ജീവിതത്തിൽ ആദ്യമായി താൻ പരാജയപ്പെടുകയാണ്. മരണം വളരെ അടുത്തെത്തിയെന്ന് എല്ലാവരും മനസ്സിലാക്കി. കെട്ടഴിച്ചു പോടാ പട്ടി! സമത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. സോറി ബ്രദർ, ഗുഡ് ബൈ. വാതിലുകളെല്ലാം അടച്ച് പുറത്തേക്ക് പൂട്ടി മനോജ് പുറത്തിറങ്ങി. ഇനി 15 മിനിറ്റുകൾ മാത്രം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സാവധാനം ഓടിച്ച അയാൾ പുറത്തേക്കിറങ്ങി. ഗേറ്റിന് വേലിയിൽ ഇറങ്ങിയ അയാൾ മൊബൈലിൽ പഴയൊരു കവിത പ്ലേ ചെയ്തു. കൃത്യം 3ാമത്തെ കവിതയുടെ പകുതിക്ക് വെച്ച് പിറകിൽ വലിയ ശബ്ദത്തോടെ ഒരു അഗ്നിഗോളം ഉയർന്നു പൊങ്ങി. വീടിരുന്ന സ്ഥലം മുഴുവനും ചുവപ്പ് തീ നിറഞ്ഞു. മനോജ് വണ്ടി പതിയെ പിറകോട്ടെടുത്തു. മൊബൈൽ കത്തുന്ന ആ തീയിലേക്ക് നീട്ടിയെറിഞ്ഞു. തൊട്ടടുത്തുള്ള മരങ്ങളിലേക്ക് വരെ തീ പടർന്നിരുന്നു.
ഒരു പുഞ്ചിരിയോടെ അതിവേഗം മനോജ് വണ്ടി മുന്നോട്ടെടുത്തു. പിന്നെ പതിയെ റബ്ബർ തോട്ടത്തിലൂടെ മുന്നോട്ട് പോയി. കോട്ടയത്തെ എബ്രഹാമിന്റെ പേരിലുള്ള ഗസ്റ്റ് ഹൗസിലായിരുന്നു ജോബി എബ്രഹാം. ഒരു ദിവസം നീണ്ട വിമാനയാത്ര അയാളെ തളർത്തി കളഞ്ഞിരുന്നു. ജോലിക്കാരി കൊണ്ടുവച്ച ആഹാരം ഒന്ന് കഴിച്ചെന്ന് വരുത്തി അയാൾ ബാഗിൽ നിന്നും സ്ഥിരം കഴിക്കാറുള്ള സ്കോച്ചിന്റെ ബോട്ടിലെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്ന് ഐസ് ക്യൂബ് ഇട്ടു. അല്പാൽപമായി സ്വിപ്പ് ചെയ്തു. സ്കോച്ചിന്റെ തണുപ്പ് ഒരു ലഹരി പോലെ അയാളുടെ സിരകളിൽ നിറഞ്ഞു. അയാൾ ഫോണെടുത്ത് നോക്കി. ഇതുവരെ അഡ്വക്കേറ്റ് എറിക് സാമുവൽ വിളിച്ചിട്ടില്ല. താൻ എത്തി എന്ന മെസ്സേജ് റീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജുകളൊന്നും വന്നിട്ടില്ല. ബ്ലഡി മല്ലൂസ്, കൃത്യനിഷ്ഠയില്ലാത്ത തെണ്ടികൾ, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാൾ അടുത്ത സിപ്പ് എടുത്തു. പെട്ടെന്നാണ് അയാളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നത്. എറിക്കിന്റെ മെസ്സേജായിരുന്നു അത്. ഐ ആം ഹിയർ. അടുത്ത നിമിഷം വാതിലിൽ ഒരു നനുത്ത മുട്ട് കേട്ടു. ജോബി ചെന്ന് വാതിൽ തുറന്നു. ക്ലീൻ ഷേവ് ചെയ്ത വെളുത്ത സുന്ദരനായ ഒരു യുവാവായിരുന്നു അത്. ഐ ആം അഡ്വക്കേറ്റ് എറിക് സാമുവൽ. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ജോബി അയാളുടെ കൈകൾ പിടിച്ചു കുലുക്കി. എറിക്ക് ഇടത്തെ കൈയിലെ സൂട്ട് കേസ് മേശപ്പുറത്തേക്ക് വെച്ചു. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സാർ? വീണ്ടും മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് എറിക്ക് തിരക്കി. എനിക്ക് എത്രയും പെട്ടെന്ന് ഡാഡിൻ്റെയും ചേച്ചിയുടെയും വസ്തുക്കൾ എൻ്റെ പേരിലാക്കി വിൽപ്പന നടത്താൻ എറിക്ക് ഹെൽപ്പ് ചെയ്യണം. അതിന് സർവീസ് ചാർജ് എത്രയും പേ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഓ ഷുവർ, പുഞ്ചിരിച്ചുകൊണ്ട് എറിക്ക് പറഞ്ഞു. ഞാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ അതൊന്നും അത്ര ഈസിയല്ല. ഒന്നാമത് ഉടമകളെല്ലാം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടവരായതുകൊണ്ട് ആ കേസ് തീരുന്നതിന് ശേഷം മാത്രമേ ക്രയവിക്രയം സാധ്യമാവൂ. അതെനിക്കും അറിയാം മിസ്റ്റർ എറിക്. കഴിയുന്നത് വേഗം പ്രമാണങ്ങൾ എൻ്റെ പേർക്കാക്കാൻ സഹായിക്കുക എന്നതാണ് താങ്കളുടെ ജോലി. വിൽ യു? തീർച്ചയായും. എനിക്ക് 10 ദിവസം കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മടങ്ങിപ്പോകണം. അതിനു മുന്നേ നടക്കുമോ? സാധ്യത കുറവാണ് സാർ. എന്തോ ആലോചിച്ച് ഒന്ന് മൂളി ജോബി. പിന്നെ സ്കോച്ച് എടുത്ത് മറ്റൊരു ഗ്ലാസ്സിൽ പകർന്ന് എറിക്കിന് നേരെ നീട്ടി. നോ താങ്ക്സ്, ഞാൻ കുടിക്കാറില്ല. ഗുഡ്. അപ്പോൾ ഞാൻ നാളെ ലോക്കറൊക്കെ നോക്കി ഡോക്യുമെൻറ്റുകളെല്ലാം എടുത്തു വയ്ക്കാം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പുഞ്ചിരിയോടെ എറിക്ക് പറഞ്ഞു. വാട്ട്? എനിക്ക് മനസ്സിലായില്ല. ജോബിയുടെ നെറ്റിയിൽ ഒരു നീണ്ട ചുളിവ് വീണു. ഇന്ന് ചാകാൻ പോകുന്നവൻ എന്തിനാ ഡോക്യുമെന്റ്സും സ്വത്തുക്കളും? പുഞ്ചിരിച്ചുകൊണ്ട് എറിക്ക് ചോദിച്ചു. അയാളുടെ മുഖത്തെ പുഞ്ചിരി ക്രൂരമാവുന്നത് ജോബി കണ്ടു. ആരാണ് നീ? ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് ജോബി തിരക്കി. നിന്റെ കാലൻ. നിന്റെ തന്തയുടെ അടുത്തേക്ക് നിന്നെ പറഞ്ഞയക്കാൻ ദൈവദൂതുമായി വന്നവൻ. അപ്പോൾ എന്നെയും കൊല്ലാൻ പോവുകയാണോ? പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു ജോബിയുടെ ചോദ്യം. പിന്നെന്താ? പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ എറിക്ക് മറുപടി പറഞ്ഞു. പിന്നെ പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ബ്ലേഡ് എടുത്ത് എറിക്ക് വിരലുകൾക്കിടയിൽ തിരുകി. ആരാണ് നീ? ഒട്ടും പതരാതെ വീണ്ടും ജോബി തിരക്കി. ഞാൻ മനോജ് ഭാസ്കരൻ, നിന്റെ കുടുംബത്തെ വേരോടെ പിഴുതെറിയാൻ ജനിച്ചവൻ. ആയിക്കോട്ടെ, നിനക്ക് കഴിയുമെങ്കിൽ, വെല്ലുവിളിയുടെ സ്വരത്തിൽ ജോബി പറഞ്ഞു. പിന്നെ കയ്യിലുള്ള ഗ്ലാസ്സിലെ സ്കോച്ച് മനോജിന്റെ മുഖത്തേക്ക് ആഞ്ഞൊഴിച്ചു. കണ്ണുകൾ പുകഞ്ഞു പൊള്ളിപ്പോയി മനോജിന്. എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പേ ദേഹത്ത് ഭാരമുള്ള എന്തോ വന്ന് വീണതുപോലെ മനോജ് തെറിച്ച് ചുമരിൽ പോയിടിച്ചു. മനോജ് ചുട്ടുനീറുന്ന കണ്ണുകൾ അടച്ചു തുറന്നു. മുമ്പിൽ അവ്യക്തമായ രൂപങ്ങൾ മാത്രം. അടുത്ത നിമിഷം ജോബിയുടെ മുഷ്ടി മനോജിന്റെ മൂക്കിന് നേരെ ചീറി വന്നു. മൂക്ക് പൊളിഞ്ഞു പോയതുപോലെയാണ് മനോജിന് തോന്നിയത്. അയാൾ നില കിട്ടാതെ റൂമിന്റെ ഉള്ളിൽ അന്തിച്ചു നിന്നു. ജോബി സാവധാനം ഒരു മരക്കസേര എടുത്ത് മനോജിന്റെ മൂർധാവ് നോക്കി ആഞ്ഞു വീശി. അടിയുടെ ശക്തി കൊണ്ട് കസാരയുടെ കാൽ പൊട്ടിപ്പോയി. വേദന കൊണ്ട് പുളഞ്ഞ് നിലത്തേക്ക് വീണുപോയി മനോജ്. തല പൊട്ടി ചോരയൊലിച്ചിറങ്ങി അയാളുടെ കാഴ്ച മറച്ചു. 100 കണക്കിന് പേരെ വേദനയില്ലാതെ കൊന്നു തള്ളിയ എന്നോടാണോ നായിന്റെ മോനെ? മനോജിന്റെ കഴുത്തിൽ പിടിച്ചുപൊക്കി ചുമരിലേക്ക് എറിഞ്ഞു ജോബി. എല്ലാവരും നീ വിരിച്ച വലയിൽ വന്നു വീണു അല്ലേ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജോബി ചോദിച്ചു. നിനക്കായി ഞാൻ വിരിച്ച വല നീ എന്തേ കാണാതെ പോയി? മരണത്തോളമുള്ള വേദനയിലും പൊട്ടിപ്പൊട്ടി ചിരിച്ചു മനോജ്. ആ ചിരിക്ക് പിറകിൽ ഒളിഞ്ഞു നിന്ന മുഴക്കം കേട്ട് നേരിയൊരു ഭയം തോന്നി ജോബിക്ക്. മനോജിന്റെ തലയാണെങ്കിൽ പൊട്ടി ചോര ഒലിച്ചുകൊണ്ടേയിരുന്നു. നീ ഒരു യോദ്ധാവാണ് ജോബി, പക്ഷെ ഏറ്റവും കരുത്തനായ പ്രതിയോഗി. ഒരു വല്ലാത്ത ചിരിയോടെ മനോജ് പറഞ്ഞു. പിന്നെ ജോബിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ജോബി കാലൊടിഞ്ഞ കസേര കൊണ്ട് വീണ്ടും മനോജിന്റെ തലയിൽ ആഞ്ഞടിച്ചു. ഇത്തവണ ഒരു മിന്നൽ പോലെ മനോജ് മാറിക്കളഞ്ഞു. പിന്നെ നീറുന്ന കണ്ണുകൾ ഒന്ന് അടച്ചു തുറന്ന് ബാലൻസ് തെറ്റിയ ജോബിയുടെ പുറത്ത് നട്ടല് ലക്ഷ്യമാക്കി ആഞ്ഞിടിച്ചു. ഒരു തരിപ്പ് ജോബിയുടെ പിറകിലൂടെ പടർന്നു കയറി. ചുമരിൽ പിടിച്ചു നിന്ന ജോബി സാവധാനം തിരിഞ്ഞപ്പോഴേക്കും കഴുത്തിന് പിറകിൽ കാൽ കൊണ്ടുള്ള അടിയേറ്റു. ജോബി നിന്ന നിൽപ്പിൽ ഒന്നാടി. ദുർബലമായി ജോബി വലം കൈ കൊണ്ട് മനോജിന്റെ മുഖത്തടിക്കാൻ ശ്രമിച്ചു. പക്ഷെ മനോജ് ആ കൈ പിടിച്ചെടുത്ത് വളച്ചു മടക്കി. വേദന കൊണ്ട് ഉറക്കെ കരഞ്ഞുപോയി ജോബി. അപ്പോഴാണ് വാതിൽ ചവിട്ടി തുറന്നൊരാൾ അകത്തേക്ക് കയറിയത്. ഇരുമ്പൻ നെൽസൺ. സാറേ, ഇത് ഇവിടെയുണ്ട്. അയാൾ പിറകിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം മിന്നൽ പോലെ 2 പേരുകൂടെ അവിടെ എത്തി. അരുണും സമതും. ഓഹോ, നിങ്ങളാരും ചത്തില്ല അല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് മനോജ് ചോദിച്ചു. പിന്നെ വലങ്കൈ ചുരുട്ടി ജോബിയുടെ മൂത്ത ആഞ്ഞടിച്ചു. ഒരു കവിൾ ചോരയുടെ കൂടെ 4-5 പല്ലുകളും അയാളുടെ വായിൽ നിന്നും തെറിച്ചു വീണു. ഞങ്ങൾ ചത്തില്ലട നാറി, മുരണ്ടുകൊണ്ട് നെൽസൺ പറഞ്ഞു. അയാളുടെ മുഖത്തിന്റെ ഒരു ഭാഗം നീര് വന്ന് വീർത്തിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങളുമായി ഒരു മുഖാമുഖം ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ 6ാമത്തെ പെരുന്നാൾ ആഘോഷത്തിൽ
അതിഥികളായി നിങ്ങൾ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആ പെണ്ണിനെ ഞാൻ കൊല്ലാതെ വിട്ടത്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് മനോജ് പറഞ്ഞു. പിന്നെ കൈകൾ വിടർത്തിക്കൊണ്ട് അവരെ സ്വാഗതം ചെയ്തു. വെൽക്കം ടു മൈ 6th ബർത്ത്ഡേ. അവിടുന്ന് രക്ഷപ്പെട്ട രംഗം ആലോചിച്ചപ്പോൾ അരുണിന്റെ നെഞ്ചിൽ അപ്പോഴും മിന്നൽ പുളഞ്ഞുകൊണ്ടേയിരുന്നു. മരണം മുഖാമുഖം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്നും ആ യുവതി പുറത്തേക്ക് വന്നത്. ഇത്തവണ അവൾ ഒരു പുതപ്പ് കൊണ്ട് ദേഹം മൂടിയിരുന്നു. 10 മിനിറ്റ് കൂടിയായിരുന്നു സമയം ബാക്കിയപ്പോൾ. പുറത്തുനിന്ന് അവൾ കുറേ സമയം അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. നിലത്ത് കിടന്നിഴയുന്ന 4 പേരെയും അവൾ വികാരരഹിതയായി നോക്കി നിന്നു. പിന്നെയാണ് അവൾ ക്രിസ്റ്റിയെ കണ്ടത്. സാവധാനം അവളുടെ മിഴികളിൽ ഒരു അഗ്നിഗോളം എരിഞ്ഞു. മിന്നൽ പോലെ അടുക്കളയിലേക്കൂടി അവൾ ഒരു കത്തിയുമായാണ് തിരിച്ചു വന്നത്. അലറിക്കരഞ്ഞുകൊണ്ട് അവൾ ആ കത്തി കൊണ്ട് ക്രിസ്റ്റിയുടെ ദേഹത്ത് ആഞ്ഞു കുത്തിക്കൊണ്ടേയിരുന്നു. പിന്നെയാണ് തന്നെ വിളിക്കുന്ന അരുണിനെയും സംഘത്തെയും അവൾ ശരിക്ക് കണ്ടത്. അവരുടെ കെട്ടുകൾ അറക്കാനാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോഴേക്കും 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ കെട്ട് കത്തികൊണ്ട് അറുത്തുമാറ്റി. ആദ്യം ഫ്രീ ആയത് നെൽസനാണ്. പിന്നാലെ നെൽസൺ മിന്നൽ പോലെ മറ്റുള്ളവരുടെ കെട്ടുകൾ കൂടെ അറുത്തു. പിന്നെ എല്ലാവരും പിൻഭാഗത്തെ വാതിൽ തകർത്ത് മരങ്ങൾക്കിടയിലേക്ക് കുതിച്ചു. അപ്പോഴേക്കും പിറകിൽ ഉഗ്രശബ്ദത്തോടെ വീട് പൊട്ടിത്തകർന്നു. തങ്ങളെ രക്ഷിച്ച യുവതിയെ അക്ബറിന്റെ കൂടെ റോഡിൽ കണ്ട മറ്റൊരു വണ്ടിയിൽ ആശുപത്രിയിലേക്ക് അയച്ച ശേഷമാണ് അരുണിന്റെ വണ്ടിയുടെ GPS പിന്തുടർന്ന് അവർ അവിടെ എത്തിയത്. താങ്ക്സ് മനോജ് ഭാസ്കരൻ. ഇന്ന് നിനക്ക് ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞുകൊണ്ട് അരുൺ അതിവേഗം മനോജിന്റെ നേരെ കുതിച്ചു. അടുത്തെത്തും മുമ്പേ അരുൺ കയ്യിൽ കരുതിയ ചെറിയ കവർ മനോജിന്റെ മുഖത്തേക്ക് ആഞ്ഞെറിഞ്ഞു. എന്തോ ഒന്ന് മുഖത്തേക്ക് പാറി വരുന്നത് കണ്ട ഉടനെ മനോജ് അറിയാതെ കണ്ണുകളൊന്ന് ചിമ്മി. ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു അരുണിന്. ഉരുക്കുപോലെയുള്ള അയാളുടെ മുഷ്ടി മനോജിന്റെ മുഖത്ത് ആഞ്ഞു പതിഞ്ഞു. മനോജ് നിലതെറ്റി പിറകിലേക്ക് മറിഞ്ഞു. അതോടെ നെൽസണും സമതും കൂടെ മനോജിനെ വട്ടം ചുറ്റി. ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു അത്. ഒരു വേള മനോജിന്റെ പ്രത്യാക്രമണത്തിൽ അടിതെറ്റിപ്പോയി 3 പേർക്കും. ചീറ്റപ്പുലിയെ പോലെയായിരുന്നു മനോജിന്റെ ചലനങ്ങൾ. മിന്നൽ പോലെ ഒഴിഞ്ഞു മാറിയും ഗ്യാപ്പ് കിട്ടുമ്പോൾ മർമ്മം നോക്കി പ്രഹരിച്ചും അവൻ കളം നിറഞ്ഞു. വാ വാ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ അരുണിനെ വെല്ലുവിളിച്ചു. സമത് മെല്ലെ ഇടം കണ്ണിട്ട് നെൽസനെ നോക്കി. സമതിന്റെ ഇടത്തേ കണ്ണ് ചുവന്നു കലങ്ങിയിരുന്നു. അയാൾ തള്ളവിരൽ മെല്ലെ മുകളിലേക്കാക്കി പിന്നെ താഴേക്കു മടക്കി. ഊഴിക്കടകൻ. നെൽസന്റെ കണ്ണിൽ കനത്ത പകയുടെ വൈരപ്പൊടി തിളങ്ങി. പക മൂത്താൽ പിന്നെ നെൽസൺ മൂർഖമ്പാമ്പിനെ പോലെയാണ്. അപ്പോഴേക്കും അരുൺ മനോജിന്റെ അടുത്തെത്തിയിരുന്നു. ഇത്തവണ കുറച്ചുകൂടി ശ്രദ്ധിച്ചാണ് അരുൺ വന്നത്. മനോജിന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിയായിരുന്നു അത്. അതിനിടെ ഇരുവശങ്ങളിലൂടെയും പതുങ്ങി നെൽസണും സമതും വരുന്നത് മനോജ് കണ്ടു. ഒരൊറ്റ നിമിഷം മനോജിന്റെ ശ്രദ്ധ മാറിയതും താടിയെല്ലിന് ആദ്യ ഇടിപൊട്ടി. പിന്നാലെ വലതുഭാഗത്ത് നിന്നും നെൽസന്റെ ഉരുക്കു പോലുള്ള കാൽ കൊണ്ട് കഴുത്തിനൊരു വെട്ട്. ഒന്ന് ആടി മനോജ് മറിഞ്ഞു വീണത് സമതിന്റെ നേർക്കായിരുന്നു. സമത് മനോജിന്റെ ഇടുപ്പിൽ പിടിച്ചുയർത്തി ഒന്ന് കറക്കി ചുമരിലേക്ക് നീട്ടിയെറിഞ്ഞു. ഒരാൾ പൊക്കത്തിൽ ഇടിച്ച് മനോജ് തലയിടിച്ച് നിലത്തേക്ക് വീണു. തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പാണ് മനോജിന് ആദ്യം തോന്നിയത്. തൊട്ടു പിന്നാലെ 100 വണ്ടുകൾ ഒരുമിച്ച് മൂളുന്നത് പോലെ അയാൾക്ക് തോന്നി. പണിപ്പെട്ട അയാൾ എഴുന്നേറ്റ് നിന്നു. പിന്നെ അവ്യക്തമായ സ്വരത്തിൽ എന്തോ പറഞ്ഞു. അടുത്ത നിമിഷം പിറകിൽ നിന്നും അയാളുടെ തലയ്ക്ക് ഒരു അടി കിട്ടി. പിന്നിൽ കയ്യിൽ ഒരു ഫ്ലവർ വേസുമായി ജോബി നിൽക്കുന്നുണ്ടായിരുന്നു. മനോജ് നിന്ന നിപ്പിൽ മുന്നിലേക്ക് മൂക്കും കുത്തി വീണു. അയാളുടെ തല പൊട്ടിയ ചോര മാർബിൾ തറയിൽ പടർന്നു. കഴിഞ്ഞു. ആരോടുന്നില്ലാതെ അരുൺ പറഞ്ഞു. അയാൾ വല്ലാതെ അസ്വസ്ഥനാണെന്നത് സമത് കണ്ടു. അതിന്റെ കാരണവും സമതിന് അറിയാമായിരുന്നു. തന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ മനസ്സുള്ളവനാണ് അരുൺ സാർ. അപ്പോൾ പിന്നെ കൂട്ടത്തിലൊരുവനെ തന്നെ ഇങ്ങനെ കൊന്നൊടുക്കുക എന്നത് എത്രമാത്രം വേദനാജനകമാണ്. താങ്ക്സ്, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ. ഒരു ഞെട്ടലോടെ ജോബി പറഞ്ഞു. അയാൾക്കത് ആലോചിക്കുമ്പോൾ തന്നെ കുളിരുകോരി. പേടിക്കണ്ട, ഇനി ഒന്നും സംഭവിക്കില്ല. അയാളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് അരുൺ പുറത്തേക്കിറങ്ങി. തൊട്ടു പിന്നാലെ നെൽസണും സമതും ജോബിയും അവരുടെ കൂടെ പുറത്തേക്ക് പോയി. പിന്നെ എന്തോ ആലോചിച്ച പോലെ തിരിച്ചകത്തേക്ക് തന്നെ നടന്നു. ജോബിയുടെ മനസ്സിലെ പഴയ മൃഗം കൂടുവിട്ട് പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ അയാൾ മെല്ലെ അകത്ത് കയറി ഷെൽഫിൽ നിന്ന് മൂർച്ചയേറിയ കത്തിയെടുത്ത് കമിഴ്ന്നു കിടക്കുന്ന മനോജിന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. പിന്നെ മനോജിനെ തിരിച്ചിട്ടു. കത്തി കൊണ്ടൊരു കുത്തായിരുന്നു ജോബി. മനോജിന്റെ നെഞ്ചിൻ കൂടിനുള്ളിലേക്ക് കത്തി ആഴ്ന്നിറങ്ങി. പെട്ടെന്നാണ് മനോജിന്റെ കണ്ണുകൾ തുറന്നത്. അടുത്ത കുത്തിനു മുമ്പേ മിന്നൽ പോലെ വലത്തേ കൈ ജോബിയുടെ കയ്യിൽ പിടികൂടി. പിന്നെ സർവ്വശക്തിയും സംഭരിച്ച് അയാളെ മറിച്ചിട്ടു. അകത്തെന്തോ ബഹളം കേട്ട് അരുണും സംഘവും വാതിൽക്കൽ എത്തിയപ്പോഴേക്കും മനോജ് ജോബിയുടെ കഴുത്തിൽ കത്തിവെച്ച് എഴുന്നേറ്റ് നിന്നിരുന്നു. അരുൺ അകത്തെ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നു. ഹാപ്പി ബർത്ത്ഡേ ഫോർ മീ. പതിയെ മൂളിക്കൊണ്ട് മൂർച്ചയേറിയ കത്തികൊണ്ട് അയാളുടെ കഴുത്തിൽ ആഞ്ഞു വരഞ്ഞു. ഒരൊറ്റ നിമിഷം കൊണ്ട് പൈപ്പ് ചീറ്റും പോലെ ചോര ചീറ്റിത്തെറിച്ചു. ക്രൂരമായി ചിരിച്ചുകൊണ്ട് മനോജ് പിടിവിട്ടു. ഒരു വാഴത്തണ്ട് പോലെ കഴുത്തൊടിഞ്ഞു ജോബി നിലത്തേക്ക് വീണു. മൈ ബെസ്റ്റ് ബർത്ത്ഡേ എവർ. എൻ്റെ 6ാം പെരുന്നാൾ. ചിരിച്ചുകൊണ്ട് മനോജ് ഒരു ചുവട് മുന്നോട്ട് വെച്ചു. പിന്നെ കുഴഞ്ഞൊരു വശത്തേക്ക് തളർന്നു വീണു. സാവധാനം ആ ശരീരം നിശ്ചലമായി. അകത്തെ കാഴ്ച കാണാനാവാതെ അരുൺ പുറത്തേക്ക് നടന്നു. നമ്മളിനി എന്ത് ചെയ്യും സാർ?
പിറകിൽ നിന്നും പതിയെ നെൽസൺ ചോദിച്ചു. എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കണം. ഈ കേസ് ഇതോടെ അവസാനിച്ചു എന്നും പറയുക. വല്ലാത്തൊരു കേസായിരുന്നു. തല തടവിക്കൊണ്ട് സമത് പറഞ്ഞു. ഇനി കുറേ നാൾ ലീവ് എടുക്കണം. പതിയെ പറഞ്ഞുകൊണ്ട് അരുൺ അകത്തേക്ക് പോയി മനോജിനെ നോക്കി. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. എന്തിനെന്നറിയാതെ ആദ്യമായി അരുണിന്റെ മിഴികൾ അറിയാതെ നനഞ്ഞുപോയി. റെസ്റ്റ് ഇൻ പീസ് മനോജ്. ഒന്നും മിണ്ടാതെ അരുൺ പതിയെ തിരിഞ്ഞു നടന്നു. പുറത്ത് ചെറിയ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ചെറിയ മരങ്ങളുടെ ഇലകൾ താളാത്മകമായി ഇളകിക്കൊണ്ടേയിരുന്നു. അവ ഒരുപക്ഷെ പറയുന്നത് ഇതാവാമെന്ന് അരുണിന് തോന്നി. ഹാപ്പി ബർത്ത്ഡേ ടു യു മനോജ്. കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഒരുപാട് വളച്ചുകെട്ടില്ലാതെ ഡയറക്റ്റ് കഥയിലേക്ക് വന്ന് അതിമനോഹരമായ ഒരു കഥയിലായിരുന്നു സൈക്കോ കഥ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാത്തവർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.